നാരായണാഖിലഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര, അമ്മേ സർവേശ്വരി, അനുഗ്രഹിക്കണേ, കാത്തുരക്ഷിക്കണേ. എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഒരുപാട് സന്തോഷം എത്തനൂര് ഈ ദുർഗാക്കാവിൽ വരാൻ, നമ്മുടെയൊക്കെ വേരുകൾ കിടക്കുന്നൊരു സ്ഥലത്തേക്ക് വരാനും നമ്മുടെ പൂർവീകരുടെ ശാഖകളിൽ ഉള്ള കുടുംബാംഗങ്ങളെയൊക്കെ കാണാനും അതൊരു ഭാഗ്യമാണ്. മറ്റേത് സ്ഥലത്ത് പോകുന്നതിനെക്കാട്ടിലൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇപ്പോൾ പാലക്കാട് പുത്തൂര് ക്ഷേത്രത്തിൽ ഞാൻ കളിച്ചു വളർന്ന അമ്പലം, അവിടെ പോകുമ്പോൾ അതൊരു പ്രത്യേക നിർവൃതിയാണ്. അതുപോലെയാണ് എത്തനൂര് പ്രദേശത്തേക്ക് വരുമ്പോൾ, എന്നെ ചെറുപ്പം തൊട്ട് അറിയണവരാണ് അമ്മമാരും എല്ലാവരും. എന്നാലും ഇങ്ങനെ ഒരു അവതാര വിശേഷമായിട്ട് കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്ക് അമ്മയുടെ ദുർഗയുടെ ഏതാനും ധ്യാന ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിട്ട്, ആ സന്ധ്യാനേരം ആയതുകൊണ്ട് ഒരു നാമജപത്തിന് പ്രസക്തി ഉണ്ടല്ലോ, എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് പോവാം. മാതർമേ മധുഗൈഢഭഗ്നിമഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാവഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ. അഷ്ടൗ ഭുജാംഗി മഹിഷസ്യ മർദിനീം സശംഖചക്രാം ശരശൂലധാരിണീം താം ദിവ്യയോഗീം ശരണമഹം പ്രപദ്യേ. സൃഷ്ടൗ യാ സർഗരൂപാ ജഗദവനവിധൗ പാലനീയാ ച രൗദ്രീ സംഹാരേ ചാപി യസ്യാ ജഗദിദമഖിലം ക്രീഡനം യാ പരാഖ്യാ. പശ്യന്തി മധ്യമാധോ തദനു ഭഗവതി വൈഖരീ വർണ്ണരൂപാ സ്വാസ്മദ്വാജം പ്രസന്ന വിധിഹരിഗിരിശാരാധിതാലങ്കരോതു. യസ്യാ പ്രഭാവമഖിലം നഹി വേദധാതാ നോ വാ ഹരിർന ഗിരിശോ നഹി ചാപ്യനന്ദ അംശാംശകാപി ച ദേഹി മുദാന്യദേവാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. യൽപാദപങ്കജരജഃ സമവാപ്യ വിശ്വം ബ്രഹ്മാസൃജത്യനുദിനം ച ബിഭർത്തി വിഷ്ണുഃ രുദ്രശ്ച സംഹരതി നേധരഥാ സമർത്ഥാസ്തസ്യൈ നമോസ്തു സതതം ജഗദംബികായൈ. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവവിശ്വജനനീം മനസാ സ്മരാമി. അമ്മേ സന്തോഷിക്കണേ സർവേശ്വരി. മാതസ്തേ മഹിമാം വക്തും ശിവേനാപി ന ശക്യതേ ഭക്ത്യാഹം സ്തോതുമിച്ഛാമി പ്രസീദ 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 മമ സർവദാ. അവസാനം ഇപ്പം ചൊല്ലിയ സ്തോത്രം അറിയാത്തവർക്ക് വേണ്ടി പറയുക, പ്രസിദ്ധമാണ്. മാതസ്തേ മഹിമാം വക്തും ശിവേനാപി ന ശക്യതേ ഭക്ത്യാഹം സ്തോതുമിച്ഛാമി പ്രസീദ മമ സർവദാ. ഇതെഴുതിയ ആൾ ദുർവാസാവാണ്. ദുർവാസാവ് മഹർഷിയുടെ അതിപ്രസിദ്ധമായിട്ടുള്ള ശക്തിമഹിമ്ന സ്തോത്രത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകമാണ് അവസാനം പറഞ്ഞത്. അതിൽ പറഞ്ഞ എന്താ അറിയോ? അമ്മേ, അമ്മയുടെ മഹിമ വർണ്ണിക്കാൻ ശിവന് പോലും സാധിക്കില്ല.
എങ്കിലും നമ്മൾ മക്കൾക്ക് ഭക്തി കൊണ്ട് സ്തുതിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ സ്തുതിക്കാൻ ഒന്ന് ശ്രമിക്കുകയാണ്, സന്തോഷിക്കണേ എന്നാണ് പറഞ്ഞത്. ശിവമഹിംന സ്തോത്രം പുഷ്പതന്തൻ എന്ന് പറഞ്ഞ ഗന്ധർവൻ എഴുതിയതാണ്, ഭഗവാന്റെ ശാപം കിട്ടിയിട്ട് മഹാദേവൻ്റെ. അതേപോലെ പ്രസിദ്ധമാണ് ശക്തിമഹിംന സ്തോത്രം എന്ന് പേരോട് കൂടിയിട്ടുള്ള ദുർവാസാവ് മഹർഷിയുടെ അതിപ്രസിദ്ധമായിട്ടുള്ള ആ സ്തോത്രം. അപ്പോൾ ഇവിടെ നമ്മൾ ദുർഗാക്ഷേത്രത്തിൽ ഈ കാവിൽ ഒരു പ്രഭാഷണ വിഷയം സത്യം പറഞ്ഞാൽ ഞങ്ങൾ വളരെ കഴിഞ്ഞൊരു ദിവസമാണ് തീരുമാനിച്ചത്. സാധാരണ എല്ലാ സ്ഥലത്തും ചെയ്യുന്നത് പോലെ ഒരു എന്താ പറയുക, വളരെ നേരത്തെ തീരുമാനിക്കലുണ്ടായില്ല. കാരണം ഈ ഗുരുവായൂരപ്പൻ നമ്മളൊന്ന് തീരുമാനിക്കുമ്പോൾ ഗുരുവായൂരപ്പനെ മാറ്റും. നമ്മളൊരു ചട്ടക്കൂട് ഉണ്ടാക്കിയാൽ അത് പൊളിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സന്തോഷം. അദ്ദേഹം പറയാത്തത് നമ്മൾ പറയാൻ പോയാൽ ഇവിടെ വന്ന ഒരു വാക്ക് വരില്ല വായിക്കുക. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താണ് ഇവിടെ പറയാൻ താല്പര്യം അത് പറയുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഈ അടുത്ത കാലത്തായിട്ട് ഈ ദേവി മഹാത്മ്യം വെച്ചിട്ട് കുറച്ച് അഭ്യാസങ്ങൾ നാട്ടിൽ ആൾക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഈ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ. അപ്പോൾ കുറച്ചെടുത്തിട്ട് തിരിച്ചും മറിച്ചും അടിക്കാം എന്ന് ഒരു ദൂഷിച്ച ചിന്ത വന്നു. അപ്പോൾ അമ്മയാണെങ്കിൽ ഈ തല്ലി പൊളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എവിടെ അഹങ്കാരമുണ്ടോ അതിനെ ചവിട്ടുക, അതിനെ പൊട്ടിക്കുക, ഭസ്മാക്കുക, ഇതൊക്കെയാണ് നമ്മുടെ രീതികൾ. കാളുകൾ അത്രയ്ക്കില്ല, കുറച്ച് സ്നേഹമുണ്ട്, എന്നാലും നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഈ ദേവീ മഹാത്മ്യത്തിലെ ദുർഗ, അതൊരു കഥ പറച്ചിലൊന്നുമല്ല. പക്ഷേ ദുർഗാക്ഷേത്രം ആയതുകൊണ്ട് ഇവിടെ വന്ന അന്തരീക്ഷം നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പ്ലാൻ ചെയ്യാത്ത ചിലതൊന്ന് പറയണം തോന്നും. അപ്പോൾ അതൊന്ന് പറഞ്ഞിട്ട്, കാരണം ഇവിടെ നാട്ടുകാരും ഈ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടവരും ഒക്കെ എന്താ പറയുക, ഈ ദേശത്തിനും ഒക്കെ ഗുണം ചെയ്യുന്നതാണ് ആ ദേവിയുടെ ദുർഗാക്ഷേത്രത്തിൽ ദുർഗാസന്നിധിയിൽ ത്രിസന്ധ്യ നേരത്ത് ദുർഗയുടെ പ്രാദുർഭാവം പറയണത് കേൾക്കുന്നത് വളരെ വിശേഷമാണ്. ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നു. അതുകൊണ്ട് ഞാൻ അതൊന്ന് ചുരുക്കി പറഞ്ഞിട്ട്, അതേ ഉള്ളൂ കഥ, അതിൽ കൂടെ കഥ പ്രതീക്ഷിക്കേണ്ട. ഇതിൻ്റെ ബാക്കിയൊക്കെ ഇതുവരെ പഠിച്ചതൊക്കെ തലേന്ന് ഇറക്കി വെക്കാനുള്ള വിദ്യകളാണ്. കാരണം ഒന്നും പുതുതായിട്ട് പറയാനില്ല, ഈ കേട്ടതിൻ്റെ അബദ്ധം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത്തിരിയൊക്കെ കട്ടി കൂടും, ക്ഷമിക്കണം. കുറച്ച് കഴിഞ്ഞാൽ വിശക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഇവിടേക്കുള്ളത് മാത്രമല്ല നാളെയും അനവധി പേർക്ക് കേൾക്കാൻ ഉതകണ തരത്തിൽ ഇത് പ്രിസർവ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ദുർഗ എന്ന് പേരുള്ള നാമധേയത്തിലിരിക്കുന്ന ദേവി സകല ഉപാസകന്മാരുടെയും അതേമാതിരി തന്നെ ഭക്തകോടികളുടെയൊക്കെ ആ ഹൃദയത്തിൽ 8 കൈകളോട് കൂടിയിട്ടായിരിക്കുന്നത്. സിംഹത്തെ എന്താ പറയുക, ധരിച്ചവളായിട്ട്, സിംഹത്തെ സ്വീകരിച്ചവളായിട്ട്, വാഹനമായിട്ട് സ്വീകരിച്ചവളായിട്ട് ഇരിക്കുന്നവളാണ്. ഇതിനൊക്കെ ആന്തരാർത്ഥങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ദേവി മഹാത്മ്യമൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ദേവി ഭാഗവതം പറയുമ്പോൾ ഒക്കെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് അതൊന്നും അതിലേക്കൊന്നും പോവാതെ ഏറ്റവും ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ ആദ്യം പറയാം. അങ്ങനെയുള്ള ആ ദേവിയുടെ ഉത്ഭവ ചരിത്രം നമുക്കൊന്ന് കേൾക്കാം. ജനന സമയത്ത് 3 പേരുകളോ നാമങ്ങളോ ഒന്നിച്ച് കിട്ടിയ ദേവിയാണ് ദുർഗ. ജനിച്ച ഉടനെ 3 പേരങ്ങോട് വീണു. ഒന്നാമത്തെ പേര് ശതാക്ഷി, 100 കണ്ണുള്ളവൾ. അമ്മയ്ക്ക് 100 കണ്ണല്ല, അമ്മയ്ക്ക് എല്ലായിടത്തും കണ്ണാണ്. അമ്മയുടെ കണ്ണാണ് സകല പ്രപഞ്ചത്തിലും നമുക്ക് കാണാറാക്കി തരുന്നത്. അതേമാതിരി ശാകംഭരി, ദുർഗ, ഇങ്ങനെയുള്ള 3 നാമധേയങ്ങൾ ആ പരാശക്തിക്ക് ലഭിച്ചു. ദുർഗമൻ എന്നു പേരുള്ളൊരു അസുരൻ വളരെ ബുദ്ധിപൂർവം ആലോചിച്ചപ്പോൾ ദേവന്മാരുടെയും മനുഷ്യന്മാരുടെയും ഋഷിമാരുടെയും ഒക്കെ സകല സന്തുഷ്ടതയുടെയും ആ സന്തുഷ്ടിയുടെയും സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെ ഒക്കെ അടിസ്ഥാനം വേദത്തിലെ മന്ത്രങ്ങളാണെന്ന് മനസ്സിലാക്കി. നമ്മളിപ്പോഴും ശ്രദ്ധിച്ചാൽ കാണാം, നമ്മുടെ ധർമ്മത്തിനെ തകർക്കാൻ നോക്കുന്നവർ നമ്മുടെ ഐശ്വര്യം എവിടെ ഇരിക്കണം നോക്കിയിട്ടാണ് തകർക്കണം. കേരളത്തിൽ എത്രമാത്രം ആലുകൾ നശിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ആലുകൾ നശിപ്പിക്കുന്നതിനൊരു വലിയ കാരണമുണ്ട്. ആലുകൾ വലിയ ഊർജ്ജസ്രോതസ്സാണ്. അതുകൊണ്ടാണ് അപ്പോൾ കുംഭമേള അവിടെ 1008 ആലിൻ്റെ തൈയാണ് കേരളത്തിൽ ഓരോ ക്ഷേത്രങ്ങളിലേക്കും കൊടുക്കാനായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിദേശങ്ങളിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ അറിയാം, ദുബായിൽ നമ്മളെ ബർദുബായ് ഭാഗത്തും സൗദിയിൽ തന്നെയും ഏക്കർ കണക്കിന് സ്ഥലത്താണ് ആല് കൊണ്ടേ വെച്ചിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആല് കണ്ട വെട്ടിക്കളയുക. അതൊരുപാട് ഊർജം തരുന്നതാണ്. ദുർഗവൻ നമ്മുടെ ഇന്നത്തെ കാലത്തെ ധർമ്മധ്വംസകനായിട്ടുള്ള ആരുടെയും പോലെയാണ്. അദ്ദേഹം ചിന്തിച്ചു, ഈ ധർമ്മത്തിൻ്റെ അടിവേര് തോണ്ടാനുള്ള മാർഗം എന്താ?
അപ്പോൾ അദ്ദേഹം അതിൽ അനവധി മാർഗങ്ങൾ കണ്ടതിൽ ഒന്നാണ് വേദത്തിൻ്റെ മന്ത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ ഐശ്വര്യമൊക്കെ നിൽക്കുന്നത്. ഹിന്ദുധർമ്മത്തിൻ്റെ മൂലഗ്രന്ഥം വേദമാണെന്ന് പറയും. അതിന് എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് മാത്രമല്ല എന്നേ പറയാം, അതല്ല എന്നല്ല പറയുന്നത്. നമ്മുടെ പാരമ്പര്യ ആരാധനകളും മറക്കരുത്. നമ്മുടെ ഈ ഗ്രാമങ്ങളിലും കാവുകളിലും ഒക്കെ ഇരിക്കുന്ന നാടൻ ദേവതകളുണ്ട്. ഇപ്പോൾ ഘണ്ടാകർണൻ, മുണ്ടിയൻ, ഇങ്ങനെയൊക്കെ ധാരാളം ദേവതകളുണ്ട്. അവരൊന്നും വേദപ്രമാണത്തിൽ വരുന്നവരല്ല. അപ്പോൾ ഞാനത് പറയുമ്പോൾ വേദമാണ് അടിസ്ഥാനം, മാത്രം അടിസ്ഥാനം, ഭഗവത്ഗീത മാത്രമാണ് ഹിന്ദുവിൻ്റെ ഗ്രന്ഥം എന്നൊന്നും വിചാരിച്ചേക്കരുത്. എവിടെയൊക്കെ നമ്മളെ പ്രപഞ്ചത്തിൻ്റെ താളവുമായിട്ട് ചേർന്ന് നിൽക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടോ അതൊക്കെ ഹിന്ദുവിന് പ്രധാനമാണ്. അതാണ് നമ്മുടെ ധർമ്മത്തിൻ്റെ ഭംഗി. ടു ബി അലൈൻഡ് വിത്ത് ദി റിഥം ഓഫ് യൂണിവേഴ്സ്. അതാണ് സനാതനധർമ്മം. ആ കാഴ്ചപ്പാടിൽ നിന്നിട്ട് വേണം നമ്മൾ ഏത് ദേവതയും കാണാൻ. അപ്പോൾ ദുർഗ ആരാന്നുള്ള അന്വേഷണത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതിനു മുമ്പ് ദുർഗയുടെ പുരാണത്തിലുള്ള ആവിർഭാവ കഥ പറയണമെന്ന് മാത്രം. അപ്പോൾ ദേവിക്ക് 3 പേര് കിട്ടി. ശതാക്ഷി എന്ന് പേര് കിട്ടി, ശാകംബരി എന്ന് പേര് കിട്ടി, ദുർഗ എന്ന് പേര് കിട്ടി. ഈ ദേവി ജനിച്ച കഥയെ പറയണം. ഒരു പ്രോബ്ലം പറയണത് ആദ്യം ലോകത്തിൽ ഐശ്വര്യം ക്ഷയിച്ചു. എങ്ങനെ? വേദമന്ത്രങ്ങളെ ഒരു അസുരൻ കൊണ്ടുപോയിട്ട് ആ യാഗങ്ങളൊക്കെ ചെയ്യണ ഋഷിമാരുടെ യാഗങ്ങളൊക്കെ പോയി മുടക്കി. നിങ്ങളാരും ഒരു യാഗവും ചെയ്യണ്ട, ഹോമവും ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. കാരണം യാഗങ്ങൾ കൊണ്ടാണ് സമയാസമയത്ത് മഴയുണ്ടാവുന്നത്, കൃഷി നന്നാവുന്നത്, അതിൽ നിന്ന് അന്നം കിട്ടുന്നത്, അന്നം കൊണ്ട് പോഷിച്ച് കുടുംബങ്ങൾ ഉണ്ടാവുന്നത്, അമ്മമാർ നല്ല മക്കളെ പ്രസവിക്കുന്നത്, ആ മക്കൾ വളർന്നു വലുതായിട്ട് രാജ്യത്തിനും ദേശത്തിനും ഒക്കെ ഗുണമായി മാറുന്നത്. അതിൽ നിന്ന് ആചാര്യന്മാരുണ്ടാവണു, രാജാക്കന്മാരുണ്ടാവണു, ഭരണാധികാരികൾ ഉണ്ടാവണു, അതുമാതിരി സൈനികരുണ്ടാവുന്നു, ഡോക്ടർമാരുണ്ടാവണു. പക്ഷേ എല്ലാവരും ധർമ്മത്തിൽ ഊന്നി നിൽക്കുന്നവരാണെന്ന് കണ്ടു. അപ്പം നശിപ്പിക്കാൻ എന്താ വഴി? വേരിൽ പോയിട്ട് വെട്ടുക, വേര് നശിപ്പിച്ച് കളയുക. അപ്പോൾ വേര് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദങ്ങളെ അടിച്ചു മാറ്റാം, അതിനെ ഞങ്ങൾ സ്വന്തമാക്കാം എന്ന് കരുതിയിട്ട് ആ വേദങ്ങൾ മുഴുവൻ എടുത്തിട്ട് ആർക്കും ഉപകരിക്കപ്പെടാത്തൊരു സ്ഥലത്ത് അതിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തിന് അറിയാം. അതിനെ ഒളിപ്പിച്ച് വയ്ക്കാം. ഈ സനാതനധർമ്മത്തിൻ്റെ വിഷയങ്ങളൊക്കെ അങ്ങനെയാണ്. ഒന്നും നശിപ്പിക്കാൻ പറ്റില്ല, ഒളിപ്പിച്ച് വയ്ക്കാം. അതാ സത്യം. അത് ഒളിപ്പിച്ച് വയ്ക്കാനേ സാധിക്കുള്ളൂ. കുറച്ചു കാലം ബുദ്ധിജീവിതരവും രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രമൊക്കെ പറഞ്ഞിട്ട് ഒളിപ്പിച്ച് വയ്ക്കാൻ സാധിക്കുമായിരിക്കും, അകറ്റി വയ്ക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതിനെ നശിപ്പിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഇന്ന് കുറച്ചു കാലം മാറ്റി വെച്ചാൽ യാഗങ്ങൾ നടക്കില്ല. യാഗങ്ങൾ നടന്നില്ലെങ്കിൽ ദേവന്മാർക്ക് ബലം ഉണ്ടാവില്ല. ഈ ദേവന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന മാതിരി ബാലയിൽ കാണുന്ന മാതിരി തലയിൽ കിരീടവും വെച്ച് നടക്കണം, കയ്യിൽ പട്ടുവസ്ത്രം ഇങ്ങനെ ചുറ്റിയിട്ട് ഏത് നേരവും ഈ കയ്യിന് കടച്ചിൽ വരില്ലേ തോന്നും, എപ്പോഴും തൂക്കിയിട്ടിട്ടാണ് നടക്കുക. അങ്ങനെയൊന്നുമല്ല. അവരൊക്കെ നമ്മുടെ ശരീരത്തിലുള്ളതാണ്. ഈ 33 കോടി ദേവന്മാരും പുറത്തൊന്നും അന്വേഷിക്കണ്ട, നമ്മുടെ ശരീരത്തിലുള്ളതാണ്. നിർമ്മലാനന്ദ സ്വാമി പറയും, ഇതിൽ ഒരു ദേവൻ തിരിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ക്യാൻസറാണ്. ഈ ക്യാൻസർ എന്ന് പറഞ്ഞ അസുഖം വരുന്നത് അവനവൻ്റെ ശരീരം അവനവൻ്റെ ശത്രുവാകുമ്പോഴാണ്. ബാക്കിയൊക്കെ പുറത്തെ ശത്രുക്കളാണ്, രോഗാണുക്കളൊക്കെ പുറത്തുനിന്ന്. അതിനെ നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാം. അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് അവനവൻ്റെ ശരീരം അവനവൻ്റെ ശത്രുവായിട്ട് മാറും. അത് നമ്മുടെ കാലഘട്ടത്തിൽ 70കൾക്ക് ശേഷം ഇത് വർദ്ധിച്ചതിൻ്റെ കാരണമൊക്കെ നമ്മുടെ കർമ്മവും നമ്മുടെ തറവാടുകൾ നശിച്ചതിൻ്റെയും നമ്മുടെ പ്രകൃതിയിലുണ്ടായിരുന്ന ആരാധനകൾ തൊലച്ച് കളഞ്ഞതിൻ്റെയും സമ്പ്രദായങ്ങൾ മാറ്റിപ്പിടിച്ചതിൻ്റെയും ഒക്കെ അടിത്തരം തന്നെ കിടക്കണം. അതുകൊണ്ട് സാധാരണ ഞാനിങ്ങനെ ഗ്രാമപ്രദേശങ്ങളിൽ ചെന്നാൽ, ഇപ്പോൾ ഇത് നമുക്കൊരു കുടുംബത്തിലുള്ള ഒരുപാട് പേരുണ്ട്, അതുകൊണ്ട് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എടുക്കും. ഞാൻ കുറച്ചുകൂടെ അക്രമം പറയും. സാധാരണ ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ അപ്പോഴും പറയും, അവരവരുടെ അടുത്തുള്ള അമ്പലത്തിൽ നിർമാല്യം തൊഴുത് ശീലിക്കണം. ഗുരുവായൂർക്കല്ല ഓടേണ്ടത്. ഗുരുവായൂരപ്പം പറഞ്ഞിട്ടില്ല ഗുരുവായൂർ വന്ന് നിർമാല്യം തൊഴാൻ. അടുത്തുള്ള അമ്പലത്തിൽ, ഗ്രാമത്തിലമ്പലത്തിൽ, ദേശത്തിലമ്പലത്തിൽ, അവിടെയാണ് ആദ്യം ശീലിക്കേണ്ടത്. അവിടെ ശീലിക്കാത്ത എവിടെ പോയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. മച്ചിലിരിക്കുന്ന ഭഗവതിയെ നോക്കണം. അത് പരദേവത എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പുറത്തേക്ക് ആക്കി ബാലാലയം കെട്ടിയിട്ട്. അതേപോലെ തന്നെ ദേശത്തെ ക്ഷേത്രം, ഗ്രാമത്തിലെ ക്ഷേത്രം, അത് കമ്പൽസറിയാണ്. അങ്ങനെ അടിസ്ഥാനമായിട്ടുള്ള അറിവിനെ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചു. ആ ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ ഒളിപ്പിച്ച് വെച്ചാൽ, ഇൻഫർമേഷൻ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചാൽ, ഇൻഫർമേഷൻ ആരുടെ കയ്യിലാണോ ഇരിക്കണം അവനാണ് പവർഫുൾ. ഇൻഫർമേഷൻ യുഗത്തിൻ്റെ ശക്തി തന്നെയാണ് ദുർഗമൻ ഉപയോഗിച്ചതെന്ന്. അറിവിനെ എടുത്ത് ഒളിപ്പിച്ച് വെച്ചു, അവൻ്റെ കൈവശം വെച്ചു, അവൻ ആർക്കും കൊടുത്തില്ല. അപ്പോൾ അവൻ്റെ കയ്യിലാണ് അറിവിരിക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയക്കാർ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കണം. ഒരു സ്കീം വരണതിന് മുമ്പ് അവർക്കറിയും. സ്കീമിനെ കുറിച്ച് അവർക്കേ അറിയുള്ളൂ. ഇതിപ്പോൾ എത്ര വിമാനത്താവളം വരാൻ പോകണം ആദ്യം അവരറിയും. അവർ ഉടനെ തന്നെ ഈ പരിസരത്തുള്ള സകല സ്ഥലവും വാങ്ങിക്കൂട്ടും. എന്നിട്ടേ അനൗൺസ് ചെയ്യുള്ളൂ വിമാനത്താവളം വരേണ്ടത്. അതോടുകൂടി സ്ഥലത്തിൻ്റെ വില കയറും. നിങ്ങൾ തുച്ഛ വിലയ്ക്ക് കൊടുത്തത് അവർ കോടികൾക്ക് മറിച്ചു വെക്കും. കാരണം എന്താ? ബിക്കോസ് ദേ ഹോൾഡ് എ സർട്ടൺ ഇൻഫർമേഷൻ.
ഇതുപോലെ തന്നെയാണ് സാധാരണ ജനത്തിന് പകുതി സ്കീമുകൾ അറിയാത്തതും ചില വിഭാഗങ്ങൾക്ക് മാത്രം സ്കീമുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, ചില ജില്ലകളിൽ മാത്രം കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ ഇൻഫർമേഷൻ പിടിച്ചു വയ്ക്കണം. അപ്പോൾ എല്ലാവരും ലോകത്തിൽ എവിടെ അതിപ്പോൾ ജിയോ പൊളിറ്റിക്സിലാണെങ്കിലും ഇൻഫർമേഷൻ വെച്ചിട്ടാണ് കളി. ദുർഗമൻ ചെയ്തത് അത് മാത്രമാണ്. ഞാൻ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പറയണമെന്ന് വെച്ചാൽ, ദുർഗ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ അടുത്ത പറമ്പിൽ ഉണ്ടായ ഒരു കഥയല്ല, ഇവിടെ എവിടെയോ ജനിച്ച ഒരാളൊന്നുമല്ല. ഇതിനെ പ്രകൃതിയുടെ തലത്തിൽ, പ്രപഞ്ചത്തിൻ്റെ തലത്തിൽ മനസ്സിലാക്കണം. ആ അമ്മയാണ് നമ്മളിവിടെ ഒരു ചെറിയ ശ്രീകോവിലിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിരിക്കുന്നത്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലാവുമ്പോഴാണ് നമ്മൾ അവിടെ കുറച്ചുകൂടെ നട്ടല് വളച്ച് നിന്നിട്ട് തൊഴുള്ളൂ. ഇപ്പം ആ അമ്മ താഴെ ഇരുന്നിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നിന്നിട്ടാണ് തൊഴുക. ഇതിപ്പോൾ അമ്മ മുകളിൽ ഇരിക്കണോണ്ടാണ് നട്ടല് വളയ്ക്കണം. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരോട് മുകളിലേക്ക് ഇരുത്തിയിരിക്കുന്നത്. കാരണം അങ്ങനെയെങ്കിലും നട്ടല് വളയട്ടെ വെച്ചിട്ടാണ്. ഈ ഇരിക്കുന്ന ആളാരാണെന്ന് മനസ്സിലാക്കാതെയാണ് 99% സമയത്ത് നമ്മൾ പോയിട്ട് ഈ പായാരം പറയാൻ നിൽക്കുന്നത്, നമ്മുടെ ഭാണ്ഡക്കട്ട അഴിക്കണത്. അപ്പോൾ ആ ദേവിയുടെ ഉത്ഭവത്തിന് കാരണമായത് ഒരു കോസ്മിക് ക്രൈസിസാണ്. പ്രപഞ്ചത്തിൽ വന്ന ഒരു വലിയ പ്രതിസന്ധി. പ്രപഞ്ചത്തിൻ്റെ മൊത്തം റണ്ണിങ്ങിന് ആവശ്യമായിട്ടുള്ള അറിവിനെ എടുത്തിട്ട് ഒരാൾ ഒളിപ്പിച്ച് വയ്ക്കുക. അതോടുകൂടിയിട്ട് ആ നിമിഷം തൊട്ടിട്ട് ഋഷിമാർ വേദത്തിൻ്റെ മന്ത്രങ്ങൾ മറന്നുപോയി. ഹവിസില്ല, നെയ്യില്ല, ഇതൊന്നും ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് അഗ്നിയിലിട്ടാലും അഗ്നി ദഹിപ്പിക്കില്ല. അതവിടെ കിടക്കും. ചോറ് നമ്മൾ അഗ്നിയിലിടുന്ന കണ്ടിട്ടില്ലേ, അതവിടെ കത്താണ്ട് കിടന്ന് എങ്ങനെ ഇരിക്കും? ആ നെയ്യ് തളം കെട്ടി കിടക്കും, കത്തില്ല. പ്രകൃതിയിൽ ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതായി. ഹോമകുണ്ടങ്ങളെ കണഞ്ഞു. കാലം കൊണ്ട് പഞ്ചഭൂതങ്ങളുടെ ഘടന തന്നെ മാറി. പഞ്ചഭൂത ഘടന പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരുടെയും ശരീരം 5 എണ്ണം കൊണ്ടുണ്ടാക്കിയതാണ്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ശരീരം കത്തിക്കുമ്പോഴോ കുഴിച്ചിടുമ്പോഴോ ഇത് 5 എണ്ണമായിട്ട് പോകും. ഇതിൻ്റെ ഘടന മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അസന്തുലിതാവസ്ഥ വന്നു. എക്കോളജിക്കൽ ബാലൻസ് ഇല്ലാണ്ടായി പോകും. നാച്ചുറലി പരിസ്ഥിതിക്കും അതേമാതിരി തന്നെ സമൂഹങ്ങൾക്കും സംസ്കാരങ്ങൾക്കും സിവിലൈസേഷണൽ ഡീക്കേ എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ സംസ്കാരങ്ങൾക്ക് വരുന്ന ചുരി അത് സംഭവിച്ചു. അതുകൊണ്ട് പ്രകൃതിയിൽ നിന്ന് സന്തോഷത്തെ കൊണ്ടുവരേണ്ട വേദത്തിൻ്റെ വഴികളും അതേപോലെ തന്നെ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട ക്രിയകളും വേദവഴികളും എല്ലാം വഴിപഴച്ചു പോയപ്പോൾ സ്വർഗത്തിൽ ദേവന്മാർ ക്ഷീണിച്ചു പോയി എന്നാണ് പറയുക. നമുക്ക് സുഖം തരേണ്ടത് ദേവന്മാരാണ്, അവർ ക്ഷീണിച്ചു. അതായത് നമ്മുടെ ശരീരത്തിലെ കഴിവുകൾ അവിടെ ഉണ്ട്, പക്ഷേ ശോഷിച്ചു പോയി. നമ്മുടെ വിൽ പവർ ആദ്യം നഷ്ടപ്പെട്ടു. വിൽ പവർ പോയാൽ സകലതും കഴിഞ്ഞു. ഇച്ഛാശക്തി ഇല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഋഷിമാർ ജഡാവസ്ഥയായി. നമ്മൾ ചത്തതിനൊക്കെമേ ജീവിച്ചിരിക്കലെന്ന് പറഞ്ഞൊരവസ്ഥ. മനുഷ്യരും ജീവച്ഛവങ്ങളായിട്ട് മാറി. കാലാവസ്ഥയൊക്കെ നശിച്ചു. മഴയില്ലാണ്ടായി. ചെടികളൊക്കെ കരിഞ്ഞുണങ്ങി. തീക്ഷണമായിട്ടുള്ള അത്യുഗ്രമായിട്ടുള്ള ചൂട് മാത്രമായി. കഴിക്കാൻ ഒന്നുമില്ല, ഭക്ഷണമേ ഇല്ല. പോഷണത്തിന് എന്തെങ്കിലും വേണ്ടേ? നറിഷ്മെൻറ്റ് കൊണ്ടല്ലേ പിടിച്ചു നിൽക്കുന്നത്. ഒന്നും കഴിക്കാനില്ലാണ്ടായി. നമ്മളെപ്പോഴും പറയും ചെടികൾ കരിഞ്ഞാൽ ആദ്യം നശിക്കുക സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളാണ്. സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മാംസം കഴിക്കുന്ന മൃഗങ്ങൾ ഇല്ലാണ്ടാവും. നമ്മൾക്ക് മാംസം കഴിക്കുന്ന മൃഗങ്ങളുടെ അടുത്ത് നമ്മുടെ ഇന്നത്തെ കാലത്തെ സ്യൂഡോ വെജിറ്റേറിയനിസം പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രകൃതിയിലെ ബാലൻസ് തെറ്റും. മാംസബുക്കുകളായിട്ടുള്ള മൃഗങ്ങളെ ഇല്ലെങ്കിൽ സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങൾ വല്ലാണ്ട് വർദ്ധിച്ചിട്ട് ഈ ചെടികളെ മുഴുവൻ തിന്നു തീർത്താൽ അവറ്റകളും പിന്നെ ചത്തൊടുങ്ങും. വേറെ ഒന്നും തിന്നാനുണ്ടാവില്ല. ഈ ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ സസ്യബുക്കുകളായിട്ടുള്ള മൃഗങ്ങളെ തിന്നാൻ മാംസബുക്കുകളായിട്ടുള്ള മൃഗങ്ങളെ വെച്ചിട്ടുള്ളത്. അവരെ എങ്ങനെ നശിപ്പിക്കും? അത് കാലാകാലങ്ങളിൽ മനുഷ്യവംശം വളർന്നപ്പോൾ കാട്ടിൽ ചെടിയില്ലാണ്ടായാൽ ചെടി മുഴുവൻ തിന്ന് കൊഴുത്തു വരുന്ന സസ്യബുക്കുകളായിട്ടുള്ള മാനും മുയലും ഒക്കെയുള്ള ജീവികൾ ക്രമാതീതമായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞാൽ അവറ്റകൾക്ക് പട്ടിണിയാവും. അതിനെ നിയന്ത്രിക്കാനാണ് മാംസം കഴിക്കണത് സൃഷ്ടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. ഈ മാംസം കഴിക്കുന്നത് സസ്യബുക്കുകളെ മുഴുവൻ തിന്നൊടുക്കി കഴിഞ്ഞാൽ പിന്നെ അവരാരെ തിന്നും? അവർ മനുഷ്യനെ തിന്നും. അവർ ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങും. ഇന്നിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പരിധിവരെ അതാണ്. അപ്പോൾ അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് നിശ്ചിത കാലയളവുകളിൽ നായാട്ടിനായിട്ട് നാടുവാഴികൾ പോകും. അതിനാണ് നായാടിയിരുന്നത്. വിനോദത്തിന് മാത്രമല്ല, ഗ്രാമങ്ങളിലേക്ക് ഈ ഹിംസ്ര ജന്തുക്കൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, മനുഷ്യൻ എത്ര സഹവർത്തിത്വത്തോട് കൂടിയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിരുന്നതെന്ന്. ഇന്ന് നമ്മൾക്ക് എന്തിനെ എതിർക്കണം, എന്തിനെ സ്വീകരിക്കണം എന്നറിയില്ല. ഇന്നിപ്പോൾ നായാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഹിംസ അതങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും. അപ്പുറത്ത് പോയിട്ട് ചിക്കൻ വലിച്ച് ഇന്ത്യൻ ചെയ്യും.
ഈ ഇരട്ടത്താപ്പാണ്. അപ്പോൾ ഈ ഇരട്ടത്താപ്പുകൾ ഏറ്റവും വർദ്ധിച്ച് നിൽക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ധർമ്മത്തിനെക്കുറിച്ച് യാതൊരു അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ലാണ്ടാവുമ്പോഴാണ്. അങ്ങനെ ഒരു കാലഘട്ടം ഭൂമിയിൽ വന്നു എന്ന് നമുക്ക് ദേവീ ഭാഗവതത്തിലും അതേപോലെ തന്നെ ദേവീ മഹാത്മ്യം 12ാമത്തെ അധ്യായത്തിലും ദുർഗയുടെ ആവിർഭാവത്തിൻ്റെ സൂചനയുണ്ട്. 12ാമത്തെ ചാപ്റ്ററിലും വരും. അതേപോലെ തന്നെ ഈ ദേവീ ഭാഗവതത്തിലും വിസ്തരിച്ച് വരുന്നുണ്ട് ദേവീ ഭാഗവത്തിൽ അത്. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹേശ്വരന് പോലും ഒന്നും പ്രവർത്തിക്കാൻ പറ്റാണ്ടായി. അവരാരെ അവലംബിക്കും, ആരെ അവർ ആശ്രയിക്കും എന്നുള്ള വിഷയം വന്നു. ആപത്ത് വരുമ്പോൾ നമ്മൾ ആരെ ആശ്രയിക്കും? കാക്കശ്ശേരി ഭട്ടതിരി ജാതിയിൽ പറഞ്ഞതൊന്നും അനുസരിക്കാതെ ജീവിച്ച ആളായിരുന്നു. കേരളത്തിൽ ഉദ്ദണ്ഡ ശാസ്ത്രികൾ എന്ന് പറയുന്ന തെലുങ്ക് നാട്ടിൽ നിന്ന് ഒരു ഗംഭീരനായിട്ടുള്ള ഒരു വിദ്വാൻ സാമുദ്രിപ്പാടിൻ്റെ രേവതി പട്ടത്താനം സദസ്സിലേക്ക് ഉറക്കെ പലായുദ്ധം എന്നും പറഞ്ഞിട്ടുള്ള ഓടിക്കോ ഓടിക്കോ, നാട്ടിലെ പുഴുക്കളായിട്ടുള്ള പണ്ഡിതന്മാരെ ഏതാ സിംഹമായിട്ടുള്ള ഉദ്ദണ്ഡം വരണമെന്നും പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് സ്വയം വരണേ തന്നെ. ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ ഭാഷയെ പറഞ്ഞാൽ തള്ളുക. പക്ഷേ അദ്ദേഹത്തിന് തള്ളാൻ മാത്രമല്ല, നല്ല സ്റ്റഫുള്ള ആളായിരുന്നു. അദ്ദേഹം ചോദിക്കണ ഒരു ചോദ്യത്തിന് പോലും കൃത്യമായിട്ട് ഉത്തരം കൊടുക്കാൻ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് സാധിച്ചില്ല. എല്ലാ വർഷവും ശാസ്ത്രികൾ സാമുദ്രിപ്പാടിൻ്റെ കയ്യിൽ നിന്ന് പണക്കിഴി വന്നു. തളിക്ഷേത്രത്തിൽ നമ്മൾ ഇന്നും കയറി ചെല്ലുമ്പോൾ, കോഴിക്കോട് തളിയിൽ കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ആ വാതിൽമാടത്തിലാണ് പട്ടത്താനം സദസ്സ് നടക്കുക. ആലോചിച്ച് നോക്കണം, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പോലും തോറ്റ സ്ഥലം. വ്യാകരണത്തിൻ്റെ രാജാവായിരുന്നു. നാരായണി എഴുതിയത് അവിടെ നിൽക്കട്ടെ, പ്രക്രിയാസർവസ്വം പോലെ മഹാഗ്രന്ഥങ്ങൾ എഴുതിയ ആളാണ്. അവിടെയാണ് ഉദ്ദണ്ഡം വന്ന് തോൽപ്പിക്കണം ഓരോരുത്തരെ. അങ്ങനെ തോൽപ്പിക്കുന്ന സമയത്ത് അന്നത്തെ പണ്ഡിതന്മാരും ബ്രാഹ്മണരൊക്കെ കൂടെ ആലോചിച്ചു, ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല, ഇയാളെ തോൽപ്പിക്കാൻ ഒരാൾ വേണം. നമ്മുടെ ഇടയിൽ എന്തായാലും ഇയാൾക്കൊത്തം പഠിച്ചിട്ടുള്ള ഒരാളില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പുതിയ സൃഷ്ടി തന്നെ ഉണ്ടാക്കണം. അവരന്വേഷിച്ചു. ഇപ്പോൾ ആരുടെ ഇല്ലത്താണ് അന്തർജനങ്ങൾ ആരെങ്കിലും ഗർഭിണിയായിട്ടുള്ളത്? അപ്പോൾ ഒരു സ്ഥലത്ത് കാക്കശ്ശേരി ഇല്ലത്ത് ഒരു നമ്പൂരിയുടെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭം അറിഞ്ഞിട്ടേ ഉള്ളൂ. 3ാമത്തെ മാസം തൊട്ടിട്ട് വേണം. വെറുതെ ജപിച്ചിട്ട് ചുമ്മാ ആദ്യത്തെ ദിവസം തൊട്ട് കൊടുക്കരുത്. ചില ആൾക്കാരുണ്ട് ആദ്യത്തെ ദിവസം തൊട്ടിട്ട് നെയ്യൊക്കെ കൊടുക്കും. അങ്ങനെ കൊടുക്കരുത്. 3ാം മാസം തൊട്ടിട്ടാണ് കൊടുക്കുക. അതിനൊരു കണക്കുണ്ട്. പുരുഷ സൂക്തം ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. വെണ്ണ ഇവർ ഒരുപാട് ബ്രാഹ്മണർ ഇരുന്നിട്ട് ഒന്നിച്ചിരുന്ന് പുരുഷ സൂക്തം ചൊല്ലും. എന്നിട്ട് ഈ വെണ്ണ കൊടുത്തേക്കും ഈ അമ്മയ്ക്ക്, ഈ ഗർഭിണിക്ക് കഴിക്കാൻ. അങ്ങനെ മാസം കഴിഞ്ഞ് അവർ പ്രസവിച്ചു. തേജസ്സുള്ളൊരു കുട്ടി. പക്ഷേ എന്താ, ചെറുപ്പത്തിൽ ഉപനയനമൊക്കെ നടത്തിയെന്നുണ്ടെങ്കിലും കുളിക്കൊന്നുമില്ല. മൂപ്പര് എല്ലാ ജാതിക്കാരായിട്ടുള്ള ആൾക്കാരുടെ കൂടി അക്കാലത്ത് ഇടപഴകും, കിടന്നുറങ്ങും, ആരുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കും, ഒരാചാരവും നോക്കില്ല. ഒരു സാർവലൗകികൻ, ഈശ്വരനെ അറിഞ്ഞൊരാൾ, അങ്ങനെ ഒരു കുട്ടി. ജാതിയുടേതായിട്ടുള്ള യാതൊരു ചിന്തയില്ല. 8 വയസ്സാണ് പ്രായം. 8 വയസ്സുള്ള കുട്ടി രേവതി പട്ടത്താനം സദസ്സിലേക്ക് കയറി ചെല്ലുക. ഉദ്ദണ്ഡൻ സകല പണ്ഡിതന്മാരെ ആ വർഷം തോൽപ്പിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾ കൂടിയുണ്ടെന്ന് പറയും. എവിടെ എൻ്റെ പണക്കിഴി എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഒരാൾ കൂടിയുണ്ടെന്ന് പറയും സാമുദ്രി. നോക്കുമ്പോൾ ഈ കുട്ടിയാണ്, 8 വയസ്സുള്ള കുട്ടിയെ ഇവർ കൊട്ടെ മുന്നിൽ നിർത്തുകയാണ്. അപ്പോൾ ഇത്രയും വർഷം, അതായത് ഈ കുഞ്ഞ് ജനിക്കുന്നതിനും കുറേ കൊല്ലം മുമ്പ് തൊട്ടിട്ടേ ഉദ്ദണ്ഡൻ സ്ഥിരം കിഴി വാങ്ങിയിരിക്കുക അവിടെ. 8 വർഷം കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടിയെ മുന്നിൽ കൊണ്ട് നിർത്തി. ആ കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് ഇങ്ങനെ നോക്കി താഴെ തൊട്ട് മേലെ വരെ. ആകാരോ ഹ്രസ്വഹ, കാണാനുള്ള ആകാരം ചെറുതാണെന്ന് പറഞ്ഞു. സംസ്കൃതത്തിൽ അതാണ് അർത്ഥം. കുട്ടി ഉടനെ പറയുക, നെഹി നെഹി അകാരോ ഹ്രസ്വക ആകാരോ ദീർഘ. മനസ്സിലായല്ലോ? ആ എന്ന അക്ഷരം ആണ് ഹ്രസ്വം, ആ എന്നുള്ളതാണ് ദീർഘം, അല്ലാണ്ട് ആ എന്നുള്ളതല്ല ഹ്രസ്വം എന്ന്. അത് കേട്ടോടുകൂടി തന്നെ മൂപ്പർക്ക് ഒന്ന് കിളി പോയി. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് ഇവരുടെ വാദപ്രതിവാദം. അവസാനം ഉദ്ദണ്ഡൻ പലായധ്വം എന്ന് പറഞ്ഞു വന്ന ഉദ്ദണ്ഡൻ പലായനം ചെയ്തു എന്നാണ്. കോഴിക്കോട് വിട്ടുപോയി അദ്ദേഹം. ആ കാക്കശ്ശേരി ഭട്ടതിരി പക്ഷെ സമുദായത്തിന് ബാധ്യതയെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സമുദായത്തിൻ്റെ സന്തോഷത്തിനും ദേശത്തിൻ്റെ അഭിമാനരക്ഷയ്ക്കും വേണ്ടിയിട്ട് ജപിച്ച് വളർത്തിക്കൊണ്ടുവന്നൊരു കുട്ടി കാര്യം കഴിഞ്ഞപ്പോൾ ആർക്കും വേണ്ടാത്തവനായി. കാരണം എന്താ, അവൻ എല്ലാവരുടെ അടുത്ത് പോയി ഊണ് കഴിക്കും, എല്ലാവരുടെ അടുത്തും തോളത്ത് കേട്ട് കിടക്കും, എല്ലാവരുടെ കൂടെയും കളിക്കും, ജാതി ചിന്തയില്ല.
എവിടെ വീണിടം വിഷ്ണുലോകം പറഞ്ഞിട്ട് ബ്രഹ്മജ്ഞാനിയായിട്ട് ഇങ്ങനെ നടക്കുക. അപ്പോൾ നാച്ചുറലി കാക്കശ്ശേരിയോട് എതിരിട്ട്, അറിവിനെ എതിരിട്ട് തോൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വാളും പരിചയം എടുത്ത് വരണവനെ തോൽപ്പിക്കാം, അറിവിനെ തോൽപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാക്കശ്ശേരിയെ തോൽപ്പിക്കാൻ അവർക്ക് യാതൊരു മാർഗ്ഗവുമില്ല. കാക്കശ്ശേരിയുടെ ഉപാസനാബലം ദുർഗയാണ്, അസൽ ഉപാസനയാണ് അമ്മേ. അങ്ങനെ ഒരു ദിവസം ചോറ്റാനിക്കര ഭാഗത്ത് അദ്ദേഹം സഞ്ചരിക്കുമ്പോൾ കുറച്ച് ബ്രാഹ്മണർ ചിന്തിച്ചു അത്ര, ഇയാളെ തോൽപ്പിക്കാനുള്ള വിദ്യ ഇയാളോട് തന്നെ ചോദിക്കാം, അത് നയത്തി ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ചോദിച്ചു, ആപതി കിൻകരണീയം എന്ന് ചോദിച്ചു. ആപത്തിൽ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. ആപത്ത് ഇയാളാ, അത് പറഞ്ഞില്ല. ഞങ്ങളുടെ ആപത്ത് നീയാണ്, പക്ഷെ നിൻ്റെ അടുത്ത് തന്നെ ചോദിക്കണമെന്ന് താല്പര്യം. അദ്ദേഹം മഹാജ്ഞാനി ആയതുകൊണ്ട് അദ്ദേഹത്തിന് മനസ്സിലായി തനിക്കിട്ടിട്ടുള്ള പണിയാണ് തരണം. കാരണം താൻ ഒരു വഴി പറഞ്ഞു കൊടുത്താൽ ഫലിക്കും, അത് തൻ്റെ അവസാനമാണ്. അദ്ദേഹം പക്ഷേ ശരിയായ മാർഗം തരണം. മഹാത്മാക്കൾ അങ്ങനെയാണ്, ശരിയായ മാർഗം പറഞ്ഞു കൊടുത്തു. സ്മരണീയം ചരണയുഗളം അമ്പായാം എന്ന് പറഞ്ഞു. അമ്മയുടെ തൃപ്പാദങ്ങളെ സ്മരിച്ചാൽ മതി, ആപത്തുനിന്ന് രക്ഷപ്പെടുന്നു പറഞ്ഞു. അവർ അങ്ങനെ ആവട്ടെ പറഞ്ഞ് നമസ്കരിച്ചു. അദ്ദേഹത്തിൻ്റെ പാട്ടിനും പോയി. ഇവർ ബ്രാഹ്മണർ 1000 പേരോളം, പല കഥകളുണ്ട്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ വന്നിട്ട് ഭജന തുടങ്ങി ഇദ്ദേഹത്തിനെ നശിപ്പിക്കാൻ, ഇദ്ദേഹത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്, ഭ്രഷ്ടാക്ക് എങ്ങനെങ്കിലും. ഇവർ ഭജന തുടങ്ങി. ആ ഭജന കാലം കൂടണ ദിവസം ഏകദേശം ഉച്ചനേരമായപ്പോൾ ഭ്രാന്തനെ മാരി ആ പടിഞ്ഞാറ് വശത്ത് കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നു. അത്ര ചുറ്റും ഇങ്ങനെ നോക്കി, ഭഗവതി ഒന്ന് തൊഴുതിട്ട് അങ്ങനെ അവിടെ ഉള്ളൊരു ഗുഹാമുഖത്ത് കൂടെ കയറി അങ്ങനെ അപ്രത്യക്ഷനായി. പിന്നെ ആരും കേരളത്തിൽ കാക്കശ്ശേരിയെ കണ്ടിട്ടില്ല. അദ്ദേഹം കടന്നുപോയ ഗുഹയിരുന്ന സ്ഥലത്ത് ഇന്നൊരു കൗണ്ടറാണ്. എൻ്റെ ഡിഗ്രി പഠനകാലത്ത് പോലും അത് നിന്ന സ്ഥലത്ത് പറമ്പോ ഒരു ചെടികളൊക്കെ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ദേവസ്വം ഒരു കൗണ്ടറൊക്കെ അവിടെയായിരുന്നു അത്ര ഭൂഗർഭാറ. അദ്ദേഹം പരദേശത്തേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ചിലർ പറയേണ്ട അമ്മയിൽ ലയിച്ചു പോയി, നമുക്ക് അറിഞ്ഞൂടാ. അപ്പോൾ അമ്മയുടെ ശക്തി അത്രമാത്രമാണ്. ഞാൻ അതുപോലെ എൻ്റെ ഒരു പഴയ പ്രഭാഷണമുണ്ട്, ചോറ്റാനിക്കര ഭഗവതിയും ചെമ്മങ്ങാട്ട് പട്ടതിരി എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ കുറേ വിശേഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് അങ്ങനത്തെ കഥകൾ പറയാനുള്ളൊരു ദിവസമല്ല. അപ്പോൾ ആപത്ത് വരുമ്പോൾ ആരെ ആശ്രയിക്കുക എന്ന് ചോദിച്ചാൽ അത് അമ്മയാണ്. വേദങ്ങൾക്കും അതീത, വേദങ്ങളുടെയൊക്കെ മാതാവായിട്ടുള്ള ആ മൂലപ്രകൃതിയായിട്ടുള്ള ദേവിയെ ധ്യാനിച്ചപ്പോൾ സകല പ്രപഞ്ചത്തിൽ എന്തൊക്കെ രൂപങ്ങളുണ്ടോ ആ രൂപം മുഴുവൻ അമ്മയാണ്. ആ രൂപമായിട്ടുള്ള നമ്മുടെ ഈ ശരീരം എന്ന് പറഞ്ഞ അമ്മയാണ്. നമ്മുടെ ശരീരത്തിലെ ചേതനയായിട്ടിരിക്കുന്നതാണ് ശിവൻ. അതാണ് നമ്മുടെ ആത്മാവ്. അതെപ്പോഴും ചേർന്നിരിക്കില്ല. ശിവൻ എന്നും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഇവരുടെ വിവാഹം സദാ വിഷ്ണുവിൻ്റെ ശക്തി ചേർത്ത് നിർത്തി തരുകയാണ്. ആ വിഷ്ണു ശക്തി വിട്ടാൽ നമ്മൾ മരിക്കും. വിഷ്ണുവിൻ്റെ ശക്തി ഇരിക്കണവരെ ശരീരത്തിൽ ജീവനുള്ളൂ. അത് കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ശൈവമായിട്ടുള്ള ആത്മാവ് വേർപെടും. പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരമാകണം അമ്മ വിഘടിച്ച് വീണ്ടും സൃഷ്ടിക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിലേക്ക് മാറും. ഇതാണ് ഇതിൻ്റെ ഒരു സാമാന്യ ഘടന നിൽക്കുന്നത്. അങ്ങനെ ദേവിയെ എല്ലാ മന്ത്രങ്ങളിലും, എല്ലാ എന്താ പറയുക സ്വരൂപങ്ങളിലും, എല്ലാ ചൈതന്യങ്ങളിലും ഇരിക്കുന്ന ആ ദേവിയെ ഇവർ ശ്രദ്ധയോട് കൂടിയിട്ട് ഭജിച്ചിട്ടൊന്നും കാലങ്ങൾ ഭജിച്ചിട്ടും അമ്മ പ്രത്യക്ഷപ്പെട്ടില്ല. പക്ഷേ കൊച്ചു മക്കൾ കുറേ അമ്മയെന്ന് വിളിച്ചു. പിന്നെ വിശന്ന് കരയാൻ തുടങ്ങുമ്പോൾ പെറ്റമ്മ എങ്ങനെയാണോ ഓടി വരുന്നത് അതുപോലെ ആ ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷയായതാണ്. പ്രത്യക്ഷമായ സമയത്ത് അമ്മയ്ക്ക് 1000 കണ്ണുകളുണ്ടായിരുന്നു. അത്ര സഹസ്രാക്ഷിയായിരുന്നു. ദേഹം മുഴുവൻ നിറഞ്ഞ കണ്ണുകളോട് കൂടിയിട്ട് അമ്മ നോക്കിയത്ര. നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്ത രൂപമാണ്. ദേഹം മുഴുവൻ കണ്ണുകളുള്ള ഒരാളെന്ന് പറയുമ്പോൾ ആ എല്ലാ കണ്ണുകളോടും കൂടിയിട്ട് തൻ്റെ മക്കളെ ഈ ചുറ്റും നിന്ന് കരയണ മക്കളെ മുഴുവൻ അമ്മ കരുണയോടുകൂടി നോക്കിയപ്പോൾ അമ്മയ്ക്ക് സങ്കടം വന്നു. നമ്മുടെ കണ്ണിൽ കണ്ണീര് നിറഞ്ഞു. ഓരോ ഈ 1000 കണ്ണുകളിൽ നിന്നും ദേവിക്ക് അശ്രുക്കളുടെ പ്രവാഹം ഉണ്ടായി എന്നാണ് പറയണത്. അങ്ങനെ ആ വീണ തുള്ളികളാണത്രേ ഭൂമിയെ നനപ്പിക്കണേ. ആ വരൾച്ചയിൽ പെരുമഴയായി. ഇത്ര മനോഹരമായിട്ടുള്ളൊരു കാവ്യഭാവനയാണെന്ന് ആലോചിച്ച് നോക്കുന്നത്. 1000 കണ്ണുകളിൽ കൂടെ അല്ലെങ്കിൽ കോടിക്കണ്ണുകളിൽ കൂടെ അമ്മ കരയണതാണ് ഓരോ മഴയും മക്കളോടുള്ള സ്നേഹം കൊണ്ട് എന്ന് പറയുമ്പോൾ, ഇവിടെ മഴ എന്ന് പറഞ്ഞാൽ ഉടനെ തൂവാനത്തുമ്പികൾ പറഞ്ഞ കാലമാണ്. അപ്പോൾ അല്ലേ, മഴയെ കാവ്യവൽക്കരിക്കാൻ ഉടനെ പറയണത് തൂവാനത്തുമ്പികൾ സിനിമയെ പറയുക. ഇവിടെ ആചാര്യന്മാർ എത്ര ഉയർന്ന തലത്തിലാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ കിട്ടേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഇവിടെ ക്ഷേത്രമായതുകൊണ്ട് നമുക്ക് കൂടുതൽ ആക്രമിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട്
ദേവിയുടെ കരുണയാണ് ഓരോ തുള്ളി ജലവും ഈ ഭൂമിയിൽ വീഴുന്നത് എന്ന് പുരാണം നമുക്ക് പറഞ്ഞു തരുന്നു. അത് ഉണങ്ങി വരേണ്ട ഭൂമിയെ നനച്ചു. നദികളും സമുദ്രങ്ങളും ഒക്കെ പുനരാവിർഭവിച്ചു. മലകളിൽ അടിഞ്ഞുകൂടിയ ജലം താഴോട്ടേക്ക് ഒഴുകി അരുവികളായി, അരുവികൾ ചേർന്ന് വീണ്ടും നദികളായി. അങ്ങനെ ഭൂമിയിൽ വീണ്ടും പച്ചപ്പ് പൊടിയാൻ തുടങ്ങി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വരണ്ട് പാലക്കാട് ഭാഗത്തൊക്കെ വേനൽക്കാലം കഴിഞ്ഞിട്ട് ആദ്യത്തെ മഴ കഴിയുമ്പോൾ ഒരു പച്ച വന്നു തുടങ്ങും. ശ്രദ്ധിച്ചിട്ടില്ലേ? നല്ല രസമായിരിക്കും അത് കാണാൻ. ആദ്യത്തെ ആ സ്ഫുരണങ്ങൾ അമ്മ ഉണരുക, ശരിക്കും അമ്മയുടെ ഉണർച്ചയത്. അപ്പോൾ അങ്ങനെ ആ പ്രാണൻ്റെ പീഡ കൊണ്ട് കേണ ആ ലോകത്തിന് വേണ്ടിയിട്ട് ദേവി അടുത്തത് ചെയ്തതെന്താ? ധാരാളം കിഴങ്ങുകളും പച്ചക്കറികളും ഒക്കെ സൃഷ്ടിച്ചു. ധാരാളം കഴിക്കാനുള്ള ഭക്ഷണ സാമഗ്രികൾ. തൻ്റെ മക്കൾക്ക് ഭക്ഷണം ആര് വെച്ചു കൊടുക്കാനാ? പെറ്റമ്മയല്ലേ വെച്ചു കൊടുക്കുള്ളൂ. അങ്ങനെ സൃഷ്ടിച്ചു അത്രേ. ഔഷധങ്ങളെ ഉണ്ടാക്കി. അതേമാതിരി തന്നെ ധാരാളം വൃക്ഷങ്ങൾ, ഇതൊക്കെ അമ്മ സൃഷ്ടിച്ചു. അതോടുകൂടി ഭൂമി വീണ്ടും പഴയ പോലെ സസ്യ ലതാദികളെ കൊണ്ട് നിറഞ്ഞു എന്നാണ് പറഞ്ഞു. അതിനുശേഷം അമ്മ നേരെ ചെന്ന് ആ ദുർഗമൻ എന്ന് പറയുന്ന വസുരനെ വധിച്ചിട്ട് വേദങ്ങളെ തിരികെ കൊടുത്തു. യാഗകർമ്മങ്ങളൊക്കെ പുനരാരംഭിപ്പിച്ചു. ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ വീണ്ടും പഴയ പോലെ ഐശ്വര്യം വന്നു ചേർന്നു. അപ്പോൾ അമ്മയ്ക്ക് എങ്ങനെ 3 പേര് കിട്ടിയതെന്ന് ഈ കഥയിൽ തന്നെയുണ്ട്. റിവേഴ്സിൽ പറയാം, ദുർഗമനെ വധിച്ചതുകൊണ്ട് ദുർഗ. ഇത് സാമാന്യ അർത്ഥം. പക്ഷെ ദുർഗയ്ക്ക് വീണ്ടും അനവധി അർത്ഥങ്ങളുണ്ട്. ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവൾ ആ വാക്കിനർത്ഥം. ഹൃദയ ഗുഹയിലിരിക്കണവൾ എന്ന് അർത്ഥമുണ്ട്. മകനും ആ അർത്ഥമുണ്ട്. ഗുഹൻ എന്ന് പറയും സുബ്രഹ്മണ്യ സ്വാമിയെ. അകത്തിരിക്കുന്നവൾ. അവളെ കണ്ടെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ തിരിച്ചറിഞ്ഞാൽ കൽപ്പവൃക്ഷമാണ്. ആ ദേവിയുടെ സ്വരൂപം എന്താണെന്ന് അറിയലാണ് നമ്മുടെ ഇന്നത്തെ പ്രഭാഷണ വിഷയം. അതിന് തുടക്കം ഒന്ന് പറഞ്ഞു വെച്ചു എന്ന് മാത്രം. അതേമാതിരി ദുർഗയ്ക്ക് വേറൊരു അർത്ഥമുണ്ട്. അവളുടെ അടുത്തേക്ക് നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റില്ല, കടന്നു ചെല്ലാൻ കഴിയാത്തതാണ്. അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പിന്നെ അവളെ കണ്ടില്ല നടിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നർത്ഥമുണ്ട്. നിഷേധിച്ചിട്ട് പോകാൻ പറ്റില്ല. നമ്മളിങ്ങനെ കാണാത്ത മാതിരി പോകാൻ പറ്റില്ല. അവളിരിക്കണ്ടേ അവളെ കണ്ടേ പറ്റൂ. നമ്മൾ പറയാം അയാളെ അങ്ങനെ നമുക്ക് കാണാണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയില്ലേ? അതേപോലെയുള്ള ആളാണ് ദുർഗ. അങ്ങനൊരർത്ഥം. ദുഃഖമില്ലാതാക്കണവളെന്ന് നമ്മൾ സാധാരണക്കാർക്ക് ഏറ്റവും ഉപകാരമുള്ള അർത്ഥം. സകല വിഷമങ്ങളെയും മാറ്റിക്കളയണവൾ. ഇതൊക്കെ ദുർഗാശബ്ദത്തിന് ഇങ്ങനെ അനവധി അർത്ഥങ്ങൾ ആചാര്യന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ആദ്യം പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1000 കണ്ണുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് സഹസ്രാക്ഷി എന്ന് വിട്ടതിന് പകരം ശതാക്ഷി എന്നാണ് ഋഷിമാർ വിളിച്ചത്. അവർ ചിലപ്പോൾ 100 കണ്ണേ ആദ്യം കണ്ടുണ്ടാവുള്ളൂ. അതുകൊണ്ടായിരിക്കാം. അമ്മയുടെ കണ്ണെത്താത്ത സ്ഥലങ്ങളില്ല പ്രപഞ്ചത്തിൽ. അത് മനസ്സിലാക്കുക. ദേവിയെ പറ്റിച്ചിട്ട് നമുക്ക് ഒന്നും നേടാൻ സാധിക്കില്ല. ശാകത്തെ സംഭരിച്ച് നമുക്ക് തന്നതുകൊണ്ട്, ശാകച്ചാൽ ഭക്ഷണം, പച്ചക്കറികൾ, കായ്കറികൾ, കിഴങ്ങുകൾ, ഇതൊക്കെ പെടും. ശാകംഭരി എന്ന് പേരും. ശാകംഭരി വിഖ്യാതം തന്മേനാമ ഭവിഷ്യതി. ദൈവമഹാത്മ്യത്തിലെ വരിയാണ്. ദേവിയുടെ പ്രോമിസാണ്. ഞാൻ എപ്പോഴൊക്കെ ലോകത്തിൽ ദുർഭിക്ഷം ഉണ്ടാവുമോ, ഭക്ഷണം കിട്ടാണ്ടാവും, അന്നൊക്കെ ഞാൻ ശാകംഭരിയായിട്ട് വന്ന് നിങ്ങളുടെ കലവറകൾ നിറച്ചിരിക്കും എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഉറപ്പ് തന്നിട്ടുള്ളത് ആ അമ്മയാണ്. ഇങ്ങനെ ഒരൊറ്റ പ്രകടനത്തിൽ, ഒരേ അവതാരത്തിൽ, ഒരേ ആവിർഭാവത്തിൽ, അവതാരമല്ല ആവിർഭാവം. ദേവി പുതുതായിട്ടുണ്ടായി വന്നവളല്ല. അവൾ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിന്നവൾ നമുക്ക് കാണാവുന്ന ഒരു രൂപത്തിലേക്ക് വന്നു എന്നേ മനസ്സിലാക്കാവൂ. അല്ലാണ്ട് ശിവൻ എന്നൊരു ശക്തി വന്നു, മറ്റേ സീരിയലിൽ കാണാൻ വരെ ടിഷ് ടിഷ് എന്ന് പറഞ്ഞു അടിച്ചു വരുന്നതല്ല. അങ്ങനെ വരുന്നതല്ല. അവരൊക്കെ കൊടുത്തുണ്ടാക്കി സംയോജിപ്പിച്ചുണ്ടാക്കിയതെന്ന് പറയാം. അത് പ്രപഞ്ചത്തിലുണ്ടായിരുന്നതാണ്. ശിവങ്കലുണ്ടായിരുന്ന ശക്തി ശൈവമായിട്ടുള്ള ശക്തി, വിഷ്ണുവിങ്കലുണ്ടായിരുന്ന വൈഷ്ണവമായിട്ടുള്ള ശക്തി, ബ്രഹ്മാവിലുണ്ടായിട്ടുള്ള ബ്രാഹ്മിയായിട്ടുള്ള ശക്തി, വരുണനിലുള്ള വാരുണിയായിട്ടുള്ള ശക്തി, ഇന്ദ്രനിലുള്ളതായിട്ടുള്ള ഐന്ദ്രിയായിട്ടുള്ള ശക്തി. പ്രപഞ്ചത്തിൽ ഓരോ ഫങ്ഷൻസ്, അത് ഓരോ ധർമ്മങ്ങളുണ്ട് പ്രപഞ്ചത്തിൽ. ഇതിനൊക്കെ ഇതൊക്കെ പുരാണത്തിൽ വെറുതെ ചുമ്മാ പറഞ്ഞു പോകണം, നമുക്ക് സമയമില്ല അതൊന്നും ഇതാക്കാൻ. എന്നാലും ചുരുക്കി പറയാം, ഇന്ദ്രൻ ചാൽ ഇന്ദ്രിയങ്ങളുടെ രാജാവ് എന്നർത്ഥം. മനസ്സ്, മനസ്സിന് എപ്പോഴും എത്ര കിട്ടിയാലും അസൂയ ഉണ്ടാവും. വെട്ടാൻ വജ്രായുധം പേരുണ്ടാവും. പറയണ വാക്ക് അങ്ങനത്തെ ആയിരിക്കും, മറ്റുള്ളവരെ മനസ്സ് മുറിക്കാൻ. ഇന്ദ്രനെ നമുക്കതുകൊണ്ട് നന്നായി മനസ്സിലാക്കാൻ പറ്റും. മനുഷ്യൻ്റെ മനസ്സാണ് ഇന്ദ്രൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ മൂപ്പരെ മനസ്സിലാവും. നാരായണ കവചത്തിൻ്റെ കഥയിൽ പോലും ഇന്ദ്രൻ എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ശുഗമഹർഷി പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ മുമ്പും പല പ്രഭാഷണങ്ങൾ വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മനസ്സിലായത് എന്താ വെച്ചാൽ, ഈ ദുർഗ എന്ന് പറയുന്ന കഥാപാത്ര പുരാണങ്ങളിൽ പ്രപഞ്ചത്തിനെ മുഴുവൻ
ചേർത്ത് വിളിക്കുന്നൊരു പേരാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്നൊരു ശക്തിയുണ്ട്. ഇപ്പോൾ നമ്മളൊരു മെഷീനുണ്ട്, ആ മെഷീൻ്റെ ഒരു എൻജിൻ ഉണ്ട്. ആ എൻജിനെ പ്രവർത്തിപ്പിക്കുന്നൊരു വിദ്യുത് ശക്തിയോ പെട്രോളോ എന്തെങ്കിലും ഒരു ഫ്യൂവലും കാണും. അമ്മ എന്താ വെച്ചാൽ അമ്മ ഇത് മൂന്നുമാണ്. അതുകൊണ്ടാണ് ശക്തി ഇല്ലെങ്കിൽ ഒന്നിനും ശക്തി ഉണ്ടാവില്ല, പ്രവർത്തിക്കാൻ ശക്തി ഉണ്ടാവില്ല. ഇങ്ങനെ ഒരേ പ്രകടനത്തിൽ ദേവി ശതാക്ഷിയായിട്ടും ശാകംബരിയായിട്ടും ദുർഗയായിട്ടും അറിയപ്പെട്ടു. ദുർഗയുടെ ഈ പ്രാദുർഭാവം മനസ്സിൽ ഓർക്കുക ദിവസം സന്ധ്യയ്ക്ക്. അതേമാതിരി പാരായണം ചെയ്യുക. അങ്ങനെയുള്ളവർക്കൊന്നും അന്നത്തിന് മുട്ട് വരില്ല, ആരോഗ്യത്തിന് പ്രശ്നം വരില്ല, സമൃദ്ധി ഉണ്ടാവും, മനസ്സിന് സ്വാസ്ഥ്യം ഉണ്ടാവും എന്ന് ആചാര്യന്മാർ ഫലശ്രുതി പറഞ്ഞു വെച്ചിട്ട്. അതുകൊണ്ടാണ് ഞാൻ സന്ധ്യയ്ക്ക് ദീപാരാധന കഴിഞ്ഞുകൊണ്ട് ആ ഭാഗം ഒന്ന് ഇതാക്കി പറഞ്ഞത്. ഇതിൽ വേറെ രസമായിട്ടൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ലോകത്തിൽ അസുഖങ്ങൾ വന്നാൽ 3 തരത്തിലുള്ള വൈദ്യമുണ്ട്. ഞാൻ മുമ്പും പല പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കെമിക്കൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ. അസുഖം മാറ്റാൻ കെമിക്കൽസ്, അത് ഭൂമിയിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് ആവാം, അല്ലെങ്കിൽ മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന കോമ്പൗണ്ടുകളാവാം. ഒന്ന് പ്യുവർ കെമിക്കലാണ്, മറ്റേത് സിദ്ധവൈദ്യമാണ്. കെമിക്കലായിട്ടുള്ളതാണ് നമ്മൾ ഇന്ന് അലോപ്പതി എന്ന് പറയുന്നത്. അത് നമ്മൾ അനവധി രാസവസ്തുക്കൾ കൊണ്ട് നമ്മളെ തന്നെ ചികിത്സിക്കുന്ന പരിപാടിയാണ് അലോപ്പതി. ഇതാണ് ഒരു വിഭാഗം. സിദ്ധവൈദ്യം അതിൽ പെടും. ഇനി വേറൊന്നുണ്ട്, ചെടികളുടെ ചാറ്, നീര് ഇതൊക്കെ എടുത്തിട്ട് നമ്മളെ ചികിത്സിക്കണം. നമ്മൾ ആയുർവേദം എന്ന് വിളിക്കും. ഇത് രണ്ടിനുള്ള അതിദേവതകളാണ്. കെമിക്കലായിട്ടുള്ള ചികിത്സയ്ക്ക് സിദ്ധവൈദ്യം, അലോപ്പതി ഒക്കെ, മോഡേൺ മെഡിസിൻ ഒക്കെ പ്രാചീന കാലത്തെ ക്ലാസിഫിക്കേഷൻ പ്രകാരം മഹാദേവനാണ് അതിൻ്റെ ആധിപത്യം. വൈദ്യനാഥൻ എന്ന് പറയും. ആയുർവേദം ഈ ചെടികളും നീരൊക്കെ എടുത്തിട്ട് വേരുകൾ, കായകൾ ഇതൊക്കെ കൊണ്ടുപോയി വില്വാതിലേഹ്യം അത് ഇതൊക്കെ. ധന്വന്തരി മഹാവിഷ്ണുവാണ്, വൈഷ്ണവാണ് ആയുർവേദം. മൂന്നാമത് ഒരു ചികിത്സയുണ്ട്, ഭക്ഷണം തന്നെ മരുന്നാവുക, ഡയറ്റ് കൺട്രോൾ. പ്രകൃതിയിൽ നിന്നുള്ള വിഭവങ്ങളെ കഴിക്കേണ്ട അതാത് കാലത്ത് ഉണ്ടാവണ പഴങ്ങൾ കഴിക്കുക. ഇന്നിപ്പോൾ എല്ലാ കാലത്തും മാങ്ങ കിട്ടും, പണ്ട് അങ്ങനെയല്ലല്ലോ. മാങ്ങ ഉണ്ടാവണ കാലത്തെ മാങ്ങ കിട്ടുള്ളൂ, ചക്ക ഉണ്ടാവുമ്പോഴേ ചക്ക കിട്ടുള്ളൂ. അതുകൊണ്ട് ആരോഗ്യം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെയല്ല. തണ്ണിമത്തൻ ഉണ്ടാവാൻ സാധിക്കാത്ത കാലത്തും പ്രകൃതിയാ ഉണ്ടാവാൻ സാധിക്കാത്ത കാലത്തും നമുക്ക് തണ്ണിമത്തൻ കിട്ടേണ്ടത് നേരത്തെ വിളിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ടായിരുന്നു. തണ്ണിമത്തൻ്റെ സീസൺ ആയിത്തുടങ്ങണേ ഉള്ളൂ, തണുപ്പ് വിട്ടിട്ടില്ല. അപ്പോഴേക്കും തണ്ണിമത്തം വന്നു. എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കല്ല. ഇവിടെ തണ്ണിമത്തം വിളിച്ച് പറഞ്ഞുകൊണ്ട് കൊണ്ട് കാലം മാറിയിട്ടാണ് നമ്മൾ ഇന്നെല്ലാം നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മൾ ഇന്ന് ഡയറ്റിന് വേണ്ടിയിട്ട് അവക്കാഡോ കഴിക്കുന്നുണ്ട്, കിവി കഴിക്കുന്നുണ്ട്. ഇതൊന്നും ഈ പ്രകൃതിയിൽ ഇവിടെ ഉണ്ടായിട്ടുള്ള പഴങ്ങളല്ല. ഇത് പ്രിസർവ് ചെയ്തും മറ്റുമൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പം തെറ്റായിട്ടുള്ള ഭക്ഷണം, കാലം മാറിയിട്ടുള്ള ഭക്ഷണം, ദേശം മാറിയുള്ള ഭക്ഷണം കഴിച്ചാൽ അസുഖങ്ങളുണ്ടാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദേശജമായിട്ടുള്ള കാലാനുസൃതമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ അത് മരുന്നാണ് ശരീരത്തിന്. പ്രിവെൻറ്റീവാണ്, ക്യൂറേറ്റീവ് കൂടിയല്ല, പ്രിവെൻറ്റീവാണ്. അസുഖങ്ങൾ വരില്ല. ഇനി അസുഖം വന്നാൽ തന്നെ ഇപ്പോൾ പൈൽസ് പോലുള്ള അസുഖങ്ങൾ, കാട്ടുചേന കഴിക്കും. പണ്ട് ധാരാളം കാട്ടുചേന കഴിക്കാൻ പറയും. അല്ലെങ്കിൽ ഇന്നത്തെ ചേന തന്നെ കഴിച്ചാൽ വിശേഷമാണ്. ചേന വളരെ നല്ലതാണ്. ആ ഫാമിലിയിൽ വരുന്ന എല്ലാം, പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ, ഈവൻ വെരിക്കോസ് വെയിൻ, ഇത് 4 ഒന്നിച്ച് വരണ. പൂവമ്പഴം, കല്ലുപ്പ് കൂട്ടിയിട്ട് പാളയംകോടൻ പഴം, ഇതൊക്കെ കഴിക്കാൻ പറയും. നിർമ്മലാനന്ദ സ്വാമിയൊക്കെ പറയാറുണ്ട് അങ്ങനെ കഴിക്കാൻ. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് വഴികളിൽ കിട്ടുന്ന ചില വേരുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പാടത്തിൻ്റെ വക്കത്തൊക്കെ ഒരു വേരെന്ന് പറഞ്ഞിട്ടൊരു ചെടിയുണ്ട്. കണ്ട ഒരു തൊട്ടാവാടിയുടെയൊക്കെ ആ ഒരു റേഞ്ചിൽ വരുന്ന, അതുപോലെ പാടത്തിൻ്റെ സൈഡിൽ വളരുന്നതാണ്. പണ്ടത്തെ കാലത്ത് അതിൻ്റെ വേരെടുത്തിട്ട് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ കുളിക്കണം, വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് ഒഴിക്കും. സെർവിക്കൽ ക്യാൻസർ വരില്ല. ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെ നശിപ്പിക്കാനുള്ള ഒരു കെമിക്കൽ അതിൻ്റെ അകത്തുണ്ട്. സ്വാമിജി കാണിച്ചു തന്നിട്ടുണ്ട് പണ്ട്. ഒരിക്കൽ വൈകുന്നേരം നടക്കാൻ പോകുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, തനിക്ക് അറിയോടോ ഇതിൻ്റെ മഹത്വം? ഇന്ന് ലക്ഷങ്ങളും കോടികളും ചിലവാക്കണം പുറത്ത് ഈ അസുഖം വന്നു കഴിഞ്ഞാൽ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടെ വരുന്ന അസുഖങ്ങളൊന്നാണ് സെർവിക്കൽ ക്യാൻസർ. പണ്ടത്തെ കാലത്ത് എന്തുകൊണ്ടാണ് ഇതില്ലാതിരുന്നത് കേരളത്തിൽ? ഈ നാടൻ ചികിത്സകളുടെ. അപ്പോൾ ഈ ശക്തിയൊക്കെ ആരാ ഒളിപ്പിച്ചു വെച്ചത്? ഈ ഔഷധങ്ങളിലുള്ളിൽ ആരാണ് ഈ ശക്തി ഒളിപ്പിച്ചു വെച്ചത്? ഭക്ഷണമാക്കിയാൽ, ദിനചര്യയുടെ ഭാഗമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, നമ്മൾ തമാശയ്ക്ക് പറയാം അവൻ്റെ തലയ്ക്ക് നെല്ലിക്കാതളം വയ്ക്കണം എന്ന് പറയും അല്ലേ? നെല്ലിക്ക ഉണക്കി പൊടിച്ചിട്ട് അത് വെള്ളത്തിൽ തിളപ്പിച്ച് തലയിൽ ഒഴിച്ചാൽ തണുത്ത വെള്ളം നല്ല സുഖമാണ്.
അതാരാ കണ്ടുപിടിച്ചത്? അല്ലെങ്കിൽ ആ ചൈതന്യത്തെ ആരാ വെച്ചത്? നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മളങ്ങോട്ട് എടുക്കണു, അത് കഴിക്കണോ, ഇത് കഴിച്ചാൽ പപ്പായ കഴിച്ചാൽ ഇങ്ങനെയാണ്, ഇത് കഴിച്ചാൽ അങ്ങനെയാണ്, നമ്മളങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ്. ഈ സയൻസ് പറയണവനും അത് പറഞ്ഞു വെക്കുകയാണ്. ഇത് ആരാ അതിൻ്റെ ഉള്ളിൽ വെച്ചത്? അപ്പം ഭക്ഷണത്തിനെ ഔഷധമാക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ ആ ശാഖയുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ പേര് അതിൻ്റെ അതിദേവത ശാകംഭരിയാണ്. അപ്പോൾ നമുക്ക് മൂന്നുമായി: ശൈവമായിട്ടുള്ള വൈദ്യം, വൈഷ്ണവമായിട്ടുള്ള വൈദ്യം, ശാക്തേയമായിട്ടുള്ള വൈദ്യം. നോക്കൂ, പ്രപഞ്ചത്തിലെ 3 മഹാശക്തികൾക്കും വൈദ്യശാസ്ത്രത്തിൽ എത്ര പ്രധാനപ്പെട്ട ഒരു പങ്കാണുള്ളത്. അപ്പോൾ അതിലെ ശാക്തേയമായിട്ടുള്ള ഭാവം ദുർഗയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ദുർഗ വൈദ്യം, ഔഷധീശ്വര്യം, അസുഖങ്ങൾ മാറാൻ പ്രാർത്ഥിക്കേണ്ട ഭാവം. 2 തരം അസുഖം: മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും. ഉന്മാദാദികളായിട്ടുള്ള ഭയാനകമായിട്ടുള്ള അസുഖങ്ങൾ, അപസ്മാരാദികളായിട്ടുള്ളതൊക്കെ അഘോരനെ പ്രാർത്ഥിച്ചാൽ ശൈവത്തിൽ മാറും. വൈഷ്ണവത്തിൽ ധന്വന്തിരിയെ പ്രാർത്ഥിച്ചാൽ മനോരോഗങ്ങൾ മാറും. ശാക്തേയത്തിൽ ദുർഗയെ പ്രാർത്ഥിച്ചാൽ മനോരോഗങ്ങൾ മാറും. ഡിപ്രഷൻ മാറാൻ 3 മഹാശക്തികളാണ് ഏറ്റവും വിശേഷണം. അതിൽ പക്ഷേ അഘോരൻ സൂക്ഷിക്കണം. ഏറ്റുമാനൂരപ്പൻ വളരെ ശ്രദ്ധിച്ചിട്ടേ ഹാൻഡിൽ ചെയ്യാൻ പാടുള്ളൂ. കാരണം തീയാണ്. പക്ഷെ ബാക്കി 2 പേര് സേഫാണ്. ധന്വന്തിരി സേഫാണ്, ദുർഗയും സേഫാണ്. പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, എപ്പോഴൊക്കെ പ്രപഞ്ചം അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള അറിവ്, അതിൻ്റെ നിലനിൽപ്പ്, അതിൻ്റെ ബേസ്, അതിൻ്റെ ഫണ്ടമെൻ്റൽ നഷ്ടപ്പെടുന്നുണ്ടോ പ്രപഞ്ചത്തിൽ, അപ്പോഴൊക്കെ ആ ദേവിയുടെ ആവിർഭാവം ഉണ്ടാവും. എവിടുന്ന്? നമ്മളിൽ നിന്ന് തന്നെ. നമ്മൾ സംഘടിക്കുമ്പോൾ ദുർഗയാണ് ജനിക്കുന്നത്. നമ്മൾ സംഘടിക്കുമ്പോൾ, ശ്രദ്ധിച്ചോളൂ, ധർമ്മം സംഘടിച്ചില്ലെങ്കിൽ ദുർഗ ഉണ്ടാവില്ല. അതുകൊണ്ട് ദുർഗ 8 കൈയോട് കൂടിയിട്ട് പൊടുന്നതിനെ ഇടിമിന്നലുമായി പ്രത്യക്ഷപ്പെട്ടിട്ട് ഹിന്ദുമതത്തിനെ ഉദ്ധരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണ്ട. നമ്മളാരും ആ ദിവാസ്വപ്നം കാണണ്ട. നമ്മൾ സംഘടിച്ചാൽ ദുർഗയുടെ ആവിർഭാവം ഉണ്ടാവും എന്നുള്ളത് ദേവി മഹാത്മ്യത്തിൽ, ദേവി ഭാഗവതത്തിൽ ആചാര്യൻ മാർക്കണ്ഡേയ മഹർഷി അത് ഭംഗിയായിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിൽ ദുർഗ എന്നുള്ള പേര് വരുന്നത് ആ 12ാമത്തെ അധ്യായത്തിൽ മാത്രമാണ്. അതുവരെ മഹാസരസ്വതി, മഹാകാളി, മഹാലക്ഷ്മി ഇങ്ങനെയൊക്കെയാണ്. ആദ്യം മഹാകാളി വരും, മഹാലക്ഷ്മി വരും, പിന്നെ മഹാസരസ്വതി വരും. അതിൽ വധുകൈടഭന്മാരെ വധിക്കുന്നത് മഹാകാളി ഭാവമാണ്. മഹിഷാസുരനെ വധിക്കുന്നത് ദേവിയുടെ മഹാലക്ഷ്മി ഭാവമാണ്. പിന്നെ ശുംഭനിശുംഭാദികൾ ഒക്കെ വധിക്കപ്പെടുന്നത് മഹാസരസ്വതി ഭാവത്തിലാണ്. അതിൽ 11ാമത്തെ അധ്യായം നമ്മളൊക്കെ ചെല്ലുന്നതാണ്. ദേവി പ്രപന്നാർത്തിഹരേ പ്രസീത, പ്രസീത മാതർ ജഗതോ അഖിലസ്യ, പ്രസീത വിശ്വേശ്വരി ബാഹി വിശ്വം തുമീശ്വരീ ദേവി ചരാചരസ്യ. അങ്ങനെ മനോഹരമായിട്ടുള്ള ശ്ലോകങ്ങൾ വരും. അതിലാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമസ്തുതേ, സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതിരി ഗുണാശ്രയ ഗുണമയേ നാരായണ നമസ്തുതേ. ഞാൻ നേരത്തെ പറഞ്ഞ വൈദ്യശാസ്ത്രത്തിനെ മുഴുവൻ കൊണ്ടുവരുന്നൊരു ശ്ലോകം ഉണ്ടായില്ലേ, രോഗാനശേഷാനവഹംസി ദുഷ്ട്വാരുഷ്ട്വാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വമാശ്രിതാനാംന വിപന്നരാണാം ത്വമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. ഇനി യാത്ര പോകണവർക്കുള്ള രക്ഷയുണ്ട്. ഒരു വഴിക്ക് പോവുകയാണ് നമ്മൾ, നമുക്കൊരു രക്ഷ വേണം. പണ്ടത്തെ കാലത്ത് നടന്നാ പോവുക സാധാരണക്കാർ. അപ്പോൾ എന്താ, വഴിയിൽ പാമ്പുകളുണ്ടാവും, കൊള്ളക്കാരുണ്ടാവും, കാട്ടുതീ ഉണ്ടാവും, പലവിധ പ്രശ്നങ്ങളുണ്ടാവും, ചിലപ്പോൾ ഇടിമിന്നും. ആ മുഴുവൻ കാറ്റഗറീസ് ഇന്നത്തെ കാലത്താണെങ്കിൽ റോഡ് ആക്സിഡൻറ്റും മറ്റ് ബുദ്ധിമുട്ടുകളും വരും. രക്ഷാംസി എത്രോഗ്ര വിഷാശ്ച നാഗാ എത്രാരയോ ദസ്യുബലാനി എത്ര. അസുരന്മാരാദികളൊക്കെ വഴിയുണ്ടാവും. അവരിന്നൊക്കെ ദാവാനലോ തത്ര എന്ന് പറഞ്ഞിട്ടാണ് പോട്ടെ. ദാവാനില വെച്ചാൽ കാട്ടുതീ. ഇങ്ങനെയൊക്കെ രക്ഷിക്കണേ എന്നാണ് അമ്മയോട് പ്രാർത്ഥിക്കണം. ഇനി ഒന്നുമല്ല, എല്ലാ വിഗ്രഹങ്ങളുടെയും അടിസ്ഥാനം നമ്മുടെ പേടികളാണ്, ഭയം. അപ്പോഴും നമ്മൾ ദേവിയോട് പ്രാർത്ഥിക്കുക, സർവസ്വരൂപേ സർവേശേ സർവശക്തി സമന്വിതേ ഭയഭ്യസ്ത്രാഹിനോ ദേവി ദുർഗേ ദേവി നമസ്തുതേ. അതിൽ ആദ്യം വിളിച്ച വരി നോക്കൂ, വാക്ക് നോക്കൂ, സർവസ്വരൂപേന്ന്. അമ്മേ, നീയാണ് എല്ലാ രൂപത്തിലും ഇരിക്കണത്. അതിൻ്റെ അർത്ഥം എന്താ? പിന്നെ എന്തിനെ പേടിക്കണത്? പ്രപഞ്ചത്തിൽ സകലതും നീയാണ് എന്ന ബോധം ഉണ്ടാക്കുക. എന്നാൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ടതില്ല, ഒക്കെ അമ്മയല്ലേ. സർവസ്വരൂപമായിട്ടിരിക്കുന്നവളെ എന്ന് പറഞ്ഞ് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്താ വെച്ചാൽ, എല്ലാം ആ ഈശ്വരനാണെന്നുള്ള തിരിച്ചറിവ് വന്നാൽ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ഭയക്കാനായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് സർവസ്വരൂപയെ വിളിച്ചു, എല്ലാറ്റിനും ഈശയായിട്ടുള്ളവളെ സർവേശ എന്ന് വിളിച്ചു, സർവശക്തി സമന്വിത, എല്ലാ ശക്തികളും ചേർന്നവളെ എന്ന് വിളിച്ചു. അപ്പോൾ നമ്മളെ അപായപ്പെടുത്താൻ മാത്രം ഒരു ശക്തി ഇനി വേറെ ഉണ്ടാവുമോ? ഇതാണ് ചിന്ത.
ഇങ്ങനെ ഓരോന്നും സൃഷ്ടിസ്ഥിതി വിനാശാനം ശക്തിഭൂതേ സനാതനി എന്ന് വിളിക്കുമ്പോൾ ശക്തി ബലവർദ്ധനവിനാണ്. നമുക്ക് മനോബലം ഇല്ലാതെ തോന്നുകയാണെങ്കിൽ നിത്യേന ചെല്ലേണ്ട ശ്ലോകമാണ്. കാരണം എന്താ? സൃഷ്ടിക്കും സ്ഥിതിക്കും വിനാശത്തിനും ശക്തികാരിണിയായിരിക്കണം അവളെ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ അടിസ്ഥാന സ്രോതസ്സിനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ അതിൽ കാളിയുടെ ഭാവം പറയുന്നുണ്ട്. ജ്വാലാകരാളമത്യുഗ്രം അശേഷാസുരസൂതനം തൃശൂലം ബാദുരോഭീതർ ഭദ്രകാളി നമസ്തുത എന്ന് പറയുന്നുണ്ട്. സമയത്തിനെ എങ്ങനെ ആരാധിക്കണം എന്നുള്ളതിൻ്റെ രഹസ്യം അതിൻ്റെ അകത്തുണ്ട്. നമുക്ക് ഒരുപാട് ഡീറ്റെയിലായി പോകാൻ പറ്റില്ല. അതിന് മുമ്പ് നാരായണീ സ്തുതി വിസ്തരിച്ച് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബിൽ കിടപ്പുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേട്ട് കഴിഞ്ഞാൽ ഓരോന്നും നമ്മൾ ഇന്ന് ചൊല്ലി വരുന്നതിലല്ലാതെ പാഠഭാഗങ്ങൾ ചില കാശിയിൽ നിന്നൊക്കെ അച്ചടിച്ചിട്ടുള്ള ചില പുസ്തകങ്ങളിൽ ഇന്ന് നമ്മൾ കാണാത്ത ചില ശ്ലോകങ്ങൾ കൂടിയുണ്ട്. അതൊക്കെ കൂടെ ഉൾപ്പെടുത്തി ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ കേൾക്കണവർക്കും ഇനി കേൾക്കാണ്ടിരിക്കണവർക്കും അത് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പം അമ്മയെ നമുക്ക് എത്ര അന്വേഷിച്ച് മനസ്സിലാക്കിയാലും അതങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഈ ലോകം മുഴുവൻ വേദത്തിനെ കൊണ്ട് പരിപോഷിപ്പിക്കപ്പെടും. വേദം വെച്ചാൽ അടിസ്ഥാനപരമായിട്ടുള്ള അറിവ്. കാണായ സകലതും ഒന്നെന്നെയാണ് എന്നുള്ള തിരിച്ചറിവാണ് യഥാർത്ഥ അറിവ്. അതാണ് ഈ തത്വമസി. അതാ 18-ാം പടർ മുകളിൽ ചിന്മയാനന്ദ സ്വാമികൾ നിർദ്ദേശിച്ച പ്രകാരം ഒരു ബോർഡ് വെച്ചു എന്ന് എഴുതുന്നത് പറഞ്ഞ് വഷളാക്കി. എന്താണതെന്ന് പോലും അറിയാണ്ട് വെറുതെ തത്വമസി പോലുള്ളതെന്ന് പാട്ടിൽ പറയണു, പത്രങ്ങൾ എഴുതുന്നു, ചർച്ചകളിൽ പറയണു. എന്ത് തത്വമസി? അത് ഉച്ചരിക്കാനുള്ള യോഗ്യത പോലും നമുക്കില്ല എന്ന്. അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ. അപ്പോൾ ഇന്ന് ശരിക്കും ദുർഗമൻ നമ്മളെ പിടിച്ച അവസ്ഥയില്ല. അമ്മ വന്നിട്ടില്ല. ഇനി നരസിംഹാവതാരോ ദുർഗയൊക്കെ ഉണ്ടാവേണ്ട സമയമാണ്. പക്ഷേ ഇപ്പോഴൊന്നും ആവില്ല. ഇനി മൂപ്പിക്കാനുണ്ട്. നമ്മുടെ തലമുറയിൽ നിന്ന് ചിലപ്പോൾ ഇത് കാണില്ല. കുറച്ചുകൂടെ മൂക്കണം. കാരണം പഴയ കാലത്തെ കണക്കിന് 1000-2000 വർഷമൊക്കെയാണ് ഇട്ട് അലക്കണത്. എന്നിട്ടാണ് സംസ്കാരത്തിൻ്റെ അടിവേര് വരെ തോണ്ടുമ്പോഴാണ് ആവിർഭാവങ്ങൾ ഉണ്ടാവും. കാരണം ജനങ്ങൾ സംഘടിക്കണം, കൂട്ടപ്രാർത്ഥനകൾ നടക്കണം. ഹിന്ദുവിനില്ലാത്തതാണ്. നമ്മളിവിടെ കൂട്ടപ്രാർത്ഥന. ഇപ്പം ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് തൊഴണവരാ. നിങ്ങൾ ഒരേ സ്വരത്തിൽ നിന്നിട്ട് അമ്മയെ നോക്കിയിട്ട് എന്തെങ്കിലും ഇന്നവരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? 10 പേരിന്ന് ലളിതാ സഹസ്രനാമം ചൊല്ലുണ്ടാവും. ഈ ദേശത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ആർക്കെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ ഇത്രയും പേര് വന്ന് നിങ്ങളുടെ അമ്മയോട് ഒന്നിച്ച് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നോക്കൂ. വയ്യാതെ കിടക്കണം, മരിക്കാൻ കിടക്കണം ഒരാൾക്ക് വേണ്ടിയിട്ട്. ആ ചൈതന്യം വർക്ക് ചെയ്യണം കാണാം. ഇതാണ് നമ്മൾ സെമറ്റിക് മതങ്ങളുടെ നിന്ന് പഠിക്കേണ്ടത്. അല്ലാണ്ട് അവരുടെ സിസ്റ്റങ്ങളെ പുച്ഛിക്കുകയല്ല. കൂട്ടപ്രാർത്ഥനയുടെ ശക്തി എന്താണെന്നറിയില്ല. എന്തുകൊണ്ടാണ് ജ്യോതിഷന്മാർ വന്നിട്ട് പ്രശ്നം വെച്ച് കഴിഞ്ഞിട്ട് പറയില്ലേ കൂട്ടപ്രാർത്ഥന നടത്താൻ പറയും ക്ഷേത്രങ്ങളിൽ ദോഷപരിഹാരത്തിന്? നമുക്കൊക്കെ നമ്മൾ കമ്പാർട്ട്മെൻറ്റുകളാണ്. ഞാൻ, എൻ്റെ കാര്യം, എൻ്റെ കുടുംബം, എൻ്റെ മക്കൾ, നമ്മുടെ കാര്യങ്ങൾ മാത്രം. അടിസ്ഥാനപരമായിട്ട് സ്വാർത്ഥതയുള്ള ഒരു സംസ്കാരത്തിന് ഒരിക്കലും സംഘടിക്കാൻ സാധിക്കില്ല. ദുർഗ സംഘടനയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാവുക. സംഘടന ഉള്ള വാക്ക് നമ്മൾ പറഞ്ഞ രാഷ്ട്രീയ സംഘടന, ആ അർത്ഥത്തിൽ മാത്രമല്ല. എവിടെ കൂട്ടമായിട്ട് ഒന്നിച്ച് നിൽക്കുന്നോ, ഒരു ബണ്ടിലായിട്ട് നിൽക്കുന്നോ, അത് ദേവിയാണ്. അങ്ങനെയുള്ള ദേവിക്ക് അഗ്നിസ്വരൂപമായിരിക്കും. വേദം ദുർഗയെ അഗ്നിസ്വരൂപിണിയായിട്ടാണ് പറയുന്നത്. ദുർഗാദേവിയുടെ സൂക്തത്തിൻ്റെ 1ാമത്തെ മന്ത്രം ആഗ്നേയാസ്ത്രത്തിൻ്റെ മന്ത്രമാണ്. ഓം ജാതവേദസേ സുരവാമ സോമ രാധിയോതോ നിദഹാദിവേദ സുലിഹപരിഷദതി ദുർഗാണി വിശ്വാന ആവേവ സിന്ധും ദുരിതാത്യഗ്നിഹി. അതിൽ ചില ബീജങ്ങൾ കൂടെ ചേർത്ത അഗ്നേയാസ്ത്രമായി. താമഗ്നി വർണ്ണാം തപസാജ്വലന്തി എന്ന് പറഞ്ഞിട്ട് പിന്നെയും സൂക്തം പോവും. അഗ്നിഭാവമാണ്. എന്താ ഈ അഗ്നി? മുന്നിൽ നിന്ന് നയിക്കുന്നത്, സകല കർമ്മങ്ങളെയും കത്തിക്കുന്നത്, ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്നത്. അല്ലാണ്ട് തീ എന്നല്ല ശരിക്കും അഗ്നിയുടെ അർത്ഥം. എവിടെയൊക്കെ പരിവർത്തനം വരുത്തുന്നോ അതാണ് അഗ്നി. ദുർഗ പരിവർത്തനം വരുത്തണങ്ങളാണ്. പ്രപഞ്ചത്തിൽ എന്താ മാറുന്നത്? പ്രകൃതിയാണ് മാറുന്നത്. ഇപ്പോൾ ഉള്ളതല്ല അടുത്ത നിമിഷം ഉള്ളതല്ല അതിൻ്റെ അടുത്ത നിമിഷം. അമ്മയാണ് മാറിക്കൊണ്ടേയിരിക്കുക. കാലാവസ്ഥ പോലും മാറും. പൊടുന്നതിന് ഇടി വരും, മിന്നൽ വരും, മഴ വരും, വീണ്ടും തണുത്ത കാറ്റാവും, ചൂട് വരും. മാറിക്കൊണ്ടേയിരിക്കുന്നു അന്തരീക്ഷം. നമ്മളും മാറിക്കൊണ്ടിരിക്കണം അല്ലേ? നമ്മുടെ ആന്തരിക കാലാവസ്ഥ നോക്കണം. ഇപ്പോൾ ഇവിടെ വൈകുന്നേരം വന്നിരുന്ന മനസ്സിൻ്റെ അവസ്ഥയായിരിക്കില്ല നിങ്ങൾക്കിപ്പോൾ. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെയായിരിക്കില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇയാളെന്താ നിർത്താത്തതെന്ന് ചിന്തിക്കും. മനസ്സ് മാറിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നുണ്ട്. ഇന്നലെ തീരുമാനിച്ച കാര്യം ഇന്ന് രാവിലെ ആകുമ്പോൾ വേണ്ടാന്ന് പറയും. രാവിലെ വേണമെന്ന് പറഞ്ഞ കാര്യം വൈകുന്നേരം ആകുമ്പോൾ എന്തിനാണ് ഞാൻ ചെയ്തതെന്നായിരിക്കും. നമുക്ക് നമ്മളെ തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. ഇതാണ് അവസ്ഥ. അപ്പം നമ്മുടെ ആന്തരിക കാലാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കും. ആരാ മാറുന്നത്? അമ്മയാ മാറുന്നത്. ഈ മാറ്റത്തിൻ്റെ ദേവതയാണ് ദുർഗ. അതുകൊണ്ട് അവളെ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അവളുടെ തത്വം പിടികിട്ടില്ല. അവളെന്താന്ന് അന്വേഷിച്ച് പോകണം. കുറേ മന്ത്രം ചൊല്ലിയതുകൊണ്ടോ നമസ്കരിച്ചുകൊണ്ടോ കുറച്ച് സീരിയസ് ആയിട്ട് അന്വേഷിക്കുന്ന ഒരാൾക്ക് കിട്ടില്ല.
സാധാരണക്കാർക്കും ഓക്കെ, അമ്മ അമ്മയാണ്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ വന്ന് ചോദിച്ച് നമുക്കാവുന്നത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കൽ വാങ്ങലുകൾ നടത്തിയിരിക്കുന്ന ഒരു തറവാട്ടിലമ്മ, അങ്ങനെ കണ്ടാൽ മതി. പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. ഇവിടെ ഇരിക്കുന്നവരൊക്കെ എല്ലാവരും ഞങ്ങളൊക്കെ സാധാരണക്കാരാണ്, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, അങ്ങനൊരു കാറ്റഗറി ലോകത്തില്ല. നമ്മൾ ഓരോരുത്തരും ഓരോ ക്ലാസ്സുകളിലായിരിക്കണമെന്നേ ഉള്ളൂ. ആത്യന്തികമായിട്ട് അവിടെ തന്നെ എത്തണം. ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കാൻ 3ാം ക്ലാസ്സിലേ പഠിച്ചുകൊണ്ടിരിക്കുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ 4ലേക്ക് ആയിപ്പോവും. 10 കൊല്ലം നിങ്ങൾ 3ാം ക്ലാസ്സിൽ കിടന്നാൽ ഏതോ ഒരു കൊല്ലം നിങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് ആവും. ഇതുവരെയാണ് നമ്മൾ മനുഷ്യാത്മാക്കളുടെ അവസ്ഥ. ഓരോ ജന്മത്തിലും നമ്മൾ പടിപടിയായിട്ട് ഇവോൾവ് ആവുന്നുണ്ട്. ഏതോ ഒരു ദിവസം ഈ ജനനമരണ ചക്രത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് ഇതൊരു ഫണ്ടമെൻ്റൽ റൈറ്റാണ് ആ ഈശ്വര സാക്ഷാത്കാരം എന്നുള്ളത്. ഇത് പഠിപ്പിച്ചു തരുന്ന വിദ്യയാണ് വേദത്തിൻ്റെ വിദ്യ. ആ വിദ്യയെ നഷ്ടപ്പെടുത്തി വിശ്വം ആ വിദ്യ കൊണ്ടാണ് നിലനിൽക്കുന്നതും പോഷിപ്പിക്കപ്പെടുന്നതും പിന്നീട് ഒടുങ്ങിപ്പോകുന്നതും. സംരക്ഷിക്കപ്പെടുന്നുണ്ട് യാഗാദികളെ കൊണ്ട്. അങ്ങനെയുള്ള സനാതനധർമ്മത്തിൻ്റെ യജ്ഞത്തിന് നാശം സംഭവിച്ചാൽ ലോകം തന്നെ നശിക്കും. കാരണം സനാതനധർമ്മം ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തുള്ള കുറേ ആൾക്കാർ ആചരിച്ചു വരുന്ന ഒരു ധർമ്മമോ ഒരു മതമാണെന്നൊന്നും വിചാരിച്ചേക്കരുത്. ഈ പ്രകൃതിയുടെ മെക്കാനിസം എന്താണോ ആ ലക്ഷണമാണ്. ഈ പ്രകൃതിയുടെ മെക്കാനിസം എന്താണോ ആ മെക്കാനിസമാണ് സനാതനധർമ്മം. ആ പ്രകൃതിക്ക് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഭഗവതിമാർ കാവുകളിലും മരങ്ങളുടെ താഴെയും നമ്മൾ പാമ്പുകളെയും അരുവികളെയും എല്ലാറ്റിനെയും പ്രകൃതിയിലുള്ള സകല വസ്തുക്കളെയും ആരാധിച്ചിരുന്നത്. ആ വസ്തുവിനെയല്ല ആരാധിക്കുന്നത്, ആ വസ്തുവിൽ അന്തർലീനമായിരിക്കുന്ന ആ ഏകചൈതന്യം ഉണ്ടല്ലോ, അതിനെയാണ് ആരാധിച്ചത്. അത് പക്ഷെ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിലെ കേരളത്തിൻ്റെ തലമുറയ്ക്ക് സാധിച്ചില്ല. ഞാൻ എപ്പോഴും പല സ്ഥലത്തും പറയാറുണ്ട്, നമ്മുടെ തൊട്ടു മുമ്പുള്ളൊരു തലമുറ ഇല്ലത്തുനിന്ന് പുറപ്പെടുകയും ചെയ്തു, അമ്മാത്ത് എത്തിയതുമില്ല. പുരോഗമനം പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടു. എന്നാൽ പുരോഗമനത്തിൻ്റെ നല്ല വശങ്ങളെടുത്തോ, ചിട്ടയെടുത്തോ, സമയക്രമം പാലിക്കുന്നെടുത്തോ, ഡിസിപ്ലിൻ എടുത്തോ, പ്രോസസ്സിൻ്റെ സ്ട്രക്ചറിങ് എടുത്തോ, ഒന്നും എടുത്തില്ല. അതൊക്കെ സായിപ്പിന് വിട്ടുകൊടുത്തു. എന്തൊക്കെ ചവറുണ്ടോ അത് മാത്രം സ്വീകരിച്ചു. എന്നിട്ട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ കളയുകയും ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ വേരുകളില്ലാത്ത അവസ്ഥയായി. ഇന്ന് പക്ഷേ ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ, ഞാൻ ഒരു കുറച്ച് കൊല്ലം മുമ്പ് വരെയൊക്കെ എൻ്റെ ഒരു വിചാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ വരുന്ന മേഖല സിനിമയാണ്. എന്നെ അറിയണ ആൾക്കാർക്കറിയാം. മഹാ അപകടം പിടിച്ചൊരു മേഖലയാണ്. അവിടെ നിൽക്കുമ്പോൾ എൻ്റെ വിചാരം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞു, അവസാനിച്ചു, നമ്മളൊക്കെ എന്തോ ഭാഗ്യം ചെയ്തൊരു തലമുറ അവസാന ഭാഗം കാണുകയാണ് എന്നാണ് കരുതിയത്. പക്ഷെ ഇപ്പോൾ പൊതുജനങ്ങളുമായിട്ട് കൂടുതൽ എക്സ്പോസ്ഡ് ആയപ്പോൾ ചെല്ലുന്ന സ്ഥലങ്ങളിലും ഓൺലൈൻ വഴിയാണെങ്കിലും എത്രയെത്ര കുട്ടികളും ചെറുപ്പക്കാരും ഇതിൽ ആകൃഷ്ടരായിട്ട് വരണം. ഈ അച്ഛനമ്മമാരും മുതുമുത്തച്ഛന്മാരടക്കമുള്ളവർ തൂക്കിയെറിഞ്ഞ സർപ്പത്തിനെയും ഭഗവതിയും കണ്ടുപിടിക്കാൻ നടക്കുകയാണ് ഇവരിപ്പോൾ. നവോത്ഥാനം എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറേ ദേവതകളെ വലിച്ച് കാട്ടിക്കളഞ്ഞു. അപ്പോൾ എന്തായി, കുടുംബത്തിൽ കുഞ്ഞുങ്ങളുണ്ടായി, കേരളം മുഴുവൻ IVF ക്ലിനിക്കുകൾ കൂടി, അപകട മരണങ്ങൾ കൂടി, ഇല്ലാത്ത രോഗങ്ങൾ വന്നു, ഇല്ലാത്ത പ്രശ്നങ്ങൾ വന്നപ്പോൾ അന്വേഷിക്കാൻ തുടങ്ങി. കുറേ പേര് അപകടം പിടിച്ച ജ്യോത്സ്യന്മാരുടെ കയ്യിൽ പോയി പെട്ടു. അവരിന്നും രക്ഷപ്പെട്ടിട്ട് ബുദ്ധിയുള്ളവനും ഗുരുത്വമുള്ളവനും വരുന്നുണ്ട്. എല്ലാ പൂജകളെയും പിടിച്ച് വെജിറ്റേറിയൻ ആക്കുന്ന സിസ്റ്റങ്ങളുടെ അപ്പുറത്തേക്ക് പണ്ട് കാരണവന്മാർ എന്താണോ ചെയ്തിരുന്നത് അത് ചെയ്തിരുന്ന രീതികൾ അന്വേഷിച്ച് ഇന്ന് കുട്ടികൾ വരുന്നു. എന്താണ് ഈ ധർമ്മം? ഇതെങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്? ഈ പാലക്കാട് പ്രദേശത്ത് തന്നെ ഇപ്പം നമ്മൾ മണ്ണാർക്കാട് പോകുന്ന വഴിക്കൊക്കെ എൻ്റെ പരിചയത്തിൽ കുറഞ്ഞതൊരു 30-35 ചെറുപ്പക്കാർ കുട്ടികളെങ്കിലും പല തറവാടുകളിൽ നിന്നും പല സമുദായങ്ങളുടെ വീടുകളിൽ നിന്നും. നിങ്ങൾ വെട്ടുകിളിയെ കണ്ട് പേടിക്കണ്ട, എൻ്റെ ചുറ്റും കടന്നല പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ വെട്ടുകിളി ഈശ്വര ലക്ഷണമാണെന്ന് പറയും, കാളിയുടെ ലക്ഷണമാണെന്നാണ് പറയുക. സന്ധ്യ കഴിഞ്ഞ് വെട്ടുകിളിയെ കണ്ട, വെട്ടുകിളിയല്ല നമ്മുടെ എന്താ പറയുക, ഇതിനെ കടവാവലോ എന്താ പറയും, കടവാവൽ. അപ്പം ഈ മുണ്ടൂർ പോലുള്ള പ്രദേശങ്ങളിൽ, അതേപോലെ നമ്മുടെ ഈ എന്താ പറയുക മണ്ണാർക്കാട് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ അനവധി കുടുംബങ്ങളിൽ എടുത്തെറിയപ്പെട്ട ചൈതന്യങ്ങളെ അന്വേഷിച്ച് ഇതിൻ്റെ പൂജ എങ്ങനെയായിരുന്നു. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. നമ്മൾ മിക്കവരും ഒരേ കുടുംബത്തിലുള്ളവർ ഒരുപാട് പേരുണ്ട്. ഞാനും പാണ്ടലങ്ങാട്ടാണ്. പാണ്ടലങ്ങാട്ട് കഴിഞ്ഞ 2 തലമുറയിൽ ആ ഭഗവതി അതിൻ്റെ അകത്ത് കയറി പൂജ കഴിച്ച ഏകാണ് ഞാനാ. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ മാസപൂജ ഉണ്ടായിരുന്ന സമയത്ത് ചേച്ചിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ അകത്ത് കയറി പൂജ കഴിച്ചിട്ടുണ്ടാകുമ്പോൾ
ആ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ തന്നെയാണ് നമ്മുടെ അമ്മമാരെ പൂജ കഴിച്ചിരുന്നത്, പുറത്തുനിന്ന് ആളെ വിളിച്ചിട്ടല്ല. അന്നത് നമ്മുടെ അമ്മയാണെന്നുള്ള ബോധം നമുക്കുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ലീവ് ഉണ്ടെങ്കിൽ മാത്രം വരുന്ന ഒരു സംഭവമായിട്ടത് മാറി. എനിക്ക് പോലും അത് പറയാൻ അർഹതയില്ല. കാരണം ഞാൻ പോലും കഴിഞ്ഞ 2-3 വർഷമായിട്ട് എനിക്ക് തറവാട്ട് പൂജയ്ക്ക് പല കാരണം കൊണ്ട് വരാൻ പറ്റാറില്ല. നമ്മുടെ അവസ്ഥ അതാണ്. ഭുവനേശ്വരിയുടെ ക്രമം പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ അടുത്ത് ഒരാൾ വീടുകളിൽ ഒരു അമ്മയെ ചോദിച്ചു എൻ്റെ അടുത്ത്. ഭുവനേശ്വരിയാണ് അവിടെയും വെച്ച ആരാധന. സാമൂരിപ്പാടിൻ്റെ ടെറിട്ടറികൾ ഉണ്ടായിരുന്ന സ്ഥലത്തൊക്കെ ഭുവനേശ്വരി ഉണ്ടാവും. കാരണം സാമൂരിപ്പാടിൻ്റെ ദേവതയായിരുന്നു ഭുവനേശ്വരി. മൂപ്പര് കൊണ്ടിരുത്തിയതാണ് ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള മിക്ക നായർ കുടുംബങ്ങളിൽ. ഈ പ്രദേശത്തൊന്നും നായർ വംശങ്ങൾ ഉണ്ടായിരുന്നില്ല 12-ാം നൂറ്റാണ്ട് 13-ാം നൂറ്റാണ്ടിന് മുമ്പ്. ഞാനിപ്പോൾ കൂടെ കുറച്ച് നേരത്തെ അവിടെ വീട്ടിലിരുന്ന് അജിയോട് സംസാരിക്കുകയായിരുന്നു. തേങ്കുറിശി പിടിച്ചു, കൊടുവായൂർ പിടിച്ചു, സാമൂതിരി. കോഴിക്കോട് അരി കിട്ടാണ്ടായപ്പോൾ മൂപ്പർക്ക് തോന്നി അരി വാങ്ങിക്കണേക്കാളും നല്ലത് അരി ഉണ്ടാക്കണ സ്ഥലം പിടിച്ചാൽ മതിയല്ലോ. സൈന്യത്തിനെ അയച്ചു. സൈന്യത്തിനെ അടിച്ച് ഈ പ്രദേശങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നോക്കി നടത്താൻ ആൾക്കാർ വേണ്ട. അപ്പോൾ മഞ്ചേരിയിൽ നിന്നും തിരൂരിൽ നിന്നും ഒക്കെ കുടുംബങ്ങളെ കൊണ്ടുപിടിരുത്തി. ആ കുടുംബങ്ങളുടെ ദേവതയാണ് ഈ ഭുവനേശ്വരി. സാമൂതിരിയുടെ ദേശദേവതയായിട്ടുള്ള വളയനാട്ടമ്മയാണ് ഈ തിരുളങ്ങാട്ടമ്മ. ഈ വളയനാട് ഭഗവതികൾ മുഴുവൻ ഇവിടെ വരണത് അങ്ങനെയാണ്. അങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടാണ് മലബാറിലുണ്ടായിരുന്ന, കോഴിക്കോടുണ്ടായിരുന്ന ഈ ദേവതാ സങ്കല്പങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. കൊടുങ്ങല്ലൂർ വരെ ഉണ്ടത്. കാരണം സാമൂതിരിയുടെ നാട് അവിടെയാണ് അവസാനിക്കുന്നത്. കൊടുങ്ങല്ലൂർ വരെ ഭുവനേശ്വരിയെ കാണാൻ നമുക്ക് വീടുകളിൽ. അവിടെ ഞങ്ങളുടെ അന്നപൂർണേശ്വരിയാണ് കൂടുതൽ. പക്ഷെ നമ്മുടെ ഭുവനേശ്വരി ദശമഹാവിദ്യയിലെ ഭുവനേശ്വരിയോ ദുർഗയോ ഒന്നുമല്ല. കാളി, അസല് കാളി, ഒന്നാന്തരം കാളിയാണ് നമ്മുടെ ഭുവനേശ്വരി. ഭുവനേശ്വരിയുടെ സങ്കല്പം ചേർത്തിയിട്ടുണ്ടെന്ന് മാത്രം. അമ്മ എന്ന ഭാവം ലോക പരമേശ്വരി എന്നും പറയും. അപ്പോൾ അതിൻ്റെ ക്രമമുണ്ട്. ഈ ക്രമം ഒരമ്മ എന്നോട് ചോദിച്ചു, അവിടെ വെച്ചാരാണ് കുട്ടി, എനിക്ക് വീട്ടിൽ ചെയ്യാവുന്ന ക്രമമുണ്ടോ? ബലിയൊന്നും എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, അമ്മ മഞ്ഞൾ കുരുതി കൂട്ടിയാൽ മതി, ചുണ്ണാമ്പ് ചേർക്കണ്ട. മഞ്ഞൾ കുരുതി കൂട്ടിയിട്ട് വീട്ടിൽ ചെയ്യാവുന്നൊരു ക്രമം പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിൽ ഭുവനേശ്വരുടെ ക്രമം നിലച്ചുപോയി. അവിടെ ആരുമില്ല നോക്കി നടത്താൻ. ആ അമ്മയ്ക്ക് രാത്രിയായ സ്വപ്നം കാണുകയാണ്, തേങ്ങിക്കരയണ ഒരു സ്ത്രീ, ദേവിയാണ് കാണുന്നത്. അപ്പോൾ അവരിങ്ങനെ കണ്ടിട്ട് വിഷമം പറഞ്ഞാണ്. അപ്പോൾ നോക്കി വന്നപ്പോൾ അവർ, ഞാൻ പറഞ്ഞു ഭുവനേശ്വരിയാണെന്ന് മനസ്സിലായപ്പോൾ. അപ്പോൾ അവർക്ക് പേടി, പുറത്തുനിന്ന് ആളെ വിളിക്കണ്ടേ, പൂജ കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഗ്രന്ഥത്തിൽ ആചാര്യന്മാരും പറഞ്ഞിട്ടുള്ള ക്രമത്തിൽ തന്നെ ആ പീഠത്തിൽ ആവാഹിക്കുന്ന സമയത്ത് ഒരു മന്ത്രം ഉണ്ടെങ്കിലും പറഞ്ഞിരിക്കുന്നത് ആ കുടുംബത്തിൽ ഒരാളാണ് പൂജിക്കണമെങ്കിൽ ഒരു പിടി തെച്ചിയെടുത്ത് നെഞ്ചിനോട് ചേർത്തിട്ട് എൻ്റെ പെറ്റ അമ്മയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പിടിയിട്ട് അവിടെ ആവിർഭവിച്ചു. അവിടെ സാന്നിധ്യമാണ്. കാരണം ഈ പരദേവത ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. ഇത് നമ്മുടെ ജനിതകത്തിലായിരിക്കണത്. ഇതിനെ പുറത്തുനിന്ന് ആവാഹിക്കേണ്ട ആവശ്യമില്ല. ഇതവിടെ ഉണ്ട്. ഇതിനെ ഒഴിപ്പിക്കാനും പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് ഒഴിപ്പിച്ച് അവിടെ കൊണ്ട് ലയിപ്പിച്ചു എന്നൊന്നും പറഞ്ഞ തട്ടിപ്പോയിട്ട് നടക്കണ്ട. അങ്ങനെ കുറേ കാലം കേരളത്തിൽ സർപ്പങ്ങളെ കൊണ്ടുവിടലും ദേവി ഒഴിപ്പിച്ച് ആ അമ്പലത്തിൽ കൊണ്ടുവയ്ക്കലൊക്കെ ഉണ്ടായിരുന്നു. ആ ദേവിയും ആ സർപ്പവും അവിടുന്ന് എവിടെയും പോയിട്ടില്ല. അത് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെയുണ്ട്. കാരണവന്മാർ അങ്ങനെ വെച്ചിട്ടുള്ളത് അത് അങ്ങനെ തന്നെ ഇരിക്കും. നിങ്ങൾ താലകൊത്തി നിന്നാലും ഒരു പരദേവതയും സർപ്പത്തിനും ഒഴിപ്പിക്കാതെ വിചാരിക്കും. ഈശ്വര, അതെന്തൊരു കഷ്ടമാണ് പണ്ടുള്ളവർ ഉണ്ടാക്കി വെച്ചു. ലോകക്രമം മാറുന്ന അവർ ചിന്തിച്ചിട്ടില്ല. അവർ നന്മയ്ക്ക് വേണ്ടി ചെയ്തതാണ്. എൻ്റെയും എൻ്റെ തലമുറകളെയും കാത്തു രക്ഷിക്കണേ, ഞങ്ങൾ അതുകൊണ്ട് പകരം അങ്ങോട്ടും ചെയ്തു തന്നോളാം. കാരണം പണ്ട് സർപ്പഭൂമിയാണ് കേരളം. അപ്പോൾ ദുർഗയും കാളിയും ഭുവനേശ്വരിയും ഒക്കെ സംയോജിപ്പിച്ച ഒക്കെ അമ്മയല്ലേ എന്ന് പറയും. സ്വഭാവ വ്യത്യാസമുണ്ട്. വീട്ടിൽ ഒരു കുട്ടിയുടെ അമ്മയായിട്ടിരിക്കുന്ന അതേ സ്ത്രീ തന്നെ ഭർത്താവിൻ്റെ അടുത്ത് വേറെ രീതിയിലും അവരുടെ അമ്മയുടെ അച്ഛൻ്റെ അടുത്ത് വേറെ രീതിയിലും ജോലി സ്ഥലത്ത് വേറെ രീതിയിലും അല്ലേ പെരുമാറുക. റോള് വ്യത്യാസം വരുന്നുണ്ട്. ഇതേമാതിരി ഭാവം വ്യത്യാസമുണ്ട്. ഒക്കെ അമ്മയാണെന്ന് പറഞ്ഞിട്ട് എല്ലാം ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ദുർഗ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നില്ല. ദുർഗ കൊണ്ടുവരപ്പെട്ടവളാണ്. 5-6 നൂറ്റാണ്ട് വരെ കേരളത്തിൽ ദുർഗയില്ല. കേരള ബ്രാഹ്മണരുടെ വരവോടുകൂടിയാണ് ദുർഗ വരുന്നത്. കാളിയും ഇന്ന് കാണുന്ന തരത്തിലുള്ള കാളി ഉണ്ടായിരുന്നില്ല. കൊറ്ററവൈ പോലുള്ള ദേവതകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ കൊറ്ററവയാണ് മഹിഷാസുരമർദ്ദിനിയാക്കി മാറ്റണത്. ഇതൊക്കെ ചരിത്രമാണ്. ഭക്തി വെള്ളം തൊടാണ്ട വിഴുങ്ങേണ്ടതല്ല, അറിഞ്ഞ് മനസ്സിലാക്കേണ്ടതാണ്. അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ, കാരണം നമ്മുടെ പൂർവികർ ഉപാസിച്ച പോലെ മന്ത്രം ഉപാസിച്ചിട്ടുള്ള ജനതകൾ അധികമില്ല. അതുകൊണ്ട് ഈ ഭൂമി ഇങ്ങനെ ആയത്. കാരണം ഇവിടെ ജീവിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. 6 മാസം മഴയാണ്. 6 മാസം മഴയാണ്. കാടാണ്, വഴികളില്ല.
നമ്മൾ ഇന്ന് പലപ്പോഴും വിചാരിക്കും അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ മെയിൻ റോഡ് പോകണ്ടാവും. ഇത് ആരെങ്ങനെ കെട്ടിവെച്ച് ഈ അമ്പലം റോട്ടിൻ്റെ നടുക്കുന്ന്? അല്ലടോ, അങ്ങനെയല്ല. അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ റോഡ് പോയതാ. അമ്പലത്തിൻ്റെ പറമ്പിൽ കൂടെ നാട്ടുകാർ നടന്നു പോയിരുന്ന റോഡ് വീതി കൂട്ടിയിട്ടാണ് അങ്ങാടിപ്പുറത്ത് തളിക്ഷേത്ര റോട്ടിൻ്റെ നടുക്കായതും തിരുമാന്താംകുന്നിൽ അമ്മടിയും ഇതിൻ്റെ ഇടയിൽ ജാമായി കിടക്കുന്നത്. ഇപ്പോൾ അവിടെ എന്നും ബ്ലോക്കാം. ഇപ്പോൾ പറയണത് അമ്പലം അവിടെ നിൽക്കണേ പ്രശ്നം എന്നാ. മനസ്സിലായില്ലേ? സുൽത്താൻപേട്ട കണ്ടിട്ടില്ലേ പാലക്കാട്? ആ ഉച്ചി മഹാകാളി അമ്മ റോഡിൻ്റെ നടുക്ക്. ചിലർ ചോദിക്കും ആരാണ് ഈ അമ്പലം ഇവിടെ കൊണ്ടുപോയി വെച്ചതെന്ന്. അയമ്മയുടെ പറമ്പായിരുന്നു അത് മുഴുവൻ. ഇന്ന് സുൽത്താൻപേട്ട നിൽക്കുന്ന സ്ഥലം മുഴുവൻ ആ അമ്മയുടെ പറമ്പായിരുന്നു. എവിടെ? ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെ. ആ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇപ്പോഴും കല്ലിൻ്റെ ഒരു കരിങ്കൽ വിളക്കും തൂണുണ്ട്. അവിടെ വിളക്കും വെക്കുന്നുണ്ട് ആ ഓട്ടോ സ്റ്റാൻഡിൻ്റെ തൊട്ടിപ്പുറത്ത്. അത് ഈ അമ്മയുടെ മന്നോണ്, ഈ ഭഗവതർ മന്നോണത്. അപ്പോൾ ഇത്രയും വലിയ റോഡ് ഇതിൻ്റെ ഇടയിൽ വന്നു എന്നുള്ളത് കൊണ്ട് അത് നഷ്ടപ്പെടുന്നില്ലല്ലോ, അത് മാറ്റാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ അനവധി മാറ്റിമറിച്ചിലുകൾ ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് കാരണവന്മാർ ഈ ദേവതകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതിനൊക്കെ ഓരോ കാരണമുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറയുമായിരുന്നു, ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവും. പഴയ അമ്മമാർക്ക് 20 മക്കളൊക്കെയാണ്. നിറയെ ഗർഭിണികളാവും, കുറേ അബോർട്ടാവും, കുറേ പ്രസവിക്കും. അത് ചിലത് ജനിച്ചുടനെ മരിക്കും, ചിലത് 6-ാം മാസത്തിൽ മരിക്കും, ചിലത് 6 വയസ്സാകുമ്പോൾ മരിക്കും, ബാലാരിഷ്ടത കഴിയുന്നതിന് മുമ്പ് മരിച്ചു പോകും, ചിലതിനെ പാമ്പ് കൊത്തി മരിക്കും, ചിലത് ഇടിവെട്ടി മരിക്കും. കുറച്ചുകൂടെ വെറും 16 വയസ്സാകുമ്പോൾ ചാവാൻ പോകണം, നാടുവഴിക്ക് വേണ്ടി വെട്ടി മരിക്കാൻ പോകണം. നായരാണെങ്കിൽ കഴിഞ്ഞു, യുദ്ധത്തിന് പോയേ പറ്റൂ, കുടുംബത്തുണ്ടാവില്ല, സ്ത്രീകൾ വിധവകളും നോക്കാൻ ആരുമില്ല. അങ്ങനെയാണ് മരുമക്കത്തായം ഉണ്ടാവുന്നത് ഇവിടെ. സ്ത്രീകൾക്ക് പ്രാമുഖ്യം വന്നത് അങ്ങനെയാണ്. അപ്പം നാച്ചുറലി കാരണവന്മാർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൃഷിയിടങ്ങൾ സംരക്ഷിക്കണം, നാടുവാഴിയെ പ്രീതിപ്പെടുത്താൻ യുദ്ധത്തിന് പോകണം, വെട്ടി മരിക്കാൻ പറ്റില്ല, തിരിച്ചു വരണം ജീവനോട് കൂടിയിട്ട്. അംഗഭംഗം വന്നാലും ജീവനോടെയെങ്കിലും തിരിച്ചു വരണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് 100 ദേവിമാരെ ദേവതകളിൽ പൂജിക്കാൻ അവർക്ക് സാധിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉപാസനാബലം കൊണ്ട് നിരവധി ശക്തികളെ ഒറ്റ ശക്തിയാക്കി. ഹൈബ്രിഡ് മൂർത്തികൾ എന്ന് പറയും. കന്നുകാലികളെ സംരക്ഷിക്കണം, ഫെർട്ടിലിറ്റി, കുഞ്ഞുങ്ങളുടെ ആയുസ്, ആരോഗ്യം, യുദ്ധം ജയിക്കണം, കൃഷി നന്നാവണം. ഇതെല്ലാം കൂടെ ചേർത്തിയപ്പോൾ എന്ത് ചെയ്തു? കാളിയും ഭുവനേശ്വരിയും ഒക്കെ കൂടെ മിക്സാക്കി ഒറ്റ ദേവതയെ. എന്നിട്ട് ഭുവനേശ്വരി അഥവാ ലോകപരമേശ്വരി എന്ന് പേരിട്ട് വിളിച്ചു. ആദ്യം ആ ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ ആളെയാണ് നമ്മൾ വീട്ടിൽ കാരണവരെന്ന് പറഞ്ഞ് വെച്ച് പൂജ കഴിക്കുന്നത്. അങ്ങോരിൽ ആ ദേവിയും വേർപെടുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആത്മാവിൽ നിന്നുണ്ടായിട്ടുള്ള ചൈതന്യമാണ്. അതുകൊണ്ട് ദേവിയുടെ മന്ത്രകലയും അദ്ദേഹത്തിൻ്റെ പ്രേതകലയും നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് അവിടുത്തെ പൂജ മാറ്റിയ അനർത്ഥം ഉണ്ടാവുന്നത് തറവാടുകളിൽ. അല്ലാണ്ട് ദേവി കോപിച്ചിട്ടല്ല, ആ വ്യക്തിയാണ് കോപിക്കണത്. ഇവൻ ആരാണത് മാറ്റാനെന്ന് അദ്ദേഹം ചിന്തിക്കും, ആ ചൈതന്യം ചിന്തിക്കും. കാരണം അദ്ദേഹം ചെയ്ത സത്യമാണ് ആ ദേവതയോട്, ഞാൻ നിനക്കിതൊക്കെ തന്നുകൊള്ളാം. എന്തിന്? നമ്മൾ അന്ന് ജനിക്കാത്ത നമ്മളോടുള്ള കരുതലും സ്നേഹവും വെച്ചിട്ട് ആ കാരണവർ പ്രാർത്ഥിച്ചാണ്, എൻ്റെ ഭരണ തലമുറകളെയൊക്കെ രക്ഷിക്കണേ, പകരം ഞങ്ങൾ ആണ്ടിൽ ഒരിക്കലെങ്കിലും നിനക്ക് തന്നോളാം. അത് വീരാരാധകരായിരുന്ന ആൾക്കാരാണ്. ഇന്നത്തെ ചോമ്പേരിത്തരം പിടിച്ച ഭക്തിയുടെ മേൽവിലാസം ഒട്ടിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നില്ല. ഇന്ന് നമുക്ക് ഭക്തരല്ലല്ലോ, നമ്മളൊക്കെ ഫാൻസ് അസോസിയേഷൻ ആണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാര്യസാധ്യത്തിനുള്ള ആരാധനയെ നമുക്കുള്ളൂ. അപ്പോൾ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള പ്രാണരൂപമായിട്ടുള്ള ജലവും ശരീരത്തിൻ്റെ രൂപത്തിലുള്ള അന്നവും ആ ദേവി തരണമാണെന്നുള്ളതുകൊണ്ടാണ് ആ ശാകംബരി എന്നുള്ള പേരിന് ഇത്രയ്ക്കും പ്രാധാന്യം വന്നത് ദേവിക്ക്. ദേവിയുടെ ഈ അടിസ്ഥാന ഭാവം വളരെ രസമാണ്. നമുക്ക് കുറച്ചുകൂടെ സമയമുണ്ട്. അതിലാദ്യം തന്നെ നമുക്ക് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം വെച്ചാൽ, ഞാൻ ഈ ദേവി മഹാത്മ്യം ഇപ്പോൾ പഠിപ്പിക്കണ കാണുമ്പോൾ ഒരു രസമായിട്ടൊരു കാര്യം തോന്നും. നോക്കൂ, ദേവി മഹാത്മ്യം 700 മന്ത്രങ്ങളാണ്, 700 ശ്ലോകമല്ല, 700 മന്ത്രമാണ്. അതുകൊണ്ടാണ് അത് സ്വാഹാന്തമായിട്ട് ഹോമിക്കുന്നത്, ഹോമത്തിന് ഉപയോഗിക്കും. ചണ്ഡികാ ഹോമം പറയും അങ്ങനെ ചെയ്യണേനെ. നിങ്ങൾ മൂകാംബികയിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് മന്ത്രബദ്ധമാണ്. അതിൽ പറയുന്ന ഈ വരികൾ മാത്രമല്ലാണ്ട് വെറും ബീജാക്ഷരങ്ങൾ മാത്രമായിട്ട് മന്ത്രസപ്തശതി എന്ന് പറഞ്ഞിട്ട് ദേവി മഹാത്മ്യത്തിൻ്റെ മന്ത്രരൂപമുണ്ട്. ഉപദേശം വേണം വായിക്കാൻ. ഇതേ 11ാമത്തെ അധ്യായം ദേവി ബ്രഹ്മണാർത്ഥികരെ പ്രസീദ എന്നുള്ള അധ്യായം അതിൽ കണ്ടാൽ ഓം എന്ന് കഴിഞ്ഞിട്ട് പിന്നെ ബീജാക്ഷരങ്ങളായിരിക്കും, ഹ്രീം ഇങ്ങനെ അക്ഷരങ്ങളായിരിക്കും. ആ അക്ഷരങ്ങൾ കൃത്യമായിട്ട് ചൊല്ലിയാൽ ഈ ചാപ്റ്റർ ചൊല്ലിയതിൻ്റെ ഫലമാണ്. കാരണം ഈ അക്ഷരങ്ങളെയാണ് ഈ മന്ത്രങ്ങളുടെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് മഹർഷി.
കുറച്ചുകൂടെ ഉയർന്ന സാധകന് ഇത് മുഴുവൻ ചെല്ലണ്ട, ഇങ്ങനെ ചെല്ലണതിന് പകരം ആ മന്ത്രങ്ങളുടെ ബീജശബ്ദങ്ങൾ മാത്രം ചെല്ലിയാൽ മതി. അപ്പോൾ അത്രയും പവറാണ്. ഇരുതല മൂർച്ചയുള്ള വാളാണ് ദൈവമാഹാത്മ്യം. നമ്മുടെ കർമ്മത്തിന് ഇങ്ങനെ വെട്ടിയിട്ട് ഇങ്ങനെ ഈ കായവറുത്ത് ഉണ്ടാക്കുന്ന സ്ഥലത്ത് അവർ കട്ടികൾ കണ്ടിട്ടില്ലേ, അതുപോലെ കർമ്മത്തിന് വെട്ടിത്തരും. നമ്മളതിലൊരു മന്ത്രം ചെല്ലും, നവാക്ഷരി. അതിൻ്റെ അവസാനിക്കുന്ന വാക്കുണ്ട് വിച്ചേ വിച്ചേ അല്ലേ. ഞാൻ ആ മന്ത്രം ഉച്ചരിക്കുന്നില്ല, സന്ധ്യ കഴിഞ്ഞു. വിച്ചേ എന്നൊരു വാക്കുണ്ട്. എന്താ വിച്ചേ? കട്ട് 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 എന്നാണ് പറഞ്ഞു, വെട്ടാനാ പറഞ്ഞു. അതുകൊണ്ട് അത് അമിതമായിട്ട് ജപിക്കരുത് എന്നൊക്കെ പറയും. അപ്പോൾ ദേവി മഹാത്മ്യം ഇപ്പോഴത്തെ ഒരു പുതിയ ഫാഷൻ എന്താ വെച്ചാൽ അത് ഉയർന്ന തലത്തിൽ അത് ആവശ്യമാണ്. ഓരോ പദത്തിൻ്റെയും അക്ഷരം, പദച്ഛേദം, നിയുക്തം ഇതൊക്കെ എടുത്തിട്ട് അതിൻ്റെ അന്തരാർത്ഥം എടുത്തിട്ട് ദേവി മഹാത്മ്യം ഡീകോഡ് ചെയ്ത് പഠിക്കുന്നൊരു സിസ്റ്റം. പക്ഷെ ഒരു സാധാരണക്കാരൻ അത് ഡൈജസ്റ്റ് ആവില്ല, പെട്ടെന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. ദേവി മഹാത്മ്യം ഒരു ഘട്ടമെത്തി അത് ആവശ്യത്തിന് പഠിച്ചതിന് ശേഷം, അത് ആവശ്യത്തിന് ഒന്ന് വഴങ്ങിയതിന് ശേഷം അത് പഠിച്ചാൽ കുറച്ചുകൂടെ അർത്ഥമറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ തെളിവ് വരും. ആദ്യമേ നമ്മൾ ഈ മാർഗത്തിൽ പോയാൽ നമ്മൾ പേടിച്ച് പിന്മാറുകയുള്ളൂ. പേടിച്ച് പിന്മാറേണ്ടതല്ല, റെസ്പോൺസിബിലിറ്റിയോട് കൂടിയിട്ട് അപ്രോച്ച് ചെയ്താൽ മതി. പക്ഷെ ഇന്ന് നമ്മളെ പലരും പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന രീതി നമുക്ക് ഭയം ഉണ്ടാക്കണം. പണ്ടൊക്കെ നമ്മുടെ വീടുകളിൽ ദേവിമഹാത്മ്യം വളരെ സന്തോഷത്തോടു കൂടി വായിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അത് ഇന്ന് ഇപ്പോൾ വായിക്കാൻ പലർക്കും പേടിയാണ്. കാരണം ഈ ക്ലാസ്സും കോഴ്സും കണ്ട് പേടിക്കാൻ തുടങ്ങി. അതിൽ പറയണത് ഇന്നൊരു സ്തോത്രം തന്നെ ഇങ്ങനെയൊക്കെ പഠിച്ചാലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചാലേ കാര്യമുള്ളൂ. അത് ഹയറായിട്ട് പഠിക്കണവൻ അത് ശരിയാണ്. സ്റ്റാർട്ട് ചെയ്യണം നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? അതിലുള്ള ദേവിയുടെ സത്ത എന്താ, ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. കാരണം പണ്ഡിതന്മാർക്ക് മാത്രം കിട്ടേണ്ടവളല്ല ദുർഗ, നമുക്ക് സാധാരണക്കാർക്കും കിട്ടേണ്ടവളാണ് ദുർഗ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ കടുംപിടുത്തമൊക്കെ ദേവി എങ്ങനെ അടച്ചുപൂട്ടി വെക്കുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത്. അവളെ അകറ്റരുത് നമ്മൾ സാധാരണക്കാരുന്ന്. അതുകൊണ്ട് ആ ഗ്രന്ഥം കയ്യിലെടുക്കുക, അമ്മയെ ഗുരുവായിട്ട് വിചാരിക്കുക, ഗണപതി ഭഗവാനെ വിചാരിക്കുക, പരദൈവങ്ങളെ വിചാരിക്കുക, ഇഷ്ടദേവത വിചാരിക്കുക. ആ കയ്യിൽ ആ ഗ്രന്ഥം എടുത്ത് അമ്മ നീ തന്നെയാണ് എൻ്റെ ഗുരു, എന്നെ നയിക്കണം എന്ന് പറഞ്ഞിട്ട് എല്ലാം വായിച്ചു കൊടുക്കുക. ആ വായിക്കെ ഈ സ്വരൂപം ദേവിയുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. ദൈവമാത്മ്യത്തിന് ചില പാരായണക്രമങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കഷ്ടമുള്ള കാര്യമൊന്നുമല്ല, ലഘുവായിട്ടുള്ള പാരായണക്രമങ്ങളാണ്. അതൊക്കെ ധാരാളം ഇന്ന് അച്ചടിച്ച് വരുന്ന പുസ്തകങ്ങളിൽ തന്നെ ആദ്യത്തെ 1-2 പേജ് ഉണ്ടാവും, അതെന്താണെന്ന് എഴുതിയിട്ടുണ്ടാവും. ആവുന്ന പോലെ നമുക്ക് പറ്റുന്നൊരു ഷെഡ്യൂൾ എടുത്തിട്ട് ചെയ്യാം. 9 ദിവസം കൊണ്ട് വായിക്കാം, 7 ദിവസം കൊണ്ട് വായിക്കാം, 3 ദിവസം കൊണ്ട് വായിക്കാം. പല ക്രമങ്ങളുണ്ട്. നവരാത്രി കാലത്ത് വായിക്കേണ്ടത് എങ്ങനെയാണ്, ഇന്ന സമയത്ത് വായിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ക്രമമുണ്ട്. അത് പരിചയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള ഭയങ്കര ഇൻ്റലക്ച്വൽ എക്സസൈസുകളിൽ കൂടെ അമ്മയെ കിട്ടുള്ളൂ, അങ്ങനെ ദേവി മഹാത്മ്യം വായിക്കാൻ പാടുള്ളൂ എന്നുള്ളതിനെ ആദ്യം എടുത്ത് സൈഡിൽ വയ്ക്കുക. വായിക്ക നമ്മൾക്കും എത്താൻ പറ്റും, നമ്മളും പഠിക്കും എങ്ങനെയാണ് ഇതിലേക്ക് എത്തേണ്ടതെന്ന്. നമ്മൾ എങ്ങനെയാണോ അതിനെ അപ്രോച്ച് ചെയ്യണത് അതിനനുസരിച്ച് അമ്മ നമ്മളിലേക്ക് വരും. നമുക്ക് എന്തൊക്കെ ആശയക്കുഴപ്പങ്ങളുണ്ടെങ്കിലും അതിലുള്ള വ്യക്തതയായിട്ടാണ് ആദ്യം ദേവി പ്രത്യക്ഷപ്പെടുക. നമ്മുടെ വിചാരത്തിൽ അമ്മ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കയ്യൊക്കെ ആയിട്ട് ഇങ്ങനെ വരിക, അങ്ങനെയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അറിയും, വിവരം അറിയും, നമ്മൾ ബോധം കെട്ട് വീഴും അല്ലെങ്കിൽ ഓടും. ഇപ്പം ഇവിടെ അമ്മ വന്നാൽ ഉറപ്പാണ് ഞാനടക്കം ചിലപ്പോൾ ബോധം കെട്ട് വീഴും. ഞാൻ ഇന്നലെ മിനിയാന്നൊക്കെ ഇന്ന് രാവിലത്തെ പ്രഭാഷണത്തിൽ കൂടെ പറഞ്ഞു. കഴിഞ്ഞ ദിവസം മുരുകനെക്കുറിച്ച് തിരുവനന്തപുരത്ത് മുരുക മഹാസംഗമത്തിൽ പറയുമ്പോഴും ഞാനതാ പറഞ്ഞു. സ്വാമിയെക്കുറിച്ച് പറയുമ്പോഴും പറഞ്ഞു. സ്വാമി പറയുന്നുണ്ട്, അമ്മ പറയുന്നുണ്ട്, ഗുരുവായൂരപ്പൻ പറയുന്നുണ്ട്, മഹാദേവൻ പറയുന്നുണ്ട്, മുരുകൻ പറയുന്നുണ്ട്. ഞാൻ വരാൻ തയ്യാറാണ്, നിങ്ങൾക്ക് എന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എന്നെ താങ്ങാൻ പറ്റുമോ? അവിടെയാണ് വിഷയം. അതിന് നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ആ തയ്യാറെടുപ്പിന് വേണ്ടിയുള്ള ആദ്യത്തെ ചുവടെന്താ? ഈ വായിക്കുന്നത് എന്താണെന്നുള്ളതിലെ ക്ലാരിറ്റിയാണ്. നമ്മൾക്ക് ആദ്യം പുകയെ പറയുകയായിരിക്കും, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ കുറേശ്ശായിട്ട് എന്തൊക്കെയോ മനസ്സിലാവാൻ തുടങ്ങും. ആ എന്തൊക്കെയോ മനസ്സിലാവാൻ തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, ദുർഗ ഉണർന്നു തുടങ്ങി, ദേവി നമ്മുടെ ഉള്ളിൽ ഉണർന്നു തുടങ്ങി. അത് ഏത് ദേവതയ്ക്കൊക്കെയാണ്. നിങ്ങൾ വിഷ്ണു സഹസ്രനാമം വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം ഒന്നും പിടുത്തം കിട്ടില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കുറച്ചുകൂടെ സ്വായത്തായി. അപ്പോൾ മനസ്സിലാക്കാം, ആ ഗുരുവായൂരപ്പൻ ഉണരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഉള്ളിൽ. ലളിത വായിക്കുമ്പോൾ, സഹസ്രനാമം വായിക്കുമ്പോൾ ആദ്യം ഒന്നും കിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒന്ന് കിട്ടി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആ അമ്മ ഉണരാൻ തുടങ്ങിയിട്ടുണ്ട്. അതും ദേവിയുടെ ആവിർഭാവമാണ്. നമ്മളെന്തിനാ അതിനെ പുച്ഛിക്കണം? നമ്മളെന്തിനാ അതാണോ? ഒരിക്കലും ചോദിക്കരുത്.
കാരണം ആ അനുഭവം പോലും ഇല്ലാത്ത എത്രയോ പേര് അപ്പുറത്തുണ്ട് അല്ലേ? നമ്മുടെ ചുറ്റും എത്ര പേരുണ്ട് ഇതിൻ്റെ ഒരു ഗന്ധം പോലും കിട്ടാത്ത ആൾക്കാർ ജീവിക്കുന്നവർ. ഇപ്പോൾ ഈ പരിസര പ്രദേശത്ത് തന്നെ ഇവിടുന്ന് നടന്നു വരാവുന്ന ദൂരത്തിലായിട്ടും വരാതെ വീട്ടിൽ നിന്നിട്ട് അന്തിച്ചർച്ച കണ്ടുകൊണ്ടിരിക്കണവരുണ്ടാവില്ലേ? നിങ്ങൾക്ക് വരാൻ തോന്നിയില്ലേ? എത്ര ഭാഗ്യം ചെയ്തവരാ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പറയാൻ ഞാൻ എത്ര ഭാഗ്യം ചെയ്തിട്ടുണ്ടാവണം? ഞാനിത് വെറുതെ പറഞ്ഞതല്ല, ഞാൻ എന്നും ആ അപ്രോച്ചിലായിരിക്കും ഇരിക്കാറ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണ് ഇവിടെ ബ്ലസ്ഡ് ആവണത് വെൻ വി ഗെറ്റ് അറ്റൻറ്റീവ് ഓഡിയൻസ്. അമ്മയാണ് എൻ്റെ മുന്നിലിരിക്കുന്നത് പല രൂപങ്ങളിൽ. ഞാൻ നിങ്ങളെ തുടക്കത്തിൽ അതുകൊണ്ടാണല്ലോ ഗുരുവായൂരപ്പനായി കണ്ട് നമസ്കരിക്കണമെന്ന് പറയണത്. അത് വെറും വീൺവാക്ക് പറയണതല്ല. ഈ ബോധം ആണ് നമ്മുടെ വ്യക്തത. ഇതാണ് ക്ലാരിറ്റി. എന്താ ഈ ക്ലാരിറ്റി? എല്ലാം അതാണെന്നുള്ള തിരിച്ചറിവ് വരാൻ തുടങ്ങും. കുറച്ചെങ്കിലും വരും. നമ്മളെ ഏറ്റവും ഉപദ്രവിക്കുന്ന ഭാര്യയോ ഭർത്താവോ ആരാണെങ്കിൽ അതും ഭഗവാനാണ് അല്ലെങ്കിൽ ദേവിയാണെന്നുള്ള തോന്നൽ വരും. അത് മനസ്സിലാവാൻ തുടങ്ങും. നമ്മുടെ ശത്രുവും ഈശ്വരനാണെന്ന്. ശത്രുവിനെ ശത്രുവായിട്ട് തന്നെ കണ്ടാൽ മതി, പക്ഷെ അതും ഈശ്വരനാണ്. അത് മനസ്സിലാക്കിയാൽ മതി. അല്ലാണ്ട് ഈശ്വരനോട് കാണിക്കണ സ്നേഹം ശത്രുവിനോട് കാണിക്കണമെന്ന് ഞാൻ പറയില്ല. പ്രായോഗിക വേദാന്തം എന്ന് പറയുക. അപ്പോൾ ആശയക്കുഴപ്പത്തിലെ വ്യക്തതയായിട്ട് വരും. തളർന്ന് വീഴുമ്പോൾ, പണ്ട് തളർന്ന് വീഴുന്നതിന് നമ്മളിപ്പോൾ ഇതിനായിരുന്നോ ഞാൻ ഇത്ര വിഷമിച്ചിരുന്നു പണ്ട് എന്ന് തോന്നാൻ തുടങ്ങും. കരുത്ത് വരും ഉള്ളിൽ, ഇൻറ്റേർണൽ സ്ട്രെങ്ത് വരാൻ തുടങ്ങും. അപ്പോൾ ഉറപ്പിക്കാം, ദുർഗ കുറച്ചുകൂടെ വളർന്നു കഴിഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ. അത് എക്സാമ്പിൾ, സിമ്പിളായിട്ടുള്ള എക്സാമ്പിളാണ്. കഴിഞ്ഞ വർഷം ഈ കാലത്ത് നമ്മളെ ഏറ്റവും വിഷമിപ്പിച്ചിരുന്നൊരു കാര്യം ഇന്ന് വീണ്ടും ഉണ്ടാകുമ്പോൾ നമ്മൾ അതൊക്കെ നടക്കും ഹോത്തായ എന്ന് പറയും. അതിനെ നമ്മൾ അതിൻ്റെ രീതിയിൽ അപ്രോച്ച് ചെയ്യും. നമ്മൾ പറയില്ലേ, എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ വയസ്സാവുക. ഈ എക്സ്പീരിയൻസാണ് ദുർഗ. ഈ എക്സ്പീരിയൻസിനെയാണ് ദുർഗ എന്ന് വിളിച്ചത്. അത് നമ്മൾ ഈ കുട്ടിക്കാലം തൊട്ട് ഈ അമർച്ചിത്രകഥയും ബാലയും സിനിമയും കണ്ട് ഇത് മുഴുവൻ കുറേ കയ്യായിട്ട് ടടാൻ കുറേ സൗണ്ട് ഉണ്ടാക്കിയിട്ട് കുറേ വെളിച്ചത്തിൻ്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിച്ച് വരും. അല്ല, അങ്ങനൊരു രൂപമുണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ സാധാരണക്കാരിൽ എങ്ങനെയാണ് ഈശ്വരശക്തി വർദ്ധിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ എല്ലാ ഉപാസനയും സാർത്ഥകമാവും. നമ്മൾ വിളിക്കണ ഒരു വിളി പോലും പാഴല്ല, അതകത്ത് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് അനുഭവിക്കാൻ ഒരാളുടെ പോലും അനുവാദം ആവശ്യമില്ലാത്ത സത്യമായിട്ട് ആ ദേവി അവസാനം വരും. നമുക്ക് ആരുടെങ്കിലും പെർമിഷൻ വേണോ അമ്മ ആരാണെന്നറിയാൻ? വീട്ടിലുള്ള ആളുടെ പോലും പെർമിഷൻ വേണ്ട. അകത്ത് ഹൃദയത്തിൻ്റെ ശ്രീകോവിലിൽ ആ ദേവിയെ പ്രതിഷ്ഠിച്ച് പൂജ കഴിക്കാൻ വീട്ടിൽ വിളക്ക് കൊളുത്താൻ സമ്മതിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിക്കൊരു വിഷയമേ അല്ല സാക്ഷാത്കാരം കിട്ടാൻ. അതുകൊണ്ട് നമ്മുടെ ആശയക്കുഴപ്പങ്ങൾ മാറ്റി വ്യക്തതയാവും, നമ്മുടെ തളർച്ചകളിൽ കരുത്താവും. അവസാനം ഒരാളുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല അവളെ അനുഭവിക്കാൻ, അവളെ അറിയാനുള്ള അവസ്ഥയിലെത്തും. കാരണം സനാതന ധർമ്മത്തിൽ വിശ്വാസം എന്ന് പറഞ്ഞൊരു സാധനമില്ല. നന്നായി മനസ്സിലേക്ക് എടുത്തോളൂ. ഹിന്ദുമത വിശ്വാസം എന്ന് പറയണതേ വിഡ്ഢിത്തരാണ്. ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ളൊരു വസ്തുവിനെ വിശ്വസിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണ്ടു. ഉള്ളൊരു വസ്തുവിനെ അനുഭവിക്കാനേ പറ്റുള്ളൂ. അനുഭവത്തിൻ്റെ ശാസ്ത്രമാണ് സനാതനധർമ്മം. നട്ടുച്ച നേരത്തെ ഇറങ്ങിയിട്ട് വെയിൽ നോക്കിയിട്ട് സൂര്യൻ നോക്കിയിട്ട് ഞാൻ സൂര്യനുണ്ടോ ഇല്ലയോ എന്ന് വിശ്വസിക്കണോ വേണ്ടയോ എന്നൊന്ന് തീരുമാനിക്കട്ടെ എന്ന് ആരെങ്കിലും പറയാറുണ്ടോ? സൂര്യൻ നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അത് അവിടെയുണ്ട്. പുറത്തിറങ്ങി നിൽക്കുക, വെയിൽ അനുഭവിക്കുക, അതേ ഉള്ളൂ. ഇതുപോലെയാണ് സനാതനധർമ്മത്തിൽ ഈശ്വര സങ്കല്പം. അതുകൊണ്ട് ആ ഈശ്വരനെ അനുഭവിക്കാൻ അത് ഞാൻ തന്നെ എൻ്റെ അകത്ത് തന്നെയാണെന്ന് അനുഭവിക്കാൻ ആരുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണ നിമിഷം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് എത്തും. അവിടുന്ന് അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി 8 കൈകളും 24 കൈകളോ 108 കൈകളോ ഒക്കെ ആയിട്ട് അമ്മേ നമുക്ക് കാണാനുള്ള യോഗം സ്വപ്നത്തിലോ നേരിട്ടോ ഒക്കെ ഉണ്ടാവാം. ചിലപ്പോൾ ഒരു സെറ്റ് കൊണ്ട് കൊടുത്തവളായിട്ട് ഇവിടെ നിന്നിട്ട് ആ നടക്കെ തന്നെ നിൽക്കണമായിട്ട് കാണാം, നമുക്കറിയില്ല. ചിലപ്പോൾ ഒരു ചെറിയ കുട്ടിയാവാം. 15 വയസ്സാണ് അമ്മയ്ക്ക് പ്രായം. ദുർഗയുടെ പ്രായം 15 വയസ്സാണ്. നമ്മൾ 9 വയസ്സ് പ്രായത്തിലൊക്കെയുള്ള ധ്യാനങ്ങളുണ്ടെങ്കിലും 15 വയസ്സ് പ്രായം വളരെ പ്രധാനമാണ്. പൂർണ്ണ സ്ത്രീയായിട്ടില്ല, അമ്മയായിട്ടില്ല, പ്രസവിച്ചിട്ടില്ല, എന്നാൽ രൗദ്രഭാവം വിടുകയും ചെയ്തു. ഇടയിലുള്ളൊരു സ്റ്റേറ്റാണ് എപ്പോഴും ദുർഗയിൽ. റോ സ്റ്റേറ്റാണ് കാളി. നഗ്നയും കൂടെയാണ്. വസ്ത്രങ്ങൾ ധരിച്ചിട്ടില്ല. വസ്ത്രം ഉടുപ്പിച്ചാൽ എന്നാൽ മുടിയുടെ തുമ്പ് കെട്ടിയിട്ടില്ല, റോ ആണ്. എന്നാൽ സിവിലൈസ്ഡുമാണ്. അത് ദുർഗയാണ്. മുടിയുടെ തുമ്പ് കെട്ടി പച്ചവസ്ത്രം ധരിപ്പിച്ച് ഇരുത്തിക്ക് എന്ന് പറഞ്ഞിട്ട് അടക്കി ഇരുത്തി മടിയിലൊരു മകനെ വെച്ചു കൊടുത്താൽ പാർവതിയെ ശാന്തയെ. അങ്ങനെ പ്രകൃതിയിൽ 3 ഭാവമായിട്ടാണ് അമ്മ ഇരിക്കുന്നത്. ഇത് രണ്ടിൻ്റെ ഇടയിലെ ബ്രിഡ്ജാണ് ദേവി. അത് ദൈവമാത്മത്തിൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അമ്മയുടെ ആ ബ്രിഡ്ജ് എങ്ങനെയാണ് പോണത്,
എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് ഈ ദേവി മഹാത്മ്യത്തിനെ നമ്മൾ നോക്കുമ്പോൾ അത് കേവലം ദേവിയെ സ്തുതിക്കുന്നൊരു ഗ്രന്ഥമാണെന്ന് ആരും കരുതണ്ട. പകരം ഭാരതീയ ഋഷിമാർ അവരെഴുതിയതിൽ വെച്ചിട്ട് ഏറ്റവും കൃത്യമായിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സൈക്കോളജിക്കൽ ആയിട്ടുള്ള ദാർശനികമായിട്ടുള്ള ഫിലോസഫിക്കലായിട്ടുള്ള വളരെ നിർണായകമായിട്ടുള്ള സ്പിരിച്വൽ ഗൈഡ് ലൈൻസിൽ ആത്മീയമായിട്ടുള്ള രൂപരേഖകളിലൊന്നാണ് ദേവി മഹാത്മ്യം. ഗീത എങ്ങനെ പഠിക്കണോ, ഉദ്ധവഗീത എങ്ങനെ പഠിക്കണോ അതേപോലെ പഠിക്കേണ്ട ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. ഒരു ശരാശരി മനുഷ്യനെ ജീവിതത്തിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് ഭംഗിയായിട്ടത് പഠിപ്പിച്ചു തരുന്നുണ്ട്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നമ്മളതിനെ ഒരു സ്തോത്രമായിട്ടും കുറേ നിയമങ്ങൾ, കടുകട്ടി നിയമങ്ങളനുസരിച്ച് ജപിക്കേണ്ട മന്ത്രമായിട്ടും ഗൂഢാർത്ഥങ്ങളൊക്കെയുള്ള നിങ്ങൾക്കൊന്നും പറഞ്ഞിട്ടുള്ളതല്ല എന്നും പറഞ്ഞിട്ട് നമ്മളെ ആക്കി നിർത്തുന്ന തരത്തിലാക്കിയിട്ടുള്ള ഇപ്പോഴത്തെ ബുദ്ധിജീവികളുടെ ഒരു വാക്കുണ്ട്, അരികുവൽക്കരണം. ആ അരികുവൽക്കരണമൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. പാർശ്വവൽക്കരണം, അരികുവൽക്കരണം എന്നൊക്കെ പറയും. അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. നമുക്ക് അതിൻ്റെ എസൻസ് എടുത്ത് തരാതെ. ബോറടിക്കുന്നുണ്ടോ? വിശക്കുണ്ടോ? ഇല്ലല്ലോ. അമ്മമാർ ക്ഷമിക്കുക. മാർക്കണ്ഡേയ പുരാണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു ഘട്ടത്തിലാണ് ഈ ദേവി മഹാത്മ്യം പറഞ്ഞു. ഈ 700 മന്ത്രം ചുമ്മാ അങ്ങോട്ട് പൊട്ടിമുളച്ചല്ല. അവിടെ നമ്മൾ ഒരു കാര്യം പറയേണ്ട സ്ഥലത്ത് പറയണം പറയും. മഹർഷി അത് പറയേണ്ട സ്ഥലത്താണ് കൊണ്ടുപോയി വെച്ചിരിക്കുന്നത്. ഗീത പറയേണ്ട സ്ഥലത്താണ്. യുദ്ധം തുടങ്ങാൻ പോകുമ്പോൾ പറഞ്ഞിരിക്കും. അതേപോലെ ഒരു നിർണായകമായിട്ടുള്ളൊരു സ്ഥലത്താണ് ഇത് വരുന്നത്. ഇൻഡിവിജ്വലായിട്ടുള്ള നമുക്ക് തകർച്ചകളുടെ ഘോഷയാത്ര കാണാൻ പറ്റും പ്രപഞ്ചത്തിൽ എല്ലാ കാലത്തും. വ്യക്തിപരമായിട്ടുള്ള തകർച്ച, ഇൻഡിവിജ്വൽ പരാജയങ്ങൾ, സാമൂഹികമായിട്ടുള്ള പരാജയങ്ങൾ, ആസ് എ സൊസൈറ്റി ഹൗ വി ഫെയിൽ അല്ലേ, ധാർമ്മികമായിട്ടുള്ള പരാജയങ്ങൾ, എത്തിക്സ് ഇല്ലായ്മ, അതേപോലെ തന്നെ പ്രപഞ്ചത്തിൻ്റെ തന്നെ തകർച്ചകൾ, കാലാവസ്ഥ മാറുന്നു, പലതും മാറി മറിയുന്നു, പർവ്വതങ്ങൾ മൊട്ടക്കുന്നുകളായിട്ട് പോകും, വനങ്ങളിൽ ഇങ്ങനെ തകർച്ച അങ്ങനെ തകർച്ചകൾ വരുന്ന കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. എല്ലാ തലത്തിലും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോലെ ഓരോ വ്യക്തികൾക്കും വർക്ക് ചെയ്യും, സമൂഹത്തിനും വർക്ക് ചെയ്യും, രാഷ്ട്രത്തിനും വർക്ക് ചെയ്യും, പ്രകൃതിക്ക് ആകമാനവും വർക്ക് ചെയ്യും. അതിൻ്റെ സകല തത്വങ്ങളും അതിൻ്റെ വിദ്യകളും. അങ്ങനെയൊക്കെയുള്ള പുസ്തകങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ ചില്ലറ കഴിവല്ല. കാലാതിവർത്തി എന്ന് മാത്രമല്ല, എന്തിനുമുള്ളൊരു ഔഷധം അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കാരണം എന്താ, ഈ എന്തും എന്ന് പറയണത് ഈ പ്രകൃതിയാണ്, ഈ അമ്മയാണ്. അപ്പോൾ അമ്മയെക്കുറിച്ചുള്ളതാകുമ്പോൾ അത് എന്തിനും അപ്ലിക്കബിളാണ്. അമ്മയുടെ ചൈതന്യം വളർത്തുന്ന എന്തും പ്രകൃതിക്ക് അനുകൂലമാണ്. അത് നമ്മുടെ ശരീരമാവട്ടെ, സമൂഹ ശരീരമാവട്ടെ, വ്യഷ്ടിയാവട്ടെ, സമഷ്ടിയാവട്ടെ, സമസ്ത പ്രപഞ്ചമാവട്ടെ, എല്ലാറ്റിനെയും അത് നറിഷി, പോഷകമാണത്. അതുകൊണ്ട് ആ സ്ഥാനം, അതിൻ്റെ എന്താ പറയുക, ദേവി മഹാത്മ്യത്തിൻ്റെ ആ ഇരിക്കുന്ന പൊസിഷൻ തന്നെ ഒരു പാഠമാണ്. അത് പഠിക്കേണ്ടതാണെന്നാണ് പറയുക. ദേവി മഹാത്മ്യം എവിടെയാണ് വെച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിതകാലത്തിൽ ജനിച്ചപ്പോൾ തൊട്ടിട്ട് അനവധി കാര്യങ്ങൾ ഹോപ്പ് ചെയ്യുന്നുണ്ട്, പ്രതീക്ഷിക്കുന്നുണ്ട്. ജീവിതം അങ്ങനെയാവും, ഇങ്ങനെയാവും. അതുമാത്രമല്ല, അങ്ങനെ ആയിരിക്കും, ഇയാളെ വിശ്വസിക്കാം. വിവാഹങ്ങൾ നടക്കണ പോലും നമ്മൾ വിശ്വസിച്ചിട്ടാണ് അല്ലേ? പക്ഷേ ഈ വിശ്വാസങ്ങളൊക്കെ തകരും. അതാണല്ലോ ബിസിനസ്സിലെ തകർച്ച. മക്കളെ വിശ്വസിച്ച് അച്ഛനമ്മമാർ കണ്ണുനീര് കുടിക്കണം ഇന്നത്തെ കാലത്ത് അല്ലേ? പെറ്റ വയറിന് പോലും വിശ്വസിക്കാൻ പറ്റണില്ല, പെറ്റിട്ടതിനെ. ആ കാലമാണ്. അപ്പോൾ എന്തൊക്കെ വിശ്വസിച്ച് വന്നോ ആ ഉറപ്പുകളൊക്കെ തകരുന്ന സമയത്ത് നമുക്കൊരു പിടിവള്ളി ഇല്ലാതെ നിൽക്കുമ്പോൾ ഒരൊറ്റ വാതിലെ തുറന്നു കിടക്കുള്ളൂ. ആ കവാടത്തിൻ്റെ പേരാ ശക്തി. ആ കവാടത്തിൻ്റെ പേരാ ശക്തി. കാരണം നമുക്കൊക്കെ നമ്മുടെ ഒറിജിനിലേക്ക് പോകണം, നമ്മുടെ വേരിൽ പോയി നോക്കണം. നമ്മുടെ വേരെന്താ? ഇതകത്തിരിക്കണം. ആ ആളെയാണ് നമ്മൾ ശ്രീകോവിൽ കെട്ടിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത്. നമ്മുടെ പേരാ, നമ്മുടെ പെറ്റമ്മയത്. അവിടുന്നാണ് നമ്മുടെ ഉത്ഭവം. അപ്പം തളർന്ന് വീഴുന്ന കുട്ടി, സ്കൂളിൽ അടി കിട്ടിയ കുട്ടി, സ്കൂളിൽ വഴക്കിട്ട് മുറിവേറ്റ കുട്ടി, വീണ കുട്ടി ഓടി വരുന്നത് ആരുടെ അടുത്തേക്കാണ്? അമ്മയുടെ അടുത്തേക്കാണ്. അമ്മ അടിച്ചാൽ പോലും ഓടി വരുന്ന ആരുടെ അടുത്തേക്കാണ്? അമ്മയുടെ അടുത്തേക്കാണ്. ഇന്ന് രാവിലെ കൂടെ ഞാനത് പറഞ്ഞു. അമ്മ ഒരൊറ്റ അടി വെച്ച് കൊടുത്തു. കുറച്ചു നേരം പോയി കരഞ്ഞിട്ട് പിന്നെ അമ്മ ഇങ്ങനെ ഒന്നുകൂടെ നോക്കി അങ്ങനെ കരഞ്ഞ് ഓടി വന്ന് നമ്മുടെ സാരിയിൽ വന്ന് മുഖം പൊത്തിയിട്ട് കരയും. അടി കൊണ്ടാലും നമ്മൾ, അമ്മ അടിച്ചാലും അമ്മയുടെ അടുത്തേക്കാണ് നമ്മൾ ഓടുക. അതാണ് ദുർഗ. അതുകൊണ്ട് ദേവി മഹാത്മ്യം ഒരൊറ്റ ചോദ്യത്തിനാണ് പ്രധാനമായിട്ടും ഉത്തരം തരുന്നത്. നമുക്ക് പരിചയമുള്ള സകല സന്നാഹങ്ങളും
നമ്മുടെ കയ്യിൽ ഒരുപാടുണ്ട്, സമ്പത്തുണ്ട്, അധികാരമുണ്ട്, ബന്ധങ്ങളുണ്ട്, നെറ്റ്വർക്കിംഗ് അല്ലേ, പവർ, അത് ഇത് എല്ലാം, എല്ലാ സാഹചര്യങ്ങളും നമ്മൾ വെൽ സെറ്റിൽഡാണ്, അതാണ് ഇതാണ് ഒക്കെ ശരിയാണ്. പക്ഷേ ഒരു ഭയങ്കര രോഗം വന്ന, ഒരു ഭയങ്കര പ്രതിസന്ധി വന്ന, വീട്ടിലുള്ള ഒരാളെ കാണാണ്ടായ, പൊടുന്നൊരു മരണം വന്ന് കുടുംബത്തിനെ തകർത്ത് കളഞ്ഞ, വലിയൊരു നഷ്ടം വന്ന, നമ്മുടെ കയ്യിലുള്ള അധികാരമോ ധനമോ നമ്മുടെ സകല ശേഷിയോ സകല സന്നാഹങ്ങളോ സകല സാഹചര്യങ്ങളോ സകല ബന്ധങ്ങളോ നമ്മളെ സഹായിക്കാനില്ല. പരാജയപ്പെടുന്ന സമയത്ത് നമ്മൾ പറയില്ലേ, ചില ആൾക്കാരുണ്ട് ബോധം കെട്ട് അങ്ങോട്ട് വീഴും, തകർന്ന് വീഴും. വലിയ വലിയ ആൾക്കാർ ബോധം കെട്ട് വീഴും അല്ലേ. ചക്രവർത്തിമാരായിരുന്നവർ മാളങ്ങളിൽ പോയിട്ട് ഒളിച്ചിരിക്കേണ്ടി വരും, ദിവസങ്ങളോളം ഷേവ് ചെയ്യാൻ പോലും പറ്റാണ്ട്. എന്നിട്ട് അവരെ മൃഗങ്ങളെ പിടിച്ചുകൊണ്ട് വരണ മാതിരി പിടിച്ചുകൊണ്ട് പോകും. സംഭവിക്കാറില്ലേ? എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഒരു വലിയ പ്രൊഡ്യൂസർ ഫണ്ട് പെട്ടെന്ന് വരാണ്ട് കാർഡിയാക് അറസ്റ്റ് വന്ന് വീണിട്ടുണ്ട് രാമോജി ഫിലിം സിറ്റിയിൽ. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ എൻ്റെ കയ്യും കാലും പറിച്ചുപോയി. അദ്ദേഹം തമിഴ് സിനിമയിലെ അതിപ്രസിദ്ധനായിട്ടുള്ള നമ്മളൊക്കെ ചില വമ്പൻ സിനിമകൾ ചെയ്തൊരു മനുഷ്യനാണ്. രാജാവിനെ മാതിരി ഇരുന്ന് തിയേറ്ററുകളെ വിരലിൻ്റെ അറ്റത്തിട്ട് കളിപ്പിച്ച്, ആർട്ടിസ്റ്റുകളെ വിരലിൻ്റെ അറ്റത്തിട്ട് കളിപ്പിച്ചൊരു മനുഷ്യൻ, സകല സന്നാഹങ്ങൾ ഉണ്ടായിട്ടും അടിസ്ഥാനപരമായിട്ട് ഒരു താങ്ങില്ലാണ്ട് തളർന്നിട്ട് അങ്ങനെ ആദ്യം ഇങ്ങനെ കടന്നു പൊള്ളി, വെട്ടി വേർത്ത് പാൽപിറ്റേഷനായിട്ട് വരണ്ട ഫണ്ട് വന്നില്ല. പിന്നെ അത് കാർഡിയാക് അറസ്റ്റിലേക്ക് പോകും. അപ്പോൾ എല്ലാം തകർന്നു വീഴുമ്പോൾ നമ്മൾ പറയും നമ്മുടെ ബോധം പോയി, എൻ്റെ ബോധം പോയി അത് കേട്ടിട്ടെന്നാണ് നമ്മൾ പറയുക അല്ലേ. ആ ബോധത്തിന് പോലും താങ്ങായിട്ട് നിൽക്കുന്നത് എന്താണ്? എല്ലാം പൊളിഞ്ഞു വീഴുമ്പോഴും ആകെ നമ്മുടെ കയ്യിലുള്ള സ്വത്ത് എന്ന് പറയുന്നത് ആ ബോധം. അത് നമ്മൾ കരുതുന്ന ബോധമല്ല, നമ്മൾ ഉണ്ട്, നിലനിൽക്കണു, ജീവിച്ചിരിക്കണു, ഞാനുണ്ട് എന്ന് പറയുന്ന ബോധം. ആ ബോധത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ആണിക്കല്ല്, അടിത്തറക്കല്ല് ഏതാ? ഇതിൻ്റെ അന്വേഷണമാണ് 700 മന്ത്രത്തിൽ. ഇത് അന്വേഷിക്കാനാണ് പറയണത് മഹർഷി. പോയി അന്വേഷിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ അമ്മയെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരൊറ്റ ഉത്തരം അതാണ് ആ ചോദ്യത്തിൻ്റെ. ദുർഗ. അത് ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദേവതയൊന്നുമല്ല. നമ്മൾക്ക് ഇത് ഹിന്ദുക്കളുടെ മാത്രം ദേവതയാണ് എന്നൊന്നുമില്ല. പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്ക് ഒരു പേര് കൊടുത്തു, ഒരു ജനവിഭാഗം എന്ന് മാത്രം. യാഥാർത്ഥ്യമായിട്ടുള്ളൊരു വസ്തു ഉണ്ടെങ്കിൽ, റിയാലിറ്റി, ആ യാഥാർത്ഥ്യമായിട്ട് എന്തുണ്ടോ അതിൻ്റെ ബുദ്ധികേന്ദ്രം, അതിൻ്റെ ബുദ്ധിയുടെ ഇൻ്റലക്ച്വൽ പവർ, എല്ലാ സിസ്റ്റങ്ങളും തകർന്നു വീഴുമ്പോൾ, എല്ലാ വ്യവസ്ഥകളും തകരുമ്പോൾ വീണ്ടും ഓർഡർ തിരിച്ചു കൊണ്ടുവരണ, ക്രമത്തെ തിരിച്ചു കൊണ്ടുവരണ ഒരു നിയമപാലക, ഒരു ക്രമസമാധാന പാലക, ഒരു ചൈതന്യം ഈ പ്രപഞ്ചത്തിലുണ്ട്. അത് ഏത് മതക്കാരൻ ജീവിച്ചാലും അവിടെ അതുണ്ട്. കൊറോണയൊക്കെ അതിൽപ്പെട്ട ഒരു സാധനമായിരുന്നു. നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് ചിന്തിച്ചാൽ ഒരു ഓർഡർ മാറ്റിവിട്ടു. കൊറോണയ്ക്ക് മുമ്പ് പ്രഭാഷണങ്ങൾക്ക് ഇത്രയും ആൾക്കാർ വരില്ലായിരുന്നു, ഇത്രയും ക്ഷേത്രങ്ങളിൽ തിരക്കുണ്ടായിരുന്നില്ല. കൊറോണയ്ക്ക് ശേഷം ലോകക്രമമേ മാറ്റിവിട്ടു. എല്ലാ മേഖലകളും ലോകക്രമം മാറിപ്പോയി. അപ്പോൾ ആ റിയാലിറ്റിയുടെ ജീവനുള്ള ബുദ്ധിശക്തി, എല്ലാ വ്യവസ്ഥകളും തകരുമ്പോൾ വീണ്ടും ക്രമത്തിനെ പുനർനിർമ്മിക്കുന്നൊരു ശക്തി, ആ ശക്തിക്കൊരു പേര് കൊടുത്തു. അത് സ്ത്രീയാണ്, അത് അമ്മയാണ് എന്ന് പറഞ്ഞിട്ട് ദുർഗാ എന്ന് പേര് കൊടുത്തിരിക്കുന്നു. അപ്പോൾ റീബിൽഡ് ചെയ്യണ ഫോഴ്സാണ്, റീസ്ട്രക്ചർ ചെയ്യണ ഫോഴ്സാണ്, റീഓർഡർ ചെയ്യണ ഫോഴ്സാണ്. അതാണ് ദുർഗ. ഈ ഭാവത്തോടു കൂടിയിട്ട് ഇനി നമ്മുടെ കഥകളൊക്കെ പോയിട്ട് വായിച്ചു നോക്കുക. അപ്പോൾ ഇവിടെ നിന്നിപ്പോൾ നമുക്ക് മുഴുവൻ പറയാനുള്ള സാഹചര്യമൊന്നുമില്ല. എന്നാലും വെറുതെ പുരാണം എടുത്ത് വായിച്ചു നോക്കുക. ആ ശരത്ത് ഇങ്ങനെ പറഞ്ഞല്ലോ, അവൻ എന്തൊക്കെ പൊട്ടത്തരം പറഞ്ഞാലും ഈ പറഞ്ഞ ഒന്ന് വെച്ച് ആലോചിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ആ കഥയൊന്ന് വീണ്ടും വായിക്കുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിൽ നമുക്ക് വേണ്ട അറിവുണ്ടായി വരും. അവിടെയാണ് അമ്മ നമ്മുടെ ഗുരുനാഥയാവുക. അത് ഒരാൾക്ക് കിട്ടണതായിരിക്കില്ല വേറൊരാൾക്ക്. കാരണം നമ്മൾ ഓരോരുത്തരും അത്ര യുണീക്കാണ്. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോലൊരാൾ 1,00,000 കൊല്ലം മുമ്പും ഇവിടെ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ലോകത്തില്ല, നാളെ ഉണ്ടാവില്ല. നമ്മളെപ്പോലെ നമ്മൾ മാത്രമേ പ്രപഞ്ചത്തിൻ്റെ ഈ വലിയ ക്യാൻവാസിൽ ഉണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. അത്രയും സ്പെഷ്യലാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമുക്ക് വേണ്ടത് നമ്മുടെ അകത്ത് സ്പിരിച്ച് കിട്ടുക. അതുകൊണ്ടല്ലേ ഇത്രയും പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ അർജുനോട് എന്താ പറഞ്ഞത്? ഉദ്ധരേത് ആത്മാനാത്മാനം, നിൻ്റെ ആത്മാവിനെ കൊണ്ടുവേണം നിന്നെ ഉയർത്താൻ. ഞാൻ പറഞ്ഞു തരണമെന്നേ ഉള്ളൂ.
എല്ലാം പറഞ്ഞു കൊടുത്ത്. അതും 700 മന്ത്രമാണ്. ഭഗവത്ഗീതയും 700 സപ്തശതിയാണ്. ഇതും സപ്തശതിയാണ്. ഇതിൻ്റെ ഒരു ബ്യൂട്ടി അതാണ്. അവസാനിക്കുമ്പോൾ എന്നിട്ട് എന്താ പറയുക, ഇത്രയും തത്വങ്ങൾ പറഞ്ഞു, വിശ്വരൂപം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യഥേച്ഛസി യഥാഗുരു, നിനക്കിഷ്ടം ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു, ഇനി നിനക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ ചെയ്തു അർജുനാന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് പോണൊരു മാഷയെ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടെ ഗുരുനാഥന്മാർ ഞാൻ പറഞ്ഞതേ പറയാവൂ, ഞാൻ പറഞ്ഞ മന്ത്രമേ നിങ്ങൾ ജപിക്കാവൂ, ഞാനിടുന്ന ചെരുപ്പന്നെ നിങ്ങളുടെ കാല് മുറിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇട്ടോളണം, നിങ്ങൾ അത് കഴിക്കരുത് ഇത് കഴിക്കരുത്, ഞാൻ പറയണ അമ്പലത്തിലേ നിങ്ങൾ പോകാവൂ. നമ്മളെങ്ങനെ മുറിച്ച് ഫ്രെയിമിൻ്റെ അകത്ത് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ പരമാത്മാവ് നമ്മളെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക്, ദുർഗേനിക്ക് അർജുനനെ എടുത്ത് എറിഞ്ഞത് ഭഗവാൻ. മഹാഭാരതത്തിൽ ഗീതയ്ക്കും മുൻപ് അർജുനനെ കൊണ്ട് ഒരു പരിപാടി ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പവർ അറിയുക. കൃഷ്ണൻ പറയും, അർജുന നീ ദുർഗയെ സ്തുതിക്കരുത്. മഹാഭാരതത്തിലൊരു ഗംഭീര സ്തുതിയുണ്ട്. യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ്റെ ദുർഗാസ്തുതി പടക്കളത്തിലേക്ക് വരണതിന് മുമ്പ് നിത്യം ജപിക്കണ വിശേഷ. ഏത് ജീവിത പ്രതിസന്ധിയിൽ രക്ഷപ്പെടാം. പക്ഷെ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ സ്തോത്ര പുസ്തകങ്ങളൊന്നും കാണില്ല. നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും. അർജുനൻ്റെ ദുർഗാസ്തുതി ഗംഭീര സ്തുതിയാണ്. കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്, നീ ദുർഗയെ സ്തുതിക്കരുത്. അങ്ങനെ ദുർഗയെ സ്തുതിച്ചിട്ട് വരണ ആളാണ് കയ്യും കാലും ഒന്ന് വരച്ചപ്പോൾ വീണ്ടും ബൂസ്റ്റ് കയറ്റി കൊടുത്തു. എന്നിട്ടാ യുദ്ധം ചെയ്യിപ്പിക്കും. അപ്പോൾ പ്രതിസന്ധികളിൽ വർക്ക് ചെയ്യണ ബുദ്ധിശക്തി. നമ്മൾ പറയും ആ സമയത്ത് എനിക്ക് എന്താ ചെയ്യണമെന്നല്ല, പെട്ടെന്നാണ് ഒരു ഐഡിയ തോന്നിയത്. ആ ഐഡിയയാണ് ദുർഗ. അവളെ തിരിച്ചറിയേണ്ട അങ്ങനെയാണ്. അമ്മ നമ്മുടെ അകത്തുണ്ട്, അവിടെ എവിടെയും പോയിട്ടില്ല, അത് അവിടെ തന്നെയുണ്ട്. താരതമ്യേന സുരക്ഷിതരായിട്ടുള്ള അന്വേഷകരാണ് മറ്റ് കഥകളിലൊക്കെ വരിക. അർജുനൻ പോലും ശരിക്കും യുദ്ധമുഖത്ത് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നേടാനേ ഉള്ളൂ അർജുനന്. അനുഭവിക്കലൊക്കെ കഴിഞ്ഞ് വന്ന് ബാറ്റിലിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. മറ്റു മഹാഗ്രന്ഥങ്ങളിലൊക്കെ ഈ ചോദ്യോത്തരങ്ങൾ നടന്നിട്ടാണ്. അപ്പോൾ ചോദിക്കുന്ന ആളും പറയണ ആളുടെയും അവസ്ഥ എന്താണെന്ന് നോക്കും നമ്മൾ. ദേവി മഹാത്മ്യത്തിൽ ലൂസേഴ്സായിട്ടുള്ള രണ്ടാൾക്കാരാണ് ഇത് കേൾക്കണവർ. നമ്മൾ പറയില്ലേ അവൻ ലൂസറാന്ന് പറയും, അവനൊക്കെ നഷ്ടപ്പെട്ടു, അവൻ ഒന്നിനും കൊള്ളാത്ത, അവൻ ജീവിതത്തിൽ പരാജയപ്പെട്ടു. അങ്ങനെ ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് മുദ്രകുത്തപ്പെട്ട, കുടുംബം പുറത്ത് കളഞ്ഞ, രാജ്യം നഷ്ടപ്പെട്ട ആൾക്കാർ. സുരഥനും സമാധി, സുരഥൻ്റെയും സമാധിയുടെയും കേൾവിയിൽ കൂടെയാണ് നമുക്ക് ദേവി മഹാത്മ്യം കിട്ടുന്നത്. നമ്മൾ അയ്യഗിരി നന്ദിനി ആ ശ്ലോകത്തിൽ സുരഥ സമാധി സമാധി ആ പറഞ്ഞ സുരഥനും സമാധിയാണ്. അത് നമ്മുടെ അകത്തന്നെയുള്ള ആൾക്കാരാണ്. അതിൽ രാജ്യം നഷ്ടപ്പെട്ട രാജാവാണ് സുരഥൻ. സ്വന്തം കുടുംബം തന്നെ കാര്യം കഴിഞ്ഞപ്പോൾ വയസ്സുകാലമായപ്പോൾ അയാളുടെ പൈസയൊക്കെ എടുത്തിട്ട് ഭാര്യയും മക്കളും അയാളെ പിടിച്ച് പുറത്ത് കളഞ്ഞു. അത് സമാധി. സുരഥന് പിന്നെയും ഇനിയും രാജ്യം തിരിച്ചു വേണമെന്നുണ്ട്. സമാധിക്ക് കൈവല്യം മതി, മോക്ഷം മതി. ദൈവമഹാത്മ്യം കേട്ട് കഴിയുമ്പോൾ എന്താ കിട്ടണത് രണ്ടുപേർക്കും? സുരഥന് രാജ്യം കിട്ടി, സമാധിക്ക് മോക്ഷവും കിട്ടി. രണ്ടും തരും, ലൗകികവും തരും ആത്മീയവും തരാണ് മഹാദേവി മഹാത്മ്യത്തിലെ ദുർഗയുടെ ശക്തി. ഇനി ഇത് ആരുടെ കഥയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞത്? എന്തിനാ ദുർഗ വന്നത്? അതിശക്തന്മാരായിട്ടുള്ള അസുരന്മാരുടെ കൈകൊണ്ട് പീഡിതരായിട്ട് തളർന്നു കിടക്കണ ദേവന്മാരുടെ കരച്ചിൽ നിന്നാണ് അമ്മ ഉണർന്നു വരണത്. അപ്പോൾ നോക്കൂ, ദേവന്മാർ ലൂസേഴ്സ്, സുരഥൻ ലൂസർ, സമാധി ലൂസർ, മൊത്തം ലൂസേഴ്സിന് വേണ്ടിയിട്ടും. ഇപ്പം ഇന്ന് രാവിലെ കൂടെ ഉണ്ടായ പ്രഭാഷണമാണ്. ഗുരുവായൂരപ്പൻ്റെ ഇഷ്ടഭക്തൻ ആരാന്നായിരുന്നു വിഷയം. US നമ്മുടെ തന്നെ 18 സ്റ്റെപ്സിൻ്റെ USA വേണ്ടിയിട്ടുള്ള ലൈവായിരുന്നു. അതിൽ പറയാൻ ശ്രമിച്ചത് പണ്ഡിതനും ആത്മീയമായിട്ടുള്ള അഹങ്കാരം കാണിക്കുന്നവനുമല്ല, കുറേ ചിട്ടയായിട്ട് അത് ചെയ്യണം എന്നുള്ളതല്ല വിഷയം. തകർന്നവനെയാണ് ഗുരുവായൂരപ്പൻ ചേർത്ത് പിടിക്കുക. കുറവുകളുള്ള ഭഗവാനെ എനിക്ക് ഒരുപാട് കുറവുണ്ട് എന്ന് പറഞ്ഞവനെയാണ് ഗുരുവായൂരപ്പൻ ചേർത്ത് പിടിക്കുക. അമ്മ അങ്ങനെയാണ്. നോക്കൂ, ഇവർക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇവരൊന്നും വെറും പ്രതീകാത്മകമായിട്ടുള്ള കഥാപാത്രങ്ങളല്ല. അധികാരമാണെങ്കിലും വിശ്വാസമാണെങ്കിലും വ്യക്തിത്വമാണെങ്കിലും അതേമാതിരി തന്നെ ധനം, ഇതൊക്കെ തകർന്ന് ശിഥിലമായി പോയിട്ടുള്ള കുറേ ആൾക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സാണ്. ഇവരിൽ നമ്മളൊക്കെ ഉണ്ട്, നമ്മൾ ഓരോരുത്തരും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ പല അവസ്ഥകളുണ്ട്. ഈ സുരഥനിലും സമാധിയിലും നന്ദികെട്ട കുടുംബക്കാരും നന്ദികെട്ട ബന്ധുക്കളും നന്ദികെട്ട അനുയായികളും ഒക്കെയുള്ള ആൾക്കാരുണ്ട്. രാജ്യം അധികാരം നഷ്ടപ്പെട്ടവർ, ഇരുന്ന പദവി പോയവരെ, എങ്ങനെ ഇരുന്ന ആളിന് തമിഴിൽ പറഞ്ഞവർ എപ്പിടി ഇരുന്ന ഞാൻ ഇപ്പിടിയായിട്ട് എന്ന് പറയില്ല, അങ്ങനെ ഇരുന്ന ആൾക്കാർ. എല്ലാ അവസ്ഥകളും ഉണ്ട്. നമ്മളെന്നെ പറയും പണ്ട് ഞാൻ ഇങ്ങനെയൊന്നും വരുന്നു, ഞാൻ എങ്ങനെയൊക്കെ ഇരുന്ന ആളാണ്, ഞാൻ നന്നായി പാടുമായിരുന്നു, ഞാൻ എല്ലാ സിനിമയും കാണുമായിരുന്നു, ഇതൊക്കെ നമ്മൾ പറയണതാണ് അല്ലേ. ഇന്ന് ഞാൻ ഇങ്ങനെയായി ഒരു റിഗ്രറ്റോടെ നമ്മളെപ്പോഴും പറയും. അപ്പം ദർ ആർ തിങ്സ് ദാറ്റ് ഹാവ് ചേഞ്ച്. ഇവിടെ വലിയ വലിയ ദുരന്തങ്ങൾ വന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള 2 പേർക്ക് വേണ്ടിയിട്ടാണ് മഹർഷി ഇത് പറഞ്ഞു കൊടുക്കുന്നത്.
അപ്പോൾ ഈ ദേവീ മഹാത്മ്യം എന്ന് പറയുന്ന ഗ്രന്ഥം മുന്നിൽ വെക്കണ ആ പരമധീരമായിട്ടുള്ള ദർശനം തന്നെ എന്താണെന്ന് ചോദിച്ചാൽ, പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ആത്മീയ ജീവിതത്തിന് തടസ്സമല്ല, അവ ദുർഗയെ ഉണർത്താനുള്ള വഴികളാണ്. നമ്മുടെ അകത്ത് അമ്മയെ ഉണർത്താനുള്ള ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണെന്ന് വിചാരിച്ചോളണം, സന്തോഷിക്കണം. പല കോണ്ടെക്സ്റ്റുകളിലായിട്ട് എന്താണെന്നറിയില്ല, ഗുരുവായൂരപ്പൻ ഇങ്ങനെ കഴിഞ്ഞ് അടുപ്പിച്ചിട്ട് 6ാമത്തെ പ്രഭാഷണത്തിലാണ് ഈ എക്സാമ്പിൾ ഇപ്പോൾ പറയാൻ പോണത് വരുന്നത്. കുന്തിദേവി പറയുന്നുണ്ട് കൃഷ്ണൻ്റെ അടുത്ത്, ഭഗവാനെ എനിക്ക് ദുഃഖങ്ങൾ തരൂ. ഇന്നേ വരെ പറയാത്തൊരു കോണ്ടെക്സ്റ്റിലാണ്, പക്ഷേ ഇവിടെ അത് വർക്കാവണത്. കുന്തി ഡിപ്രഷൻ സിക്നസ് ഉള്ളവളായതുകൊണ്ടല്ല. ചില ആൾക്കാരുണ്ട് അവർക്ക് ദുരന്തം വന്നുകൊണ്ടിരിക്കണം, അതിലൊരു ലഹരിയാണ്. കുന്തിദേവി അതുകൊണ്ടല്ലാതെ ചോദിച്ചത്, തന്നെ തേച്ച് മിനുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോ തകർച്ചയും ആത്മീയമായിട്ട് കൂടുതൽ ഉയരാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ദുഃഖം തരുമെന്ന് പറഞ്ഞത്. ആ തലം മനസ്സിലാക്കണം. കാരണം അവർ ചില്ലറക്കാരിയല്ല, ചെറുപ്പം തൊട്ടിട്ട് മന്ത്രോപാസനയുള്ള ആളാണ്. 5 എണ്ണം പറഞ്ഞ് ആമ്പിള്ളേരെ വളർത്തിയ ആളാണ്. അതിൽ 3 എണ്ണത്തിനെ പ്രസവിച്ചതാ, ഒരാളെ നഷ്ടപ്പെടുത്തിയതാ, 6ാമതൊരാളെ മൂത്താളെ. ദുർവാസാവിനെ പോലുള്ളൊരു മഹർഷിയെ പ്രീതിപ്പെടുത്തിയിട്ട് മന്ത്രം കിട്ടിയിട്ടുള്ള ആളാണ്. അവസാനം കാട്ടുതീയിലേക്ക് സധൈര്യം നടന്നു കയറിയ ആളാണ്. ജീവിതത്തിൽ സുഖം സന്തോഷം എന്നുള്ള അമ്മ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് തപസ്വിനിയാണ്, യോഗിനിയാണ്. ആ ദേവി പറയുകയാണ് കൃഷ്ണൻ്റെ അടുത്ത്, എനിക്ക് ഇനിയും ദുഃഖം എന്താ? നമ്മൾ എനിക്ക് ഇവർക്കെന്താ തലയ്ക്ക് സുഖമില്ലേ, ഇവരെന്താ ഇങ്ങനെ പറയണത്? അവരുടെ തലത്തിൽ നിന്നത് ആലോചിക്കണം. കാരണം ഓരോ തകർച്ചയും അവർ ഭഗവാനിലേക്ക് കൂടുതൽ മുറുക്കി പിടിച്ച്, ഞാൻ ഇന്ന് രാവിലെ കൂടെ പറഞ്ഞു, അമ്മയോടാണെങ്കിലും ഗുരുവായൂരപ്പനോടാണെങ്കിലും മഹാദേവനോടാണെങ്കിലും സ്വാമിയോടാണെങ്കിലും മുരുകനോടാണെങ്കിലും അങ്ങനെയാണ്, ഭഗവാനെ എന്നെ കൈവിടല്ലേ എന്നൊന്നും പ്രാർത്ഥിച്ചേക്കരുത്. ഞാൻ ഇതെല്ലാ സ്ഥലത്തും പോയി പറയാറുണ്ട്. ഗുരുവായൂരപ്പ എന്നെ കൈവിടല്ലേ, അമ്മയെ എന്നെ കൈവിടല്ലേ എന്നൊന്നും പ്രാർത്ഥിക്കരുത്. ഞാൻ വിടില്ല എന്ന് പറയണം, ഞാൻ വിടില്ല. അമ്മ കൊടയും. ഇപ്പം കണ്ടിട്ടില്ലേ, വാശി പിടിക്കുന്ന കുട്ടികളെ അമ്മയുടെ സാരിയിൽ പിടിച്ച് കിടക്കണ്ടാവും, അമ്മ എടുക്കില്ല, വലിച്ച് ഇഴച്ച് നടക്കും. പക്ഷെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ അമ്മ എടുക്കും. അതുവരെ നമ്മൾ പിടിപെടരുത്. പിടിച്ച് അള്ളി പിടിച്ച് അട്ട പിടിക്കണവരെ പിടിച്ചിരിക്കണം. ഇങ്ങനെ പിടിക്കണവനെ കരയണ കുട്ടിക്ക് പാലുള്ളൂ ചോറുള്ളൂ എന്നൊക്കെ പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഈ ധീരദർശനം അതാണ്. പ്രതിസന്ധികളെന്ന് പറഞ്ഞാൽ ആത്മീയ ജീവിതത്തിന് തടസ്സമൊന്നുമല്ല. ചിലർ പറയും എൻ്റെ സാഹചര്യം എങ്ങനെയാണ്, നിങ്ങൾക്കൊക്കെ ജപിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കൊക്കെ അമ്പലത്തിൽ പോകാൻ പറ്റുന്നുണ്ട്, എൻ്റെ കാര്യം ഇങ്ങനെയായിപ്പോയി, എൻ്റെ കാര്യം ഇങ്ങനെയായിപ്പോയി. അമ്മമാരൊക്കെ ചിരിക്കുന്നത് എനിക്കറിയാം, എൻ്റെ അമ്മയടക്കം എല്ലാവരും ചിരിക്കും. ചെറുപ്പക്കാർക്ക് ഇതിൻ്റെ വേദന അറിയില്ല, പ്രായമാവണവർക്ക് അതിൻ്റെ വേദന ശരിക്കറിയും. പക്ഷേ അമ്മമാരുടെ അടുത്താണ് ഞാൻ പറഞ്ഞത്, അച്ഛന്മാരുടെ അടുത്താണ് പറഞ്ഞത്, ശരീരത്തിനെ സ്ഥിരമാക്കി വെക്കാൻ സാധിക്കുക എന്നുള്ളത് പറ്റാത്തതാണ് ആധ്യാത്മികതയിലെ ഏറ്റവും വലിയ കുഴപ്പങ്ങളൊന്ന്. ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് അടങ്ങിയിരിക്കാൻ പറ്റണില്ലേ? അതിനെ നിങ്ങളെന്തിനാ തടവറയായിട്ട് കരുതുന്നത്? അടങ്ങിയിരിക്കണ മനസ്സിൽ അടങ്ങിയിരിക്കണ ശരീരത്തിൽ അടങ്ങിയിരിക്കണ മനസ്സിനെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് അതിനെ അഡ്വാൻറ്റേജായിട്ട് ഉപയോഗിക്കും, അതിനെ തപസ്സാക്കുക. സാക്ഷാത്കാരം വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. സാക്ഷാത്കാരം കിട്ടാൻ അധികം നേരമൊന്നും വേണ്ട. ചേലപ്പറമ്പൻ പറഞ്ഞ മാതിരി 92 വയസ്സിലും വിഷയലംബടനായിട്ടിരുന്നിട്ട് ഭഗവാൻ അത് തിരിച്ചറിയിപ്പിച്ചു കൊടുത്തത് ഗുരുവായൂർ ആ കൊടിമരത്തിൻ്റെ അവിടെ പോയിട്ട് അബ്ദാർദ്ദേന ഹരിം പ്രസന്ന മകരവതാന ബാധിച്ചു. ധ്രുവന് വെറും 6 മാസം കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങണ ശ്ലോകമാണ്. ഭഗവാൻ അങ്ങനെയുള്ള നടക്കാണോ ഈ എനിക്ക് അവശേഷിച്ചിട്ടുള്ള അരനാഴിക കൊണ്ട് മോക്ഷം തരാൻ പറ്റാത്തത് ചോദിച്ചിട്ടൊരു നമസ്കരിച്ചു, പിന്നെ എണീച്ചില്ല സാക്ഷാത്കാരായി. അത്രയും വയസ്സ് വരെ അങ്ങനെ ജീവിച്ചിട്ട്. അപ്പോൾ സമർപ്പണത്തിൻ്റെ ശക്തിക്കാണ് പ്രാധാന്യം, അല്ലാണ്ട് എത്ര കാലം ചെയ്തു അങ്ങനെയൊന്നുമല്ല. സമർപ്പണമാണ് കർമ്മത്തിനെ കത്തിക്കണം. സമർപ്പണം കൊണ്ടേ കത്തിക്കാൻ പറ്റില്ല. അമ്മയെ ഭഗവാനൊക്കെ വശീകരിക്കാൻ അങ്ങനെ സാധിക്കുള്ളൂ, അല്ലെങ്കിൽ നടക്കില്ല. അപ്പോൾ ആത്മീയമായിട്ടുള്ള വളർച്ചയ്ക്ക് ഗുണമാണ് പ്രതിസന്ധി. അതുകൊണ്ടാണ് ശനിദശ ദ ബെസ്റ്റാണ്, രാഹുദശ ദ ബെസ്റ്റാണ്. നമ്മൾ ശനിദശയാണ് എന്ന് പറഞ്ഞിട്ട് ശമിക്കും, ചെയ്യരുത്. ശനി പഠിപ്പിക്കുന്നവനാണ്. നമ്മൾ വ്യാഴത്തിനെ ഗുരുനാഥൻ എന്നൊക്കെ പറഞ്ഞാലും ജീവിതം പഠിപ്പിക്കുന്നത് ശനിയാ ഗുരുനാഥൻ. ശരിക്ക് നമ്മൾ സാധാരണക്കാരൻ്റെ ഗുരുനാഥൻ ശനീശ്വരനാണ്. ശനി പഠിപ്പിക്കണ മാതിരി ഡിസിപ്ലിൻ വേറെ ആരും പഠിപ്പിക്കില്ല. അടിച്ച് കത്തിച്ച് പഠിപ്പിക്കും, എന്നിട്ട് പോണ പോക്കിൽ അനുഗ്രഹിച്ചും പോകും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭഗവാനെ തള്ളി പറയരുത്. ഈ കല്യാണം, വീട്, വാഹനം ഇതൊക്കെ ആരാ തരണം? ശനി സ്പർശിച്ചാലേ കിട്ടുള്ളൂ. ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ലോണ്, മാനസിക ബുദ്ധിമുട്ട് അത് മൂപ്പര ഉണ്ടാക്കണം. അതുകൊണ്ട് അതൊക്കെ തരണമെന്ന് പറയും ചിലർ തമാശയായിട്ട്. അപ്പോൾ നമ്മുടെ സമനില തെറ്റുമ്പോൾ ദുർഗ ഉദയം ചെയ്യും.
പ്രപഞ്ചത്തിൻ്റെ സന്തുലിതാവസ്ഥ തെറ്റുമ്പോൾ ദുർഗ ഉദയം ചെയ്യും. അവൾ വരുന്നത് സുഖസൗകര്യങ്ങൾ സംരക്ഷിച്ച് നമ്മുടെ കംഫർട്ട് സോൺ സുഖാക്കി ഇരുത്തി തരാനൊന്നുമല്ല, പക്ഷേ നമ്മുടെ ഇനേർഷ്യ, നമ്മുടെ മന്ദത, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് തളർന്ന് മരവിച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് ഒറ്റ ചവിട്ടണം, എണീക്ക്, പണിയെടുക്കും, ചാട് എന്ന് പറഞ്ഞിട്ട് ചാടിക്കാനാണ്. ആ ഊറ്റത്തിൽ ദേവി ഉയർന്നു വരുന്നതെന്നാണ് പറഞ്ഞത്. ആ നിശ്ചലത ഇല്ലാണ്ടാക്കാനാണ് അമ്മയെ ആവാഹിക്കുന്നത്. ഈ അർത്ഥത്തിൽ ദുർഗ സുരക്ഷയുടെ ദേവതയേ അല്ല, പക്ഷേ എല്ലാ സമ്മർദ്ദഘട്ടങ്ങളിലും നിലനിൽക്കുന്ന സത്യത്തിൻ്റെ ദേവതയാണ്. നമ്മൾ അമ്മയെ വെറും ഒരു പ്രൊട്ടക്റ്റീവ് ഫോഴ്സ് മാത്രമായിട്ട് ചുരുക്കുകയാണ്. അമ്മ വെറും പ്രൊട്ടക്ഷൻ്റെ ദേവതയല്ല. എല്ലാം നശിച്ചാലും നമ്മുടെ ഉള്ളിൽ തെളിതാളം പോലെ ഒരു തിരി നിൽക്കേണ്ടതുണ്ട് ബോധത്തിൻ്റെ. ആ ബോധത്തിൻ്റെ ദേവതയാണ് ദുർഗ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ അകത്തുള്ള 3 ആന്തരിക ഘടനകളെയും ഇതിൻ്റെ ഉള്ളിൽ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെയാണ് ദേവി മഹാത്മ്യത്തിൻ്റെ ആ ഫിലോസഫിക്കൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അത് ദുർഗയുടെ സങ്കല്പമായിട്ട് എത്ര ഭംഗിയായിട്ടാണ് ചേർത്ത് നിർത്തിയിരിക്കണം. നമുക്ക് മോഡേൺ സൈക്കോളജിയിൽ ഈ അവസ്ഥകളെ ഇന്ന് നമ്മൾ നമ്മുടെ അകത്തും പുറത്തും കാണുന്ന എല്ലാ പ്രതിസന്ധികളുമായിട്ടും നമുക്ക് താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ ഈശ്വര ഇതന്നെയല്ലേ അത് നമുക്ക് തോന്നും. ഈ മധുകൈടവന്മാരാവട്ടെ, മഹിഷാസുരനാവട്ടെ, ശുംഭനിശുംഭന്മാരാവട്ടെ, നാരായണൻ ഉറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കർണമലത്തുനിന്ന് ജനിക്കണമെന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ നമ്മുടെ ബോധമില്ലാണ്ടിരുന്ന ഈ ചെവി കൂടെ കേൾക്കുന്നതൊക്കെ കർണമലവും, അതിൽ നിന്നുണ്ടാവുന്ന ദുഷിപ്പാണത്. കാരണം കേട്ടിട്ടാണ് ആദ്യം നമ്മൾ കുഴപ്പങ്ങളും പഠിക്കുന്നത്, നല്ലതും പഠിക്കുന്നത്. ശ്രവണം കീർത്തനം വിഷ്ണോസ്മരണം എന്നാണ്. ആദ്യം കേൾക്കുക, അമ്മയുടെ ഗർഭത്തിലിരിക്കുമ്പോൾ ശബ്ദം കേൾക്കണം, ആദ്യം അമ്മയുടെ ഹൃദയമിടിപ്പാണ് കേൾക്കണം. അപ്പോൾ കേൾവി കൂടെയാണ് പുറത്തൊരു പ്രപഞ്ചം ഉണ്ട് എന്ന് തിരിച്ചറിയണത്. കണ്ടിട്ടല്ല ആദ്യം ആരും അറിയണത്, കേട്ടിട്ടാ. സ്പന്ദനം കേൾക്കുക ചെയ്യണം, ആ മിടിപ്പ് അറിയണം, കേട്ടിട്ടാ അറിയണം. ക്രമാനുക്രമമായിട്ടാണ് പിന്നെയാണ് കാണുന്നത്. കേൾവി കൊണ്ട് മാത്രം ഭഗവാനെ കിട്ടിയ ആളാണ് രുക്മിണി. ഇങ്ങനെ ഒരാളുണ്ടെന്ന് കേട്ടിട്ടേ ഉള്ളൂ, കേട്ടു പ്രണയായി. കാണുന്ന എപ്പോഴാണ് വലിച്ച് തേരി കയറ്റിയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ, ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കുമ്പോഴാണ് അന്വേരും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത്. എന്നാണെങ്കിൽ പിന്നെ വാട്സപ്പ് ഫേസ്ബുക്കൊക്കെ ഉണ്ട്, മെസ്സേജൊക്കെ അയക്കാം, വീഡിയോ കോൾ വിളിക്കാം. അന്ന് അതൊന്നുമില്ല. അതിൻ്റെ ഒരു ബ്യൂട്ടി നമുക്ക് അറിയാൻ സാധിക്കില്ല, മനസ്സിലാക്കാനും സാധിക്കില്ല, അതിൻ്റെ സൗന്ദര്യം. അങ്ങനെ ഭഗവാനെ കിട്ടണം. അതുകൊണ്ടാണ് അത് ബ്രഹ്മാകാര വൃത്തിയാണ്, ബ്രഹ്മവിദ്യയാണ്, ജീവൻ തന്നെയാണ് രുക്മിണി. അതുകൊണ്ടാണ് രുക്മിണിയുടെ കല്യാണം മാത്രം നമ്മൾ ഭാഗവതത്തിൽ ആഘോഷിക്കുന്നത്. ഭഗവാൻ വേറെയും ഭാര്യമാരുണ്ട്. യഥാർത്ഥത്തിൽ മഹാഭാരതത്തിൽ രുക്മിണിയെ നമ്മൾ കാണില്ല, ഒരൊറ്റ ഭാര്യയുള്ള മഹാഭാരതത്തിൽ, സത്യഭാമ മാത്രം. പക്ഷെ നമ്മൾ രുക്മിണിയുടെ കല്യാണം ആഘോഷിക്കുക. കാരണം രുക്മിണി നമ്മളാണ്, ജീവനാണ്. ആ ജീവൻ പരമാത്മാവിനോട് ചേരുന്ന ഉത്സവമാണ് രുക്മിണി സ്വയംവരം. അതുകൊണ്ടാണ് അത് ആഘോഷിക്കുന്നത് ഇത്ര ഗംഭീരമായിട്ട്. ഇത് തിരിച്ചറിയാം. അപ്പോൾ ഈ മധുകൈടവന്മാരെ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഈ പുറത്തുനിന്ന് സ്വീകരിച്ചുണ്ടാക്കിയിട്ട് ഉണർത്തിയെടുക്കണ സഹജവാസനകളാക്കി മാറ്റുന്ന ദുഷിപ്പുകളും, അതേമാതിരി തന്നെ നമ്മുടെ ബോധം പൂർവ്വമല്ലാത്ത ശീലങ്ങളുമാണ്. അതേമാതിരി തന്നെ മഹിഷാസുരൻ പോത്തിൻ്റെ തലയാണ്. നമ്മൾ ഒരു പോത്താണ് അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല. വെട്ടുപോത്തിൻ്റെ സ്വഭാവം. എന്ത് ഈ പോത്ത്? അഹങ്കാരം പിടിച്ച് കറങ്ങി നിൽക്കണവൻ. അവൻ എന്തു പറഞ്ഞാലും അവൻ്റെ തലയിൽ കയറണം. അതുകൊണ്ട് അവന് പോത്തിൻ്റെ രൂപം കൊടുത്തിരിക്കണം. അതുകൊണ്ടാണ് അഹങ്കാരം എവിടെ ഇരിക്കണം? തലയിലായിരിക്കണം. ഈ തലയിൽ അഹങ്കാരം കളയാനാണ് തലയ്ക്ക് ഒഴിഞ്ഞിട്ട് തേങ്ങ അടിക്കണം. ശരിക്കും തലയാണ് അടിക്കേണ്ടത്, പക്ഷെ അത് പറ്റാത്തതുകൊണ്ട് തേങ്ങ അടിക്കും. അത് ചെയ്യാതെ ഗണപതിയുടെ മുന്നിൽ തേങ്ങ അടിക്കുമ്പോൾ അഹങ്കാരം വിചാരിച്ചാൽ വിഗ്രഹം പോവില്ല. വിഗ്രഹം പോകേണ്ടത് എവിടെ? ഏതാ ഏറ്റവും വലിയ വിഗ്രഹം? നമ്മുടെ അഹങ്കാരം. അതാണ് നമ്മുടെ സകല കാര്യങ്ങളുടെയും തടസ്സം. അതടിക്കാനാണ് ഈ ഒഴിയണത്. അത് തന്നെ മഹിഷൻ്റെ തലയായിട്ട് കൊടുത്തിരിക്കുന്നു. തല വെട്ടി അതിൻ്റെ മുകളിലാണ് മഹിഷാസുരമർദ്ദിനി നിൽക്കുന്നത്. അഹങ്കാരത്തിൻ്റെ മുകളിൽ ബോധമണ്ഡലത്തിൻ്റെ ശക്തിയായിട്ടുള്ള ബുദ്ധിയുടെ സകല പ്രതിസന്ധികളിൽ ഏതൊരു ബുദ്ധിശക്തിയാണോ ഉണർന്നിരിക്കുന്നത് ആ പവർ നിൽക്കുന്നതാണ് മഹിഷാസുരമർദ്ദിനി എന്ന് പറയണ ഭാവം. അതേപോലെ തന്നെ ശുംഭനിശുംഭന്മാരാവട്ടെ, വെറുപ്പും എന്താ പറയുക, അഹങ്കാരത്തിൻ്റെ അതേമാതിരി ഉടമസ്ഥാവകാശം. അതല്ലേ, നീ ഞങ്ങളുടെ ഭാര്യയാവ് ദേവിയെപ്പോലും പ്രകൃതിയെപ്പോലും എൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണവളാകണമെന്ന് കരുതുന്ന മൂഢത്വമാണ്. അത് മഹിഷാസുരനുണ്ട്, ശുംഭനിശുംഭന്മാരിലും കാണാം. ഒരുപാട് വിസ്തരിക്കാനുണ്ട് ആ ഭാഗങ്ങളൊക്കെ. നല്ല രസമാണ്. ഇത് മുഴുവൻ നമ്മുടെ അകത്തുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ മനസ്സിൻ്റെ കുഴപ്പങ്ങളെ എങ്ങനെ ഈ ചൈതന്യം വേരോടുകൂടി ഇല്ലാണ്ടാക്കണോ, നമ്മളെ എങ്ങനെ ശുദ്ധീകരിക്കണോ എന്നുള്ളതിൻ്റെ നേർപാഠാണ് ദേവി മഹാത്മ്യം എന്ന് പറയണത്. അതുകൊണ്ട്
അമ്മ വന്നിട്ട് ഈ ശക്തികളായിട്ട് വിട്ടുവീഴ്ചയും സന്ധിയൊന്നും ചെയ്യില്ല. കമോൺ, ഒരു ലെറ്റ്സ് ഹാവ് എ ഷേക്ക് ഹാൻഡ്, നമുക്കൊരു പാക്റ്റിലെത്താം. ഒരു സന്ധി സംഭാഷണം ഒന്നുമില്ല, സ്ട്രെയിറ്റ് കയറുക. വിട്ടുവീഴ്ചയില്ലാത്ത യുദ്ധമാണ്. മകൻ പോലും അങ്ങനെയല്ല, മുരുകൻ പോലും അങ്ങനെയല്ല. മുരുകൻ താരകാസുരൻ്റെ അടുത്തും ശൂരപത്മൻ്റെ അടുത്തൊക്കെ പറയും, എന്തിനാ വെറുതെ ഇങ്ങനെയൊക്കെ ജീവിക്കണേ, ഒരു നല്ല ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചൂടെ, ലോകത്തിനേക്ക് ഇങ്ങനെ ഉപദ്രവിക്കണോ. ഭഗവാൻ ജ്ഞാനപണ്ഡിതരാണ്, അതുകൊണ്ട് ഉപദേശിക്കും. വേലൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ട് നല്ലതായിട്ടൊക്കെ സംസാരിച്ചിട്ട് നേരാക്കാനൊക്കെ നോക്കും. എന്നിട്ടും പറഞ്ഞ് കേൾക്കാതെ വരുമ്പോൾ അപ്പോഴും കൈകൊണ്ട് കൊല്ലില്ല. ഞാൻ സാധാരണ പറയാറ്, പോയി കൊന്നിട്ട് വാന്ന് പറഞ്ഞിട്ട് മൂപ്പര് മിണ്ടാണ്ടിരിക്കും. നമ്മൾ ഈ സിനിമയിലും സീരിയലിലും ചിത്രത്തിലും കാണാൻ മാതിരി വേലും പിടിച്ച് നിൽക്കുകയൊന്നുമില്ല മുരുകൻ. വേലിനോട് പറയും, നീ പോയി കൊന്നിട്ട് വാന്ന്. അദ്ദേഹം സ്പർശിക്കില്ല ആയുധം. സ്കന്ദപുരാണം എടുത്ത് വായിച്ചു നോക്കൂ, എവിടെ വേലിനെ സ്പർശിക്കണമെന്ന്. പിടിച്ചു നിൽക്കുന്നല്ലാതെ വധിക്കാൻ അതിനൊരു ജീവനുണ്ട്. അത് ഭഗവാനെ 3 വട്ടം പ്രദർശനം വെച്ച് നമസ്കരിച്ചിട്ട് പോയി കൊന്ന് ആ രക്തത്തെ പോയി ഗംഗയെ പോയി മുങ്ങി കഴുകി വീണ്ടും വന്ന് നമസ്കരിച്ച് വലം വെച്ച് അവിടെ പോയി നിൽക്കും. അങ്ങനെയാണ് ഭഗവാന്റെ വധങ്ങൾ. അമ്മ അങ്ങനെയല്ല, അമ്മ ഇറങ്ങി പണിയെടുക്കും. ഈ 10 കയ്യിലും 20 കയ്യിലും 30 കയ്യിലും 40 കയ്യിലും 1000 കയ്യിലും വാളും പരിചയും സകലായുധങ്ങളോടും കൂടിയിട്ടാണ് അമ്മ യുദ്ധത്തിന് ഇറങ്ങണേ തന്നെ. ആ ആളെയാണ് പോയിട്ട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്. ഈ അഹങ്കാരം, വരൂ എൻ്റെ വൈഫാവൂ, നിന്നെ ഞാൻ രാജ്ഞിയെ പോലെ വാഴിച്ചോളാം എന്നൊക്കെ പറയണത് ഈ സിംഹത്തിൻ്റെ പുറത്ത് കയറിയിട്ട് ഇമാതിരി വരുന്ന ആളോടാണ് ഇവർ ദൂതന്മാരെ വിട്ടിട്ട്. അപ്പോൾ അഹങ്കാരത്തിന് പ്രകൃതിയെ മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. അതുകൊണ്ട് ദുർഗ എന്ന് പറഞ്ഞാൽ വ്യക്തിരൂപത്തിലുള്ളൊരു ശക്തിയല്ല, ശക്തിയില്ലാത്ത, അതായത് വ്യക്തിരൂപമല്ല, ശക്തിയാണ്. ശക്തിയില്ലാത്ത ബ്രഹ്മം നിഷ്ക്രിയമാണ്. ബ്രഹ്മമില്ലാത്ത ശക്തിയെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കില്ല. അതായത് ഈ ബ്രഹ്മത്തിൻ്റെ ഉള്ളിലില്ലാത്ത ശക്തി നമുക്ക് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ കാണായ പ്രപഞ്ചത്തിൽ മുഴുവൻ ഒരു ബോധം ഇങ്ങനെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഇതിനെ ആരാ വർക്ക് ചെയ്യിപ്പിക്കുന്നത്? ആ വർക്ക് ചെയ്യുന്നതിൻ്റെ പേരാണ്, ആ വർക്ക് ചെയ്യുന്ന ആ വിദ്യുത് ശക്തിയുടെ ഇലക്ട്രിസിറ്റിയുടെ പേരാണ് ദേവി എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ കാണായ സകല വസ്തുക്കളായിട്ട് നിൽക്കുന്നത്. അവൾ വിഘടിച്ചാൽ നമ്മളടക്കം സകലതും ലയിച്ചു പോവും. അങ്ങനെ പോകുമ്പോൾ അതിനെ പ്രളയം എന്ന് വിളിക്കും. ഇതാണ് ഫൈനൽ ഡിസൊല്യൂഷൻ സംഭവിക്കുന്നത്. അതുകൊണ്ട് സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെയാണ് ദുർഗ എന്ന് പറയുന്നത്. ശാക്താദ്വൈതം എന്ന് പറയും. ശക്തിയുടെ കാഴ്ചപ്പാട് കൂടെ അദ്വൈതം പറയാം. സദാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഹ്മത്തെ തന്നെയാണ് നമ്മൾ ദുർഗ എന്ന് പറയുന്നത്. എവിടെയൊക്കെ ഇംബാലൻസ് വരുന്നുണ്ടോ, അസന്തുലിതാവസ്ഥ വരുന്നുണ്ടോ, അതിനോട് ക്രിയേറ്റീവ്ലി പ്രതികരിക്കുന്ന എന്തുണ്ടോ അതാണ് ദുർഗ. അങ്ങനെ ആ അമ്മ ഇത് ഞാനൊരു 5 മിനിറ്റ് കൂടെ എടുക്കും. നമ്മൾ തുടങ്ങാൻ അരമണിക്കൂർ വൈകിട്ട് ഞാൻ 2 മണിക്കൂർ കണക്കാക്കിയിട്ടാണ്. ഞാൻ എപ്പോഴും യാചിച്ച് വാങ്ങാറുണ്ട് സമയം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആ ദേവതയോട്, ആ അമ്മ കേൾക്കാണ്ടിരിക്കേണ്ട ഇവിടെ ആ ദേവിക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ അവിടെ ഒരാളിരുന്നാലും പറയുക എന്നുള്ളതാണ്. അപ്പോൾ ആത്മീയമായിട്ടുള്ള പ്രതിസന്ധികൾ, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ദേവി മഹാത്മ്യം വായിച്ചു കഴിഞ്ഞാൽ ഒരു സിദ്ധൌഷധമാണ്. അമ്മ ഉണരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത് കട ആവട്ടെ, രോഗമാവട്ടെ, ദാരിദ്ര്യമാവട്ടെ, എന്തോ ആവട്ടെ, അതൊന്നും ഒരു പടി കൂടെ മുകളിലേക്ക് നമുക്ക് ചിന്തിക്കാം. നമ്മളിതൊക്കെ സെറ്റിൽ ചെയ്തു എന്ന് വയ്ക്കുക. ആത്മീയമായിട്ടും വളരണമല്ലോ. നമ്മുടെ ജോലി അതാണല്ലോ, അത് പറയാനാണല്ലോ നമ്മളിവിടെ വന്ന് വ്യാസപീഠത്തിലിരിക്കുന്നത്. അങ്ങനെ ആത്മീയമായിട്ട് വളരണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അവിടെയും പ്രതിസന്ധികൾ വരും. ഉള്ളിനുള്ളിൽ അഹങ്കാരം വരും. ചിലപ്പോൾ ഞാൻ ഇത്ര ജപിക്കുന്നുണ്ട്, ചിട്ടയായിട്ട് ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്. ചിലരോട് പറയും, ഞാൻ വേറൊന്നും ചെയ്യണില്ല, ഞാൻ കറക്റ്റായിട്ട് വിളക്ക് കൊളുത്തും, ഞാൻ കറക്റ്റായിട്ട് ജപിക്കും. മതി, അത് അഹങ്കാരമാണ്. അത് വന്നാൽ പോലും അഹങ്കാരമാണ്. ഞാൻ തമാശയ്ക്ക് പറയാറില്ലേ, ചില സ്ഥിരം കേൾക്കണവർക്കറിയാം, ക്ഷമിക്കുക ഞാൻ റിപ്പീറ്റ് ചെയ്യണത്. ഞാൻ ഈ മാതൃസമിതികളുടെ വായന ശ്രദ്ധിക്കും. അമ്പലങ്ങളിൽ ഈ അമ്മമാരിരുന്നിട്ട് സഹസ്രനാമം വായിക്കണത്. അപ്പോൾ ഏതെങ്കിലും ഒരു അമ്മ പാവം കണ്ണിൻ്റെ പവർ ശരിയായിരിക്കില്ല, മക്കൾ കൊണ്ടേ കാണിച്ചിട്ടുണ്ടാവില്ല, കണ്ണട മാറ്റിയിട്ട് തന്നെ കാലം ഉണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ സംസ്കൃതം പഠിച്ചു വരാനാണ്. ഇപ്പോൾ അടുത്തായിരിക്കും സഹസ്രനാമം എന്നൊരു സംഭവം ഉണ്ടെന്ന് തന്നെ അറിഞ്ഞത്, റിട്ടയർ ചെയ്ത് വന്നപ്പോൾ. അതുവരെ അറിയില്ല ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് അപ്പോഴാണ് അറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അമ്മ ഇരുന്ന് വായിക്കുന്നത്. അപ്പോൾ ഈ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ മഹാചതുഷ്ടി കോടി യോഗിനി പരിസേവിത എന്ന് പറഞ്ഞിട്ട് ഇവരിങ്ങനെ ട്യൂണിൽ അമ്മമാരൊക്കെ വായിക്കുമ്പോൾ ഇത് ചതുഷ്ടെ പോവും. തെറ്റി ഉടനെ ഈ 50 അമ്മമാരിൽ ഒരാളാണ് തെറ്റിച്ച് ഈ 41 അമ്മമാരും പാരായണം നിർത്തിയിട്ട് ഒറ്റൊരു ഒറ്റ നോട്ട, അതോടുകൂടി സ്വാഹ. പിന്നെ ഈ അമ്മ പേടിച്ചിട്ട് അമ്പലത്തിൽ വരില്ല. എന്നിട്ട് പറയും, ഞാനില്ല അപ്പോൾ അമ്പലത്തിലേക്ക്, എന്താ ഓരോ പെണ്ണുങ്ങൾ എന്ന് പറയും. അതോടുകൂടി അവസാനിച്ചു. നോക്കൂ, ഈ 49 പേരുടെ ആത്മീയത സ്വാഹയാണ് അതോടെ. ഈ അമ്മയുടെ കോൺഫിഡൻസ് സ്വാഹയാക്കുമ്പോൾ പോകുന്നത് ഈ 49 പേര് അത്രയും കാലം ജപിച്ചുണ്ടാക്കിയതാണ്, അത് പോയി കിട്ടി. അതുകൊണ്ട് ചില ആൾക്കാരുണ്ട് പുസ്തകം
ദേവിമഹാത്മ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, കാണാതറിയെങ്കിലും ഗ്രന്ഥം നോക്കണം എന്നാ. അതും അവനവൻ്റെ കൈകൊണ്ട് എഴുതിയത് പാടില്ല എന്നാ. അഹങ്കാരമാണ് അത്ര. അവനവൻ്റെ കൈകൊണ്ട് എഴുതിയാൽ ഞാൻ എഴുതിയത് തെറ്റുണ്ടാവില്ല എന്നുള്ള അഹങ്കാരമാണല്ലോ. അതുകൊണ്ട് അവനവൻ്റെ കൈകൊണ്ട് എഴുതിയതിൻ്റെ പ്രശ്നം. വേറൊരാൾ കുറ്റം തിരുത്തിയിട്ടുള്ള അത്രയും കറക്റ്റായിട്ടായിരിക്കണം എന്നാണ്. അപ്പോൾ ഇത് നോക്കി അത്ര വായിക്കാം. ചിലരുണ്ട് സഹസ്രനാമം വായിക്കുമ്പോൾ അങ്ങനെ നോക്കിയിട്ട് ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. തൊഴുകയോടുകൂടി ഗ്രന്ഥം സ്പർശിക്കാണ്ട കൈകൊണ്ട് പിടിച്ചിട്ട് വേണമെന്നൊക്കെയാണ് ശരിക്കും പഴയകാലത്ത്. ഇതത് കഴിഞ്ഞാൽ നിലത്ത് അവിടെ ഇടും, എന്നിട്ട് എണീച്ചിട്ട് അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കും, ഇടുപ്പ് വനാക്കിയിട്ട്. അതവിടെ നിലത്ത് കിടക്കുക. ഈ അക്ഷരരൂപത്തിലുള്ള അമ്മ ആരാ? ലളിത. അപ്പം ഇതാണ്. അപ്പം ഞാനിത് ചിരിക്കാൻ പറയല്ലോ, ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു ആത്മപരിശോധനയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ആത്മീയമായിട്ടുള്ള പ്രതിസന്ധികളിലും ഈ ദേവി മഹാത്മ്യം പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. ഇതിൽ ഓരോ ചരിത്രത്തിലും എടുത്തു നോക്കി അമ്മയുടെ യാത്രയിൽ ഈ ദുർഗ എന്ന് പറയുന്ന ശക്തിയെക്കുറിച്ചിട്ട് 12-ാം അധ്യായത്തിൽ ആ പേര് പറയണമെന്നുണ്ടെങ്കിലും ആ ദേവിയെ എങ്ങനെയാണ് മഹാസരസ്വതിയിലും മഹാകാളിയിലും മഹാലക്ഷ്മിയിലും ഘടിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ഇനി പോയി വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ അകത്തുണ്ടാവണ ഭയം, നമ്മുടെ അകത്തുണ്ടാവണ അസ്ഥിരത, ഇതിൻ്റെ ഘട്ടങ്ങൾ എന്താണ്, അത് നമ്മളെ ഒബ്സർവ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. നമ്മളെ ഒബ്സർവ് ചെയ്യുമ്പോൾ പറയും, ആദ്യം പേടി വരുമ്പോൾ ചിന്തിക്കും ഈ പേടി എവിടെയാണ് നിൽക്കണമെന്ന്. നമ്മൾ പറയും എൻ്റെ നെഞ്ചിൽ കല്ലിട്ട പോലെ, എൻ്റെ വയറിലൊരു കാളൽ, എൻ്റെ മുട്ടിലൊരു പെരുപ്പ്, തലയ്ക്കൊരു മന്ദത. ഭയം നിൽക്കണത് അവിടെയാണ്. ഭയം എപ്പോഴും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിനെ കേന്ദ്രീകരിച്ചേ നിൽക്കുള്ളൂ. അതെവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ് ആ നിമിഷം അത് ആവിയാവണമെന്ന് പറയും. അത് വിട്ടു. അതറിയാത്തിടത്തോളം ആ ഭയവും ചുമന്നുകൊണ്ട് നമ്മൾ ജന്മജന്മങ്ങൾ നടക്കും, കാലങ്ങൾ നടക്കും. ഇത് അർജുനനും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഭംഗിയായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഭയത്തിൻ്റെയും അസ്ഥിരതയുടെയും ഘട്ടങ്ങൾ എന്താ പറഞ്ഞു തരും. മാനസികമായിട്ടുള്ള ആശയക്കുഴപ്പവും ഇമോഷണലായിട്ട് വരുന്ന തളർച്ചയും വികാരത്തിൻ്റെ ആധിക്യം കൊണ്ട് നമ്മൾ ചിലപ്പോൾ മരവിച്ച അവസ്ഥയിലിരിക്കും. കുമാരനാശാൻ എഴുതിയ പോലെ ഭാവത്തിൻ പരകോടിയിൽ സ്വയം അഭാവത്തിൻ സ്വഭാവം വരാമെന്ന്. ഒരു ഫാൻ ഭയങ്കര സ്പീഡ് കറങ്ങുമ്പോൾ കുറേ സ്പീഡ് കുടിക്കഴിഞ്ഞാൽ ഫാൻ നിൽക്കണമെന്ന് തോന്നും. ദുഃഖം ഒരുപാടാകുമ്പോൾ മരവിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ചിരി ഒരുപാടാകുമ്പോൾ ചിരിച്ച് അത് പറഞ്ഞാൽ അങ്ങനെ മരവിച്ച് ചിലപ്പോൾ മരിച്ചു പോകും അല്ലേ. അതുകൊണ്ട് ഏത് വികാരത്തിൻ്റെ ഒരു ഹൈറ്റുണ്ട്, ആ ഹൈറ്റിനെയാണ് ദേവി മഹാത്മ്യം കാണിച്ചു തരുന്നത്. അതാണ് ഈ ലോകത്തിലെ വാസനകൾ വർദ്ധിച്ചിട്ട് എത്തുക എന്ന് പറയുന്നൊരവസ്ഥ. ലക്ഷ്യബോധം നഷ്ടപ്പെടുക, ആവർത്തിച്ച് പരാജയങ്ങൾ ഉണ്ടാവുക, സമൂഹത്തിൽ അസ്വസ്ഥതകൾ ഉണ്ടാവും. അതാണ് ഋഷിമാർ ദുഃഖിച്ചു, ദേവന്മാർ ദുഃഖിച്ചു, മനുഷ്യർ ദുഃഖിച്ചു എന്നൊക്കെ പറഞ്ഞാൽ സാമൂഹികമായിട്ട് നമ്മളൊക്കെ ഒന്ന് അനുഭവിക്കണേ തന്നെ. ഈ അവസ്ഥകളൊക്കെ മാറ്റാൻ ഈ ഗ്രന്ഥത്തിനെയാണ് പാരമ്പര്യമായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാരണം ഈ ഗ്രന്ഥത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശക്തി ഈ ദുർഗയാണ്. അവളെ തലയ്ക്ക് വെച്ച് കിടക്കുക എന്നാണ് പറയുക. ദുസ്വപ്നം കാണാതിരിക്കാൻ ദാമ്പത്യമുള്ളവർ ചെയ്യരുത്. ശുദ്ധമായിട്ടാണെങ്കിൽ തലോണടിയിൽ ദേവി മഹാത്മ്യം ഗ്രന്ഥം വെച്ചിട്ട് കടന്നുറങ്ങിയാൽ ഒരു ദുസ്വപ്നവും കാണില്ല. പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ചിട്ട് ഇൻസോംനിയ, രാത്രി ഉറക്കല്ലായ്മ ഉണ്ടല്ലോ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, തലോണ നന്നായിട്ട് കൈകൊണ്ട് ഒരു 3 പ്രാവശ്യം തുടയ്ക്കുക കിടക്കണതിന് മുമ്പ്. മോതിര വിരലുകൊണ്ട് ഓം നമോ നാരായണായ എന്ന് എഴുതുക. കാല് കഴുകിയിട്ടേ വന്ന് കിടക്കാവൂ. കഴിയുന്നതും 12-ാം ഭാവമാണ് കാല്. അതുകൊണ്ടാണ് കാല് കഴുകണത്. ജാതകത്തിലെ 12-ാം ഭാവമാണ് ഉറക്കും. അതിനെ ശുദ്ധാക്കുക. തലയ്ക്കൽ ദേവി മഹാത്മ്യം ഗ്രന്ഥം വെച്ച് കിടക്കുക. ഒരു ദുസ്വപ്നവും കാണില്ല. യക്ഷിയെപ്പോലും ഓടിക്കുന്ന ഗ്രന്ഥമാണ്. അതിനെ എറിഞ്ഞിട്ട് രക്ഷപ്പെട്ട കഥകളുണ്ട്. യക്ഷിയുടെ നേരെ ഗ്രന്ഥത്തെ എറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ട കഥകളുണ്ട് ഐതിഹ്യമാലയിൽ. അതാ ദുർഗാശക്തിയാണ്. എവിടെ ഭീതി വരുന്നോ അതിനെ വിവേചിച്ചറിയാനുള്ള ബുദ്ധിയുടെ പവറാണത്. പ്രപഞ്ച ബുദ്ധിയുടെ ശക്തിയാണ് ദുർഗ എന്ന് പറയുന്നത്. കാരണം ദേവി മഹാത്മ്യം നമ്മുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ പുനഃക്രമീകരിച്ച് തരും, റീസ്ട്രക്ചർ ചെയ്ത് തരും. അതാണ് അതിൻ്റെ വിജയം. ഗീത എന്താണോ ചെയ്യണത് അത് തന്നെയാണ് ദേവി മഹാത്മ്യം ചെയ്യണത്. അതാദ്യം തകർച്ചകളെ അംഗീകരിക്കാൻ പഠിപ്പിക്കുക. ആദ്യം നമ്മൾ നമ്മുടെ ഫെയിലിയേഴ്സിനെ അംഗീകരിക്കണം. ഞാൻ തോറ്റവനല്ല എന്ന് തോറ്റുകൊണ്ടിരിക്കുമ്പോഴും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടില്ല. നമ്മൾ തോറ്റവനാണെന്ന് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ലെസൺ. സുരതനും സമാധിയും അത് അംഗീകരിച്ചു. അപ്പോഴാണ് അവർക്ക് ദൈവമഹാത്മ്യം കിട്ടണതും. അതുപയോഗിച്ചിട്ട് ആ കഥയിലനുസരിച്ച് അവർ ഉപാസിച്ച് അമ്മയെ പ്രത്യക്ഷപ്പെടുത്തി ഒരാൾക്ക് രാജ്യവും ഒരാൾക്ക് മോക്ഷവും കിട്ടുന്നത്. അതുകൊണ്ട് ലൗകിക ജീവിതത്തിന് ഉപേക്ഷിക്കാൻ അമ്മ പറഞ്ഞിട്ടില്ല. മറിച്ച് ഈ ലോകത്തിൽ എങ്ങനെയാണോ ശരിയായിട്ടുള്ള രീതിയിൽ പങ്കുചേരേണ്ടത് പ്രപഞ്ചത്തിൻ്റെ താളത്തിനനുസരിച്ച് അത് അമ്മ തിരിച്ചറിവിൻ്റെ വ്യക്തത, അതിനെ നമ്മൾ വിദ്യ എന്ന് പറയും. അതേമാതിരി കർമ്മം ചെയ്യാനുള്ള ശേഷി ശക്തി എന്ന് പറയും. അതേമാതിരി എല്ലാം യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ
വിശ്രമിച്ചിരിക്കുക. ശാന്തി എന്ന് പറയും. വിദ്യ, ശക്തി, ശാന്തി, ഇത് മൂന്നും വാരിക്കോരി അമ്മ തരും. ഇതാ ഗ്രന്ഥത്തിൻ്റെ സാക്ഷിയാണ്. വ്യാസപീഠത്തിൽ ഇരുന്നാൽ പറഞ്ഞു, ആ അമ്മയെ സാക്ഷിയാക്കിയിട്ടാണ് പറഞ്ഞു. ദേവി മഹാത്മ്യം അത്ര സത്യമുള്ള ഗ്രന്ഥമാണ്. കാരണം അത് ദുർഗാസ്വരൂപമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഗൃഹസ്ഥരായിട്ടുള്ള നമുക്ക് അവസാനിപ്പിക്കുമ്പോൾ ഞാൻ പറയാം, നമുക്കുള്ള നിശബ്ദമായിട്ട് അമ്മ നമ്മളെ പഠിപ്പിക്കണേ. പ്രത്യേകിച്ച് ഗാർഹസ്ഥ്യത്തിൽ ഇരുന്നിട്ടും എന്തെങ്കിലുമൊക്കെ നേടണം ആത്മീയതയിൽ. ഈ പ്രാരബ്ധവും കുട്ടികളും മാത്രമല്ല, ഈ ചക്രത്തിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊന്ന് കടക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അമ്മ വ്യക്തമായിട്ടുള്ളൊരു വഴി കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ വഴിയിലുള്ളവരായിക്കോട്ടെ, മഹാദേവൻ്റെ വഴിയിലായിക്കോട്ടെ, സ്വാമിയുടെ വഴിയിലായിക്കോട്ടെ, ആരുടെ വഴിയിലും ആയിക്കോട്ടെ, ഇവിടെ അമ്മ കൃത്യമായിട്ട് കാണിച്ചു തരുന്ന 3 കാര്യങ്ങൾ ഓർത്താൽ മതി. ആത്മീയമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങാൻ എല്ലാം സെറ്റിലാവട്ടെ, ഒക്കെ സുഖാവട്ടെ എന്ന് കരുതി കാത്തു നിൽക്കരുത്. എത്ര നേരത്തെ തുടങ്ങാൻ പറ്റുമോ അത്ര നേരത്തെ തുടങ്ങണം. പ്രഹ്ലാദൻ അസുരക്കുട്ടികളോട് പറഞ്ഞ മാതിരി ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ പ്രഹ്ലാദനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. ആ ക്ലാസ് റൂം പുറത്തുനിന്ന് കൂട്ടിയിരിക്കുക. അപ്പോൾ ജനലിൻ്റെ അവിടെ വന്നിട്ട് കുട്ടികൾ നിന്നിട്ട്, എന്നാലും പ്രഹ്ലാദ നിന്നെ പിടിച്ച് പൂട്ടിയിട്ടല്ലോ, ഇങ്ങനെയാണ്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളും നാരായണനാമം ജപിക്കൂ, ഞാനും ജപിക്കുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും ഇവിടെ നിന്ന് ഭജന നടത്താം. അകത്ത് പൂട്ടിയിട്ടാണ് ജപിക്കുക, ജനലിൻ്റെ പുറത്തിരിക്കുന്ന കുട്ടികൾ ജപിക്കുക. എന്ത് പറഞ്ഞിട്ടാണ് അവരെ സമ്മതിപ്പിച്ചത്? കൂട്ടുകാരെ, ഇപ്പം നമ്മുടെ മുട്ട് മടങ്ങും, നല്ലോണം നമസ്കരിച്ച് ശീലിച്ചോളൂ. ഇപ്പം നമ്മുടെ സ്വരത്തിന് നല്ല തെളിച്ചമുണ്ട്, നല്ലോണം നാമം ജപിച്ചോളൂ. നാളെ കൂടുതൽ പഠിക്കണം, കൂടുതൽ മാർക്ക് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടുകാർ പറയും. അത് കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടണം പറയും. അപ്പോഴേക്കും പിന്നെ നല്ല ശമ്പളമുള്ള ജോലി കിട്ടണം. പിന്നെ ജോലി കിട്ടി ആ ജോലി പോരാ, അമേരിക്കയ്ക്ക് തന്നെ പോകണം പറയും. പിന്നെ പറയും കല്യാണം കഴിക്കണം എന്ന് പറയും. കല്യാണം കഴിച്ചാൽ കുട്ടികളുണ്ടാവണം, വിശേഷമായില്ലേ ചോദിക്കും. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് വിശേഷമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ വളർത്തണം, അവരുടെ കല്യാണം നടത്തണം, വിദ്യാഭ്യാസ സകലത, പിന്നെ പേരമക്കളെ കാണണം, പിന്നെ അവരുടെ കൂടെ പോയി താമസിക്കണം, ഇനി പറ്റുകയാണെങ്കിൽ അവരുടെയും കല്യാണം കാണണം. ഇതിൻ്റെ ഇടയിൽ എവിടെയാ നമുക്കിനി സമയം കിട്ടാൻ പോകണം? അതുകൊണ്ട് ഇപ്പം തുടങ്ങിക്കോ എന്ന് പ്രഹ്ലാദൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞു മക്കൾ ജപിക്കുക, പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരെ അനുമോദിക്കുക. അവരുടെ അടുത്ത് പോയിട്ട് ഈ പ്രായത്തിലാ ജപിക്കുക, പോയി കളിക്ക്, പോയി അത് ചെയ്യേ എന്ന് പറഞ്ഞ് ഓടിക്കരുത്. കാരണം ഇങ്ങനെ ഓടിച്ചു വിട്ട കുട്ടികൾ പിന്നീട് കഞ്ചാവടിച്ച് നടക്കുമ്പോൾ അവരുടെ ബുദ്ധി നേരാക്കി തരണേ ഭഗവാനെ പറഞ്ഞിട്ട് മൂകാംബികയിലും ഗുരുവായൂരും ചോറ്റാനിക്കരും ഒന്നും പോയിട്ട് പ്രാർത്ഥിച്ചിട്ട് പിന്നെ കാര്യമില്ല. കാരണം ആ കുട്ടി അങ്ങനെ ആക്കിയത് നമ്മളാണ്. ഇത് ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്. നമ്മൾ ഗൃഹസ്ഥരായിട്ടൊരു സദസ്സായതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അതുകൊണ്ട് ആത്മീയമായിട്ടുള്ളൊരു ജീവിതം തുടങ്ങാൻ മുഹൂർത്തമൊന്നുമില്ല, ന്യൂ ഇയർ റെസൊല്യൂഷനൊന്നുമല്ല. ഇപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പോൾ ഈ മൊമെൻറ്റിൽ തുടങ്ങുക. നിങ്ങൾക്കാവുന്ന പോലെ തുടങ്ങുക. ഒരു ഗ്രന്ഥത്തിൽ പറഞ്ഞ മാതിരില്ല, ഒരു 3 ചൊല്ലുക, മനസ്സ് ശാന്തമാക്കി വയ്ക്കുക. കഴിക്കുന്ന ഭക്ഷണം ആ ദേവതയ്ക്ക് കൂടെ രാത്രി വീട്ടിൽ ചെന്ന് ചപ്പാത്തിയെ കഴിക്കണമെങ്കിൽ ഇതാ അമ്മേ നിനക്കാണ് ഞാൻ ഈ ചപ്പാത്തി തരുന്നത് ഇവിടെ കഴിച്ചാൽ മതി. ആഹുതിയായി. നിങ്ങൾ ഹോമമൊന്നും കഴിക്കണ്ട. ഗണപതി ഹോമത്തിന് കാശ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിലുള്ള ചോറെടുത്ത് കഴിക്കുമ്പോൾ ഗണപതി ഭഗവാനെ നിൻ്റെ വയറ് ഇതുകൊണ്ട് നിറയണേ പറഞ്ഞിട്ട് നിങ്ങൾ കഴിക്കുക. ഭഗവാന്റെ വയറ് നിറയും. ഇതിൻ്റെ മുകളിലൊരു സമർപ്പണമില്ല. ഗണപതി ഹോമത്തിന് 50 ഉറുപ്പിക്ക് ചീട്ടുമാക്കിയിട്ട് രാവിലെ എണീക്കാൻ വയ്യ, പ്രസാദം മേൽശാന്തി വീട്ടിൽ കൊണ്ട് കൊടുക്കണം. അങ്ങനെ ഗണപതി ഹോമം കൊടുത്തിട്ട് കാര്യമില്ല. അതിനല്ലാതെ അപ്പോൾ ആത്മീയ ജീവിതം തുടങ്ങാൻ സമാധാനം ഉണ്ടായിട്ട് ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ അത് ഉണ്ടാവില്ല. നേരത്തെ തുടങ്ങുക. ഇതാണ് 1ാമത്തെ ലെസൺ. 2ാമത്തെ ലെസൺ, നിങ്ങൾക്ക് ആ അമ്മയെ സ്വീകരിക്കാനുള്ള ധൈര്യമെങ്കിലും ഉണ്ടാവണം വിളിച്ചു വരുത്തുന്നതിന് മുമ്പ്. അതിനു മുമ്പേ കയറിയിട്ട് എനിക്ക് ഉത്തരം കിട്ടിയേ പറ്റൂ, എൻ്റെ ചോദ്യങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ആധ്യാത്മികതയെ സമീപിക്കരുത്. ഞാൻ പറഞ്ഞ കിട്ടുന്നുണ്ടല്ലോ, എല്ലാവർക്കും ചോദ്യങ്ങളാണ്. കേരളം ചോദ്യങ്ങളുടെ രാജ്യമാണ്. ഫുൾ ചോദ്യമാണ്. വരുമോ ഇല്ലയോ, ഉണ്ടോ ഇല്ലയോ. പരശുരാമനെ പോലും ടെസ്റ്റ് ചെയ്തിട്ട് മൂപ്പര് ചതിച്ചിട്ട് പോയതാണ്. അതാണ് വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ അകത്തിരിക്കുന്നത്. ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് മൂപ്പര് വരുമെന്ന്. പുള്ളി പറഞ്ഞു, അദ്ദേഹം പോണ കാലത്ത്, ഞാൻ ഇന്നാളുകൂടെ എവിടെ പറഞ്ഞു, പോകുന്ന കാലത്ത് പറഞ്ഞു ആദ്യത്തെ സമൂഹത്തിനൊക്കെ ഇവിടെ സെറ്റിൽ ചെയ്ത് ക്ഷേത്രപ്രതിഷ്ഠകളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും ആപത്ത് വന്നാൽ എന്നെ സ്മരിച്ചാൽ മതി, ഞാൻ വരാം. ഞാൻ എൻ്റെ ഗുരുനാഥൻ്റെ അടുത്തേക്ക് പോകണം. ആസാമിലെ നീലാചല പർവ്വതത്തിൽ ദത്താത്രേയ മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് ഇന്നും ശരീരത്തോടെ ഇരിക്കുന്നുണ്ട്. ചിരഞ്ജീവിയാണ് അദ്ദേഹം. അപ്പോൾ സ്മരിച്ചാൽ മതി, വന്നോളാൻ പറഞ്ഞു. ഒരു 2-3 തലമുറ കഴിഞ്ഞപ്പോൾ അന്നത്തെ കേരളത്തിലെ ആൾക്കാർക്ക് ഒരു ഡൗട്ട്, മുത്തശ്ശനൊക്കെ പറഞ്ഞിട്ടുണ്ട് പരശുരാമൻ വിളിച്ചാൽ എന്നൊക്കെ ചുമ്മാ ഡാവായിരിക്കും, വെറുതെ ഇരിക്കും. അങ്ങനെ വടക്കുന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ ഒരു ആലിൻ്റെ തറയിൽ ഇങ്ങനെ വൈകുന്നേരത്തെ വെടിവട്ടമൊക്കെ പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയാലോ. അങ്ങനെ ഇവർ കാര്യമായിട്ട് നിന്നിട്ടൊന്ന് വിളിച്ചു നോക്കിയപ്പോൾ അതേ വന്നു പരശുവായിട്ട്. എന്താ വിളിച്ചു ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നം പറ്റിയോ? അദ്ദേഹം ഇങ്ങനെ തൻ്റെ മക്കൾക്ക് എന്തോ കുഴപ്പം പറ്റിയെന്നുള്ളതോടുകൂടിയോ, അയ്യോ ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ വിളിച്ചവർ.
ഇനി നിങ്ങൾ എന്നെ ആവശ്യത്തിന് വിളിച്ചാൽ പോലും നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ല, കുരുത്തം കെട്ടവരാണ് നിങ്ങളെന്ന് പറഞ്ഞ് ശപിച്ചിട്ട് അപ്രത്യക്ഷനായ സ്ഥലത്താണ് വടക്കുന്നാഥൻ്റെ പ്രദക്ഷിണ വഴിയിൽ പരശുരാമന് വിളക്ക് വയ്ക്കുന്നത്. അവിടെ നിന്നിട്ട് അപ്രത്യക്ഷനായി. അങ്ങനെ ഭൂമി തന്നവൻ വരെ ശപിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ, മറക്കരുത്. നമ്മുടെ കാര്യം അത്ര പരുങ്ങലാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ധൈര്യം കാണിക്കുന്നതിന് മുമ്പ് ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കരുത്. ആദ്യം ധൈര്യം ഉണ്ടാക്കുക, എന്നിട്ട് ഉത്തരങ്ങൾ വേണമെന്ന് പറയുക. കാരണം വരണ ഉത്തരങ്ങൾ നമ്മുടെ ചിന്തയും നമ്മുടെ ഇതുവരെയുള്ള സകല ധാരണകളെയും ചിലപ്പോൾ നമ്മുടെ അടിത്തറ വരെ ഇളക്കി കളയണമായിരിക്കും. കാലിൻ്റെ അടിയിൽ മണ്ണൊലിച്ച് പോകണ വരെയാണ് നമ്മൾ ഇത്രയും കാലം ചിന്തിച്ച് കൂട്ടിയതൊന്നും ഒന്നുമല്ല എന്ന് കാണിച്ചു തരിക. അത് താങ്ങാനുള്ള ശേഷി നമുക്കുണ്ടാവണം. മൂന്നാമത്, സത്യം എന്ന് പറഞ്ഞാൽ അത് സുഖമാണെന്ന് വിചാരിക്കരുത്. സത്യത്തിൽ നിന്ന് സുഖം മാത്രം പ്രതീക്ഷിക്കരുത്. സത്യത്തിൽ നിന്ന് ദുഃഖവും പ്രതീക്ഷിക്കണം. അത് നമ്മുടെ കർമ്മത്തിനനുസരിച്ചിട്ടാണെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. അല്ലാണ്ട് ഭാഗവതം എത്ര വായിച്ചിട്ടും എത്ര സപ്താഹം കേട്ടിട്ടും കാര്യമില്ല. കാരണം ഭാഗവതം നമ്മളോട് ഉപാസിക്കാൻ പറഞ്ഞത് സത്യത്തെയാണ്. സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത് അല്ലേ? ജന്മാദ്യസ്യതോ ന്യാദിതരശ്ചാർത്തേഷു വിഘ്നസ്വരാട് തേനേ ബ്രഹ്മഹൃദായ അധികവേ മുഹ്യന്തിയത് സൂര്യ തേജോവാരി വൃതാം യഥാവിനിമയോ എത്ര ത്രിസർഗോ മൃഷ ധാംനാസ്വേന സദാതിരസ്തമുഖം. സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞത്. സത്യത്തെ ഉപാസിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ എല്ലാ സ്ഥലത്തും പറയാറുണ്ട്, നാരായണം പരം ധീമഹി എന്ന് പറഞ്ഞില്ലല്ലോ, കൃഷ്ണം പരം ധീമഹി എന്ന് പറഞ്ഞില്ലല്ലോ, ശിവം പരം ധീമഹി എന്നോ അംബാപരം ധീമഹി എന്ന് പറഞ്ഞല്ലോ, സത്യം പരം ധീമഹി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ധൈര്യമുള്ളവനെ സത്യത്തെ ഉപാസിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഭീഷ്മരുടെ സ്തുതി തൊട്ടിട്ട് ഉദ്ധവഗീത വരെ ആ മഹത്തായിട്ടുള്ള കഥ ഇങ്ങനെ പോണത് 12 സ്കന്ധങ്ങളിൽ കൂടെ. അത് ധൈര്യമുള്ളവന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് സത്യത്തിൽ നിന്ന് സുഖം മാത്രം പ്രതീക്ഷിക്കരുത്. നമ്മുടെ റെസ്പോൺസിബിലിറ്റികൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ, നമ്മൾ ഗൃഹസ്ഥരാണ്. അത് തമ്മിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ വാല്യൂസ്, നമ്മുടെ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ, ഇന്ന് അതിൻ്റെ കാലമാണ്, നമ്മുടെ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന കാലമാണ്. നമുക്ക് തന്നെ ഉറപ്പില്ല. നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് അച്ഛ അമ്മ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ മുത്തച്ഛ അമ്മമ്മ എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കഥ പറഞ്ഞിട്ട് രക്ഷപ്പെടാം, അല്ലെങ്കിൽ ഇപ്പം ടൈമില്ല അപ്പോൾ ഇതൊക്കെയാണ് ചോദിക്കുക എന്നൊരു ഓടിച്ചു വിടും. കാരണം നമുക്കറിയില്ല, നമ്മുടെ പൂർവികർ നമുക്ക് പറഞ്ഞു തന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞു, ഇല്ലത്തുനിന്ന് പുറപ്പെടും അമ്മാത്ത എത്തത്തിൽ ഒരു ജനറേഷൻ്റെ ബാക്കി പത്രങ്ങളാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഫണ്ടമെൻ്റൽസ് ഇല്ലാണ്ട് പോയി. ഫണ്ടമെൻ്റൽസ് ഇല്ലാണ്ടായതിലും നമ്മുടെ ഫണ്ടമെൻ്റൽസ് ഇല്ലാണ്ടാക്കിയതും നമ്മൾ തന്നെയാണ്. അതുകൊണ്ടാണ് നമുക്കിന്ന് ഈ ഗതി വന്നത്. നമ്മുടെ കരുത്ത് അപര്യാപ്തമാണ്, പോരാ, ഇൻസഫിഷ്യൻ്റാണ് നമ്മുടെ ബലം എന്ന് തോന്നുമ്പോൾ, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ നമ്മളെ അരയ്ക്കുമ്പോൾ, പിടിച്ചിട്ട് ഞെരിക്കുമ്പോൾ, നമ്മുടെ മൂല്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ദുർഗയെ സ്മരിക്കുക. അപ്പോഴൊക്കെ അമ്മയെ സ്മരിക്കുക. അമ്മയെ സ്മരിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി എപ്പോഴാണ് സാറേ അമ്മയെ സ്മരിക്കേണ്ടത്? ഇപ്പോഴാണ് അമ്മയെ സ്മരിക്കേണ്ടത്. ഈ പോയിന്റിൽ അമ്മയെ സ്മരിക്കേണ്ടത്. നിങ്ങൾക്ക് ഗുരുവായൂരപ്പനെ അനുഭവിക്കാൻ പറ്റണില്ല, മനസ്സ് പടയ്ക്കണു, എനിക്ക് കിട്ടണില്ല, ഞാൻ ഗുരുവായൂരപ്പനെ എത്ര കാലമായിട്ട് വിളിക്കണം. ആരാ സഹായത്തിന് വിളിക്കേണ്ടത്? ആ ഇടത്തിരികത്തുകാവിലിരിക്കണ പരാശക്തിയായിട്ടുള്ള ആ ദേവിയെ വിളിക്കേണ്ടത്. അവളാണ് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് നമ്മളെ പിടിച്ചുകൊണ്ടുപോവാ, വാ ഞാൻ കൊണ്ടുപോവാ എന്ന് പറഞ്ഞു കൊണ്ടുപോകും. അപ്പോൾ ദുർഗയെ വിളിക്കേണ്ടത്, ഏതൊരു ഉപാസകനും ഏത് ദേവതയെ പൂജിച്ചാലും ദുർഗയെ വിളിക്കേണ്ടത് പ്രതിസന്ധിയിലാണ്. പ്രതിസന്ധി വരുമ്പോൾ ആപതിക്കും കരണീയം സ്മരണീയം ചരണയുഗളമമ്പായാം. യുദ്ധം ഒഴിവാക്കാൻ അമ്മ ഒരിക്കലും പറഞ്ഞില്ല, യുദ്ധക്കളത്തുനിന്ന് ഒളിച്ചോടാൻ പറഞ്ഞിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞ പോലെ തന്നെ അമ്മ യുദ്ധക്കളത്തിൽ ശരിയായിട്ടുള്ള നിലപാടെടുത്തിട്ട്, ശരിയായിട്ടുള്ള സ്റ്റാൻഡ് എടുത്തിട്ട് ഉറച്ചു നിൽക്കാനാണ് നമ്മൾ ദുർഗയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തേണ്ടത്. അതുകൊണ്ട് മനുഷ്യരായിട്ടുള്ള നമ്മൾ, സാധാരണക്കാരായിട്ടുള്ള നമ്മൾ തകർന്നു പോകുന്നത് നമ്മുടെ ജീവിതം കഠിനമായത് കൊണ്ടൊന്നുമല്ല. നമ്മൾ വെറുതെ വിചാരിക്കണം എൻ്റെ ജീവിതം ടഫായതുകൊണ്ടാണ് ഞാൻ തകർന്നു പോയതെന്ന്. അതുകൊണ്ടല്ല തകർന്നു പോകുന്നത്. നമ്മുടെ ഉള്ളിൽ ആന്തരികമായിട്ടുള്ള ഏകീകരണം നടക്കാത്തതുകൊണ്ടാണ്. നമ്മുടെ കഴിവുകളെ മുഴുവൻ നമുക്ക് പ്രതിസന്ധി വരുമ്പോൾ ഏകോപിപ്പിക്കാൻ പറ്റണില്ല, ചെതറുകയാണ് നമ്മൾ ആ ഒറ്റ പോയിന്റിൽ വന്നാലുണ്ടല്ലോ നമ്മളെ തടയാൻ ആർക്ക് സാധിക്കില്ല. ആ ആന്തരികമായിട്ടുള്ള ഏകീകരണം, ആ ഇൻറ്റേർണൽ കൊഹിറൻസ് എന്ന് പറയും. ആ ഇന്നർ കൊഹിറൻസ് വരുത്തുന്ന ശക്തി എന്താണെന്ന് ചോദിച്ചാൽ അതാണ് ആ ശ്രീകോവിലകത്തിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ അമ്മ, നമ്മുടെയൊക്കെ അമ്മയായിട്ടുള്ള ആ ദുർഗാപരമേശ്വരി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനെ സാക്ഷിയാക്കിയിട്ട് ഈ ചെറിയ പ്രഭാഷണത്തിനെ അമ്മയുടെ തൃപാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് സമർപ്പിക്കണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. അമ്മേ ഗുരുവായൂരപ്പ സർവേശ്വര സന്തോഷിക്കണേ. നാരായണ നാരായണ നാരായണ.